ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് അവനി, ആരതി, ഷിജു. ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ പറയുന്നത്? ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയണേ. ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഓഡിബിൾ ആണല്ലേ. ഓക്കെ, ഓഡിബിൾ ഓഡിബിൾ. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, ഓഡിബിൾ. എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻ ഒക്കെ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എങ്ങനെ പോകുന്നു? ക്ലാസ് മാത്രമായിട്ട് ക്ലാസ് കേൾക്കുന്നു പോകുന്നു എന്നല്ലാതെ നിങ്ങൾ എങ്ങനെയാ പഠിക്കുന്നതെന്നൊരു ധാരണയില്ല. എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻ ഒക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ, എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻ ഒക്കെ? പറ. ഗോയിങ് വെൽ ആകാശ്. ഓക്കെ, ഓക്കെ ആണ് പറയുന്നുണ്ട് മഹിമ. ബാക്കിയുള്ളവര് കമന്റ് ചെയ്യടോ. വിഷ്ണുപ്രിയ ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവര് പറ, ഓപ്പൺ ആയിട്ട് പറ. പഠിക്കാൻ പറ്റുന്നുണ്ട്, ഇല്ല, എന്താണ് പ്രശ്നം പറ. വെറുതെ ക്ലാസ് ഇങ്ങനെ എടുത്ത് പോകാൻ വേണ്ടി മാത്രമല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മളാൽ കൊണ്ട് പറ്റുന്ന ഉപദേശങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് പറ്റി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആദിത്യൻ ഹായ് സാർ, ഗുഡ് ഈവനിങ്. അതെ, ഗുഡ് ഈവനിങ്. ആൻസി പറയുന്നു നന്നായിട്ട് ചെയ്യുന്നുണ്ട് സാർ. ഓക്കെ, ശരത്ത് പറയുന്നു ക്ലിയർ. ഗുഡ് സാർ. ഓക്കെ, നന്നായി പോകുന്നു, നന്നായിട്ട് പോകുന്നു. ഓൾ ക്ലിയർ സാർ. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നല്ല ആദിത്യ, എങ്ങനെയുണ്ട് പഠനം, എങ്ങനെ പോകുന്നു എന്നാണ് ചോദ്യം. പറ. സെറ്റാണ്, ഗുഡ്, ഗോയിങ് വെൽ. ഓക്കെ, നന്നായി പോകുന്നു അല്ലേ? ഓക്കെ, നന്നായിട്ട് പോട്ടെ. സ്പീഡ് ഇല്ല മോക്ക്, അതാണ് പ്രശ്നം. റെഡിയാക്കി എടുക്കണം കേട്ടോ. സമയമുണ്ട്, നമ്മുടെ മുമ്പിൽ ഇപ്പൊ ജനുവരി ആയിട്ടുള്ളൂ. നമുക്ക് ഏപ്രിലൊക്കെ എക്സ്പെക്ട് ചെയ്താൽ പോലും നമ്മുടെ മുമ്പിൽ ഇനിയും 3 മാസം സമയമുണ്ട്. സ്പീഡൊക്കെ നമുക്ക് കൂട്ടി കൊണ്ടുപോകാം. അപ്പൊ ആദിത്യം പറയുന്നു പഠനം നന്നായി പോകുന്നു. നന്നായി പോട്ടെ കേട്ടോ. സ്പീഡ് കൂട്ടണം, സ്പീഡൊക്കെ വരും. സ്പീഡൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആവണം. ഇനി എക്സാം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പണ്ടത്തെ പോലെ അപ്പോഴും കുറച്ച് സമയം എടുത്ത് പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഇനി ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയം കൂടിയാണ്. എപ്പോഴും സ്മാർട്ട് വർക്ക് കൊണ്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാണ് വേണ്ടത്. എപ്പോഴും അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. സ്മാർട്ട് വർക്കിന്റെ മുകളിൽ ഹാർഡ് വർക്കും കൂടെ വേണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. ഞാൻ ഭയങ്കര ഇന്റലക്ച്വൽ ആണ്, എനിക്കത് പറ്റുന്നിട്ട് കാര്യമില്ല. ഹാർഡ് വർക്ക് വേണം. സാർ മോക്ക് ചെയ്യുമ്പോൾ മാർക്ക് കിട്ടുന്നില്ല, മാത്സ് ആണ് ടഫ് അല്ലേ? മാത്സ് ടഫാണ്, പക്ഷെ മാത്സിന് പരമാവധി മാർക്ക് നോക്കുക കേട്ടോ. മാത്സ് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്സിന് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുൾ മാർക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മാർക്ക് സെറ്റ് ചെയ്യുക. ഇംഗ്ലീഷും GKയും റീസണിങ്ങും നന്നായിട്ട് നോക്കുക കേട്ടോ. ആരതി പറയുന്നു ബട്ട് റീസണിങ് ആൻഡ് മാത്സിന് സ്പീഡ് കിട്ടുന്നില്ല, GK കൂടുതലും മറന്നു പോകുന്നു. GK മറന്നു പോകാതിരിക്കാൻ ഒറ്റ ടെക്നിക്കേ ഉള്ളൂ, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. റെഗുലർ ആയിട്ട് റിവൈസ് ചെയ്യണം. നമ്മളൊരു സാധനം പഠിച്ചു പോയാൽ എങ്ങനെയായാലും കുറച്ച് കഴിഞ്ഞാൽ അത് മറക്കും നമ്മൾ, റിവൈസ് ചെയ്തില്ലെങ്കിൽ കേട്ടോ. റിവൈസ് ചെയ്തില്ലെങ്കിൽ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും. പേഴ്സൻറ്റേജ് കുറച്ച് സീനാണ്, ശരണ്യ പറയുന്നുണ്ട്. ശരണ്യ, പേഴ്സൻറ്റേജ് സീനാണെങ്കിൽ മാത്സേ സീനാണ് കേട്ടോ. പേഴ്സൻറ്റേജ് റേഷ്യോയും സീൻ എന്ന് പറഞ്ഞാൽ മാത്സിന്റെ അരിത്മെറ്റിക് പോർഷൻ മൊത്തം സീനായിരിക്കും. അപ്പൊ അതുകൊണ്ട് പേഴ്സൻറ്റേജ് റെഡി ആക്കി എടുക്കണം. ബേസ് പതുക്കെ. ഇനിയിപ്പോ നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ്സുകൾ എന്നിട്ട് ഒന്നും കൂടി എക്സ്ട്രാ ക്ലാസ്സുകൾ തോന്നുന്നത് നമ്മുടെ SSC മലയാളിയുടെ മെയിൻ ചാനൽ, യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ MTS GD പോലത്തെ ക്ലാസ്സുകൾക്ക് പണ്ട് നമ്മൾ ചെയ്ത് മാത്സിന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതൊക്കെ ഒന്ന് കണ്ട് ആദ്യം തന്നെ ബേസ് ഒന്ന് സെറ്റ് ആക്കി എടുക്കുക കേട്ടോ. മാത്സ് റീസണിങ് പ്രത്യേകിച്ച് പേഴ്സൻറ്റേജ് സീൻ ആണെങ്കിൽ, കാരണം പേഴ്സൻറ്റേജ് വരുന്ന ടോപ്പിക്കാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്, അടുത്ത് വരാൻ പോകുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതൊക്കെ പേഴ്സൻറ്റേജ് ആണ്. ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് നല്ല എഴുതേണ്ടത് പേഴ്സൻറ്റേജ് സബ് ടോപ്പിക് പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് എന്ന് എഴുതേണ്ടത്, കാരണം പേഴ്സൻറ്റേജിന്റെ സബ് ടോപ്പിക് ആണിത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ് ഡേറ്റ്സ് എല്ലാം കൺഫ്യൂസിങ് ആവുന്ന, ഡേറ്റ്സ് എല്ലാം കൺഫ്യൂസിങ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വെച്ചാൽ ഹിസ്റ്ററിയിലേക്ക് ആയിരിക്കും മെയിൻ ആയിട്ട് കൺഫ്യൂസിങ്. അപ്പൊ ഒരു കഥ പോലെ ഒരു ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് കഴിഞ്ഞിട്ടാണ് ഇന്ന സംഭവം നടന്നത്, ഇന്ന സംഭവത്തിന്റെ മുമ്പാണ് ഇന്ന സംഭവം നടന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യം കറക്റ്റ് ആ ഓർഡറിൽ ഓർത്ത് വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ ചില സമയത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഡേറ്റ്സ് ഒക്കെ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കുക. അതല്ലെങ്കിൽ ഒരു വർഷം നടന്ന കാര്യങ്ങളൊക്കെ ഒന്നിച്ചെഴുതുക, എന്നിട്ട് അതൊരു കഥ രൂപത്തിലാക്കിയാണ്ട് കോഡ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെ പഠിക്കുക. ഉദാഹരണത്തിന് ഏതെങ്കിലും 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അത് ആ സമയത്ത് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് ചെയ്ത് എന്നിട്ട് കഥ പോലെ ആക്കിയിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെ കുറെ ആൾക്കാർ പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റീസണിങ് ടൈം കൂടുതൽ എടുക്കുന്നു. റീസണിങ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം കളയുന്ന ഒരു ടോപ്പിക്കാണ് റീസണിങ്. കാരണം റീസണിങ് നമുക്ക് എല്ലാവർക്കും എങ്ങനെങ്കിലും കുറച്ചെങ്കിലും ചെയ്യാൻ അറിയും. അപ്പൊ നമ്മൾ വിചാരിക്കും ആൻസർ ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ ഇരിക്കും. പക്ഷെ നമ്മളത് സമയം പോകുന്നത് അറിയില്ല, ഇഷ്ടംപോലെ സമയം നമ്മൾ വേസ്റ്റ് ആക്കും. ലാസ്റ്റ് നമുക്ക് GK യിലും മാത്സിലും സമയം കിട്ടാതെ വരികയും ചെയ്യും.
അപ്പൊ റീസണിങ് ആണ് നമ്മുടെ സമയം കൊല്ലുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റീസണിങ് ആണ്. അപ്പൊ അതിനെ സൂക്ഷിച്ചും കണ്ട് നടക്കണം. കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് കിട്ടും, നമുക്കറിയാമെന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ കിട്ടിയില്ലെങ്കിൽ അപ്പം സ്കിപ്പ് ചെയ്യണം. ഒരു 10-20 സെക്കൻഡ് 30 സെക്കൻഡ് ഓക്കെ, നിങ്ങൾ ഒരു റീസണിങ് ഒരു ചോദ്യം നോക്കി കിട്ടുന്നുണ്ടോ നോക്കി, കിട്ടുന്നില്ലെങ്കിൽ അപ്പം സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റിനോട്ട് പോവുക. അല്ലാതെ ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ് 2-3 മിനിറ്റ് കൊണ്ട് റീസണിങ്ങിന്റെ ക്വസ്റ്റൻ ചെയ്തിട്ട് കാര്യമില്ല. ഈ പരീക്ഷ ഞാൻ പറഞ്ഞില്ലേ 100-ൽ 75-70 കട്ട് ഓഫ് വരുന്നത്. അതിന്റെ അർത്ഥം 100-ൽ 100 നിങ്ങൾ ചെയ്യണം ഒരു നിർബന്ധമില്ല. 100-ൽ 75 മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഒരു 25 ക്വസ്റ്റൻ നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അതിൽ ഏത് ചെയ്യണം, ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയണം. അതിനാണ് ഈ മോക്ക് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, GK റിവിഷൻ ആണ് വേണ്ടത്. അതെ സാർ, മോക്ക് ചെയ്യുമ്പോൾ മാത്സ് ഒന്നും സ്പീഡില്ല, GK പഠിക്കാൻ സെറ്റ് ആവുന്നില്ല. അങ്ങനെ ഒന്നും സെറ്റ് ആവുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സെറ്റ് ആക്കി എടുക്കണം കേട്ടോ. അതൊന്നും റെഡി ആവുന്നില്ല എന്ന് പറയാനല്ല, റെഡി ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ട്രിഗണോമെട്രി, അൾജിബ്ര, ജോമെട്രി പഠിക്കാതെ വേറെ ടോപ്പിക് നന്നായി പഠിച്ചാൽ മതിയോ? പോരാട്ടോ. ട്രിഗണോമെട്രി, ജോമെട്രി, അൾജിബ്ര ഒക്കെ അതിന്റെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെ NTPCക്ക് ചോദിക്കുന്നുള്ളൂ. അല്ലാതെ പണ്ട് SSCക്ക് ചോദിക്കുന്ന പോലെ അത്ര വലിയ ഹൈ ലെവൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമൊന്നുമില്ല. വളരെ ബേസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. ട്രിഗണോമെട്രി, ജോമെട്രി, അൾജിബ്ര ഒക്കെ അത്ര വലിയ ഹൈ ലെവൽ മാത്സ് ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. ടൈം ബാലൻസ് ചെയ്യാൻ പാടാണ് സാർ. അതിനാ ഞാൻ പറഞ്ഞ ഏറ്റവും നന്നായിട്ട് സ്കിപ്പ് ചെയ്യാനും അറിയണം മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ. ഏത് ചെയ്യണം, ഏതാണ് ചെയ്യേണ്ടാത്ത ക്വസ്റ്റ്യൻ, ഏതാണ് ഇപ്പൊ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ, അടുത്ത റൗണ്ടിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ള കൃത്യമായിട്ട് ഒരു ധാരണ നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾക്ക് CGL പോലെ 1.5 മണിക്കൂർ സമയമുണ്ട്. അത് വലിയ സമയമെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും CGL-നെക്കാളും കുറച്ചും കൂടി ഒരു റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. പക്ഷെ അത് ടൈം മാനേജ്മെന്റ് വേണം കേട്ടോ. പിന്നെന്താ, അഡ്വാൻസ് മാത്സ് സെറ്റ് ആവുന്നില്ല, സെറ്റ് ആക്കണം കേട്ടോ. സാർ കറണ്ട് അഫയേഴ്സിന് ക്ലാസ് എടുക്കും. കറണ്ട് അഫയേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്ലാസ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ള സമയമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. കറണ്ട് അഫയേഴ്സിന് എത്ര ക്വസ്റ്റ്യൻ? കറണ്ട് അഫയേഴ്സിന് ഏതൊരു പരീക്ഷ എടുത്താലും, പ്രത്യേകിച്ച് TCS പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്തുണ്ട്, ഒരു വെയിറ്റേജ് ഇപ്പൊ ചോദിക്കുന്നുണ്ട് കേട്ടോ. എത്ര ക്വസ്റ്റ്യൻ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കറണ്ട് അഫയേഴ്സിന് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. CGL എക്സാമിന് റീസണിങ് കാരണം ടൈം എല്ലാം പോയി. CGL എക്സാമിന് മാത്രമല്ല, CGL-നും NTPCക്കും ഒക്കെ നമ്മുടെ സമയം കളയുന്ന ഒരു സംഭവം റീസണിങ് ആണ് കേട്ടോ. സാർ, PYQ ലേറ്റസ്റ്റ് ഇപ്പോൾ നടന്ന റെയിൽവേ എക്സാമിൽ ചോദിച്ച കൂടെ ഇൻക്ലൂഡ് ചെയ്യാമോ സാർ? ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ നിന്നും വന്നത്. ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൺസെപ്റ്റ് ക്ലിയർ ആകാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ്. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഈ പരീക്ഷയ്ക്കല്ല ഇനി ഏത് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ക്വസ്റ്റൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് വേണം മാത്സ് പഠിക്കാൻ. അല്ലാതെ പല സ്ഥലത്തും നിങ്ങൾ പഠിക്കുന്ന പോലെ കാണാതെ പഠിക്കുന്ന സംഭവം അല്ല മാത്സ്. നിങ്ങൾ പറയുന്ന സാധനം ഒന്ന് കൺസെപ്ച്വലി ഒന്ന് വക്കെ ആക്കിയിട്ട് ഒന്ന് പഠിച്ചു നോക്കിയേ. ഒരു സംശയം വേണ്ട, ഏത് ടൈപ്പ് ക്വസ്റ്റൻ വന്നാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അരിത്മെറ്റിക് പോർഷൻ, അതായത് ഈ പെർസെന്റേജ് റേഷ്യോ പോലത്തെ. അതെന്താണ് പെർസെന്റേജ്, എന്തുകൊണ്ടാണ് ഈ പെർസെന്റേജ് ഇങ്ങനെ വരുന്നത്, അങ്ങനെ വരുന്ന റേഷ്യോ വളരെ നന്നായിട്ട് നോക്കിയാൽ ഒരു സംശയം വേണ്ട, ഏത് ക്വസ്റ്റൻ വന്നാലും ചെയ്യാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് ഏത് ടൈം പീരീഡിൽ ചോദിക്കുന്നു അത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ കഴിഞ്ഞ CGL പരീക്ഷയ്ക്കൊക്കെ 2021 കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് ചോദിച്ചത്. അതും കണ്ടക്ട് ചെയ്യുന്ന TCS ആണ്. റെയിൽവേ ആൻഡ് RRB NTPC കണ്ടക്ട് ചെയ്യുന്ന TCS ആണ്. അപ്പൊ പക്ഷെ ഇപ്പൊ കഴിഞ്ഞ റെയിൽവേ ആൻഡ് റീസെന്റ് ആയിട്ടുള്ള പല പരീക്ഷകളും 2024 കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അടുത്തടുത്തുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം 2024-ഉം 23. ഏറ്റവും ഇമ്പോർട്ടന്റ് 2024 നിങ്ങൾ വരാൻ പോകുന്ന NTPC പരീക്ഷയ്ക്ക്. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ 2023 ഒരു സെക്കൻഡ് ഹാഫും കൂടെ നോക്കുന്നത് നന്നായിരിക്കും. പക്ഷെ അതിന് മുമ്പോട്ട് ചോദിച്ചാൽ എവിടെ വരെ വേണമെങ്കിലും ചോദിക്കാൻ നമുക്ക് കൃത്യമായിട്ട് ഇന്നത് മാത്രമേ ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ സാർ, മാത്സ് ഒറ്റയ്ക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. സാറിന്റെ വീഡിയോ നോക്കി സ്റ്റാർട്ടിങ് കിട്ടിയാൽ ചെയ്യാൻ കിട്ടുന്നുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് കാര്യമില്ല കേട്ടോ. തുടക്കത്തിൽ നമ്മളിവിടെ ജസ്റ്റ് ഒരു, ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ബേസ് മാത്രമേ കാര്യങ്ങളും അത്യാവശ്യം നല്ല ക്വസ്റ്റൻസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ഇത് വെച്ചിട്ട് പിടിച്ച് മുകളിലോട്ട് കയറിയേ പറ്റൂ. അല്ലാതെ നമുക്കിങ്ങനെ ഇരുന്ന് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ബെസ്റ്റ് ചാനൽ ഇതാ CA പഠിക്കാൻ ഇന്റർലോഗസ് എന്ന ചാനൽ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ കാണുമ്പോൾ അതിൽ കുറെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു. അത്യാവശ്യം ഒന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല ഫ്രീ ആയിട്ട് PDF-ഉം കാര്യങ്ങളും എല്ലാം കൊടുക്കുന്ന ഒരു ചാനലാണ് ഇത്. ഇന്റർലോഗസ് എന്ന ചാനലുണ്ട്, അതിന്റെ ടെലഗ്രാം ചാനലൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ കയറി അവർക്ക് അവരുടെ PDF ആയിട്ടുള്ള മന്ത്ലി ഫ്രീ ആയിട്ടുള്ള മന്ത്ലി PDF ഒക്കെ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അത് കാണാനും രസമുണ്ട്. നമ്മൾ വെറുതെ PDF കുറെ എന്തൊക്കെയോ PDF മെറ്റീരിയൽ എഴുതിയിട്ട് അതിങ്ങനെ നോക്കിയിട്ട് എന്താ പറയുക, അത്രയും ബോറിംഗ് ആവുന്ന ഒരു മെറ്റീരിയൽ അല്ലത്. നല്ല കളർഫുൾ ആയിട്ട് കാണാൻ രസമുള്ള ഒരു മെറ്റീരിയൽ ഒക്കെയാണ്. അതാകുമ്പോൾ ചെറിയ കാര്യങ്ങൾ ഓരോ ഇമ്പോർട്ടൻറ്റ് ഇതിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്റർലോഗസ്, അതാ ശരത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്റർലോഗസ്. ഓക്കെ നോക്കിയേ, ആൾക്കാരൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർ കുറഞ്ഞു വരും. അത് നമുക്കിപ്പോൾ കുട്ടികളുടെ കണക്കിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചില ആവേശ കമ്മിറ്റികൾ ആളുകൾ തുടക്കത്തിലൊക്കെ വന്നിരുന്നു, അവരൊക്കെ പല ആളുകളും കൊഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നിൽക്കുന്ന ആളുകൾ പരീക്ഷയുടെ അവസാനം വരെ ഇതിൽ നിൽക്കുന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. അവർ തമ്മിലാണ് കോമ്പറ്റീഷൻ. ബാക്കി പോകുന്നവരൊക്കെ പോയി, ബാക്കി നിൽക്കുന്ന ആളുകൾ തമ്മിലാണ് കോമ്പറ്റീഷൻ. അപ്പൊ ഞാൻ എന്തായാലും ഇതിൽ നിൽക്കും. ഇത് കഴിയുന്നവരെ ഉണ്ടാവും. ഇത് ക്ലാസ്സും കഴിഞ്ഞ് പരീക്ഷയും കഴിയുന്നവരെ ഞാൻ ഉണ്ടാവും എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ തന്നെ നിൽക്കുക. ഓക്കെ, അതെ, ശരത്ത് ഇന്റർലോഗസ് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ കയറി നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്നലെ നടത്തിയ മോക്ക് ടെസ്റ്റിൽ 50ന്റെ മുകളിൽ മാർക്കുള്ള 66ഓളം പേരുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. 50 എന്ന് പറഞ്ഞാൽ അത്ര മോശം മാർക്കൊന്നുമല്ല. 100-ൽ
50 എന്ന് പറഞ്ഞാൽ പകുതി മാർക്കോളം ഉണ്ട്. നിങ്ങൾക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 60, 70, 80 ഈസി ആയിട്ട് എത്താൻ പറ്റും. അതിൽ 2-3 കുട്ടികൾ ഓൾറെഡി 70+ ഉണ്ട് കേട്ടോ. അപ്പോൾ കോമ്പറ്റീഷനൊക്കെ ഹൈ ആണ്. അപ്പൊ നമ്മൾ ആ ലെവലിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻ ഹൈ ആക്കണം. അല്ലാതെ പണ്ടത്തെ പോലെ പതുക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന പോലെയല്ല. ഓക്കെ സാർ, NTP 75+ കട്ട് ഓഫ് ടാർഗറ്റ് ചെയ്ത് പഠിച്ചാൽ ഞാൻ പറഞ്ഞു, കട്ട് ഓഫ് ടാർഗറ്റ് ചെയ്തിട്ട് ഒരിക്കലും പഠിക്കരുത്. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പരീക്ഷ ടഫായി കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറയും, പരീക്ഷ ഈസി ആയിട്ട് കട്ട് ഓഫ് കൂടും. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞ CGL പരീക്ഷയ്ക്ക് കട്ട് ഓഫ് 153 കട്ട് ഓഫ്. 17,000-ഓളം വേക്കൻസി, 18,000-ഓളം വേക്കൻസി ഉണ്ട്, എന്നിട്ടും കട്ട് ഓഫ് 153. ഇതിന് മുമ്പത്തെ പരീക്ഷയ്ക്ക് 140 സംതിങ്ങേ ഉള്ളൂ. അന്ന് ഇതിന്റെ പകുതിയാണ്, 150, അന്ന് 150 പക്ഷെ ഇതിന്റെ പകുതിയെ വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ കട്ട് ഓഫ് നോക്കിയിട്ടല്ല പഠിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പക്കാ ക്ലിയർ ആക്കി പോവുക, അല്ലാതെ കട്ട് ഓഫ് നോക്കിയിട്ട് ഒരിക്കലും പഠിക്കരുത്. ഒരു ടോപ്പിക് സെറ്റ് ആക്കി അടുത്തത് പോകുമ്പോൾ മറ്റേടത്ത് അങ്ങ് ടച്ച് വിട്ടു പോകും. ഒരിക്കലും അങ്ങനെ ചെയ്ത് കേട്ടോ. ഒരു ടോപ്പിക്ക് പഠിച്ച് സെറ്റ് ആക്കി അവിടെ വെച്ചു, ഇനി അടുത്ത ടോപ്പിക്ക് പഠിച്ച് സെറ്റ് ആക്കി, അങ്ങനെ പോകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ടോപ്പിക്ക് കഴിഞ്ഞ് എല്ലാം സെറ്റ് ആക്കി വരുമ്പോഴേക്കും ഈ ടോപ്പിക്ക് മറന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എപ്പോഴും മാത്സ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ ഡെയിലി എല്ലാ ടോപ്പിക്കും ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. അറ്റ്ലീസ്റ്റ് ഡെയിലി എല്ലാ ടോപ്പിക്കും ഒരു 4-5 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്ത് നോക്കുക. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ പോകുക. അല്ലാതെ ഇന്ന് പെർസെന്റേജ് പഠിച്ചു, പെർസെന്റേജ് നാളെയും പഠിച്ചു, ഫുള്ള് സെറ്റ് ആക്കി, റേഷ്യോ പഠിച്ചു, പിന്നെ ഒക്കെ പഠിച്ച് 10-20 ദിവസം കഴിഞ്ഞിട്ട് പെർസെന്റേജിലോട്ട് വരുമ്പോഴേക്കും പെർസെന്റേജ് ഒക്കെ നിങ്ങൾ മറന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ അപ്പൊ അങ്ങനെ ഒരിക്കലും പഠിക്കാതിരിക്കുക. വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, പ്ലാനിങ്ങോട് കൂടി ഡെയിലി എല്ലാ ടോപ്പിക്കും ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ പോവുക. ഓക്കെ അശ്വിൻ പി, ക്ലാസ് സ്റ്റാർട്ട് ആയില്ല. അശ്വിന് ക്ലാസ് സ്റ്റാർട്ട് ആകും അശ്വിനെ കേട്ടോ. കുറച്ച് കുട്ടികൾ ഡൗട്ട് ചോദിച്ചു, 11 ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറുപടി കൊടുത്തതാണ്. ഇപ്പൊ സ്റ്റാർട്ട് ആകും കേട്ടോ. ഓക്കെ അശ്വിൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നെന്ന് തോന്നുന്നു. ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട്, നേരത്തെ പറഞ്ഞു ഇത് പെർസെന്റേജ് ആണ് കേട്ടോ, അല്ലാതെ പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് അല്ല ഈ ടോപ്പിക്കിന്റെ പേര്. ടോപ്പിക് എന്താണ്, പെർസെന്റേജ്. സബ് ടോപ്പിക് വേണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് എന്ന് പറയാം. കാരണം പെർസെന്റേജ് റേഷ്യോയിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ ആ സാധനങ്ങൾ മാത്രമേ ഈ ടോപ്പിക്കിൽ വരുന്നുള്ളൂ. ഇതിൽ എക്സ്ട്രാ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷെ കുറച്ച് ടേംസ്, കുറച്ച് പേരുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ഇംഗ്ലീഷ് പേരുകൾ പഠിച്ചു വെക്കണം മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മൾ എപ്പോഴും പറയും കോസ്റ്റ് പ്രൈസ്. നമ്മൾ എപ്പോഴും ക്വസ്റ്റൻ ഒക്കെ ചെയ്യുമ്പോൾ CP എന്ന് പറയും. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നമുക്ക് ചിലവായ പൈസ കേട്ടോ. അപ്പൊ നമ്മൾ 10 രൂപ കൊടുത്തൊരു ബുക്ക് വാങ്ങി, നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആണെന്ത് 10. ഓക്കെ അപ്പൊ നമ്മൾ ഒരു കടക്കാരൻ ആ ബുക്ക് വാങ്ങുന്നു, അത് കടക്കാരന്റെ കോസ്റ്റ് പ്രൈസ്. അതായത് ആരാണോ വാങ്ങുന്നത് അയാൾക്ക് ആ സാധനം വാങ്ങാൻ വേണ്ടി ചിലവായ പൈസയാണെന്ത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ പിന്നെ അടുത്താണെന്ത് സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SP എന്ന് പറയും കേട്ടോ. ഈ കോസ്റ്റ് പ്രൈസിന് തന്നെ വേണമെങ്കിൽ പർച്ചേസ് പ്രൈസ് എന്നൊക്കെ പറയും. ഒന്നുമില്ല, പേര് പോലെ തന്നെ, പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് വേണ്ടി ചിലവായ പൈസ, അതാണ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ സാധനം വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ. ഇപ്പൊ 10 രൂപയുടെ നോട്ട്ബുക്ക് ഞാൻ വാങ്ങി 12 രൂപക്ക് വിറ്റു അല്ലെ, അപ്പൊ 10 ആണ് കോസ്റ്റ് പ്രൈസ്, 12 ആണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ പിന്നെ വേറെ സാധനം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എന്നൊക്കെ പറയും. മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയും, അല്ലെങ്കിൽ ലേബൽ പ്രൈസ് എന്ന് പറയും, അല്ലെങ്കിൽ ലിസ്റ്റ് പ്രൈസ് എന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ പ്രിന്റഡ് പ്രൈസ് എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. മാർക്ക് പ്രൈസ്, പ്രിന്റഡ് പ്രൈസ്, ലിസ്റ്റ് പ്രൈസ്, ലേബൽ പ്രൈസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള സംഭവം എന്താ നമുക്കറിയാം. നമ്മൾ ഏത് സാധനം പ്രൊഡക്റ്റ് നോക്കിയാൽ MRP എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും അല്ലെ, അതിനാണ് മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് കടക്കാരൻ ഏതെങ്കിലും ഒരു 100 രൂപക്ക് ഒരു സാധനം വാങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും, അയാൾ 200 രൂപ എന്നുള്ള പ്രൊഡക്റ്റ് മാർക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് അയാൾ അതിനൊരു ചെറിയ ഡിസ്കൗണ്ട് കൊടുത്തിട്ടായിരിക്കും വിൽക്കുക അല്ലെ. ചിലപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കൂല, MRP തന്നെ വിൽക്കും. അപ്പൊ ഡിസ്കൗണ്ട് എന്താണ് 0. അപ്പൊ അതാണ് മാർക്ക് പ്രൈസ് എന്ന് പറയാം. ഇതാണ് ഈ 3 ടൈം ശരിക്കും ഓർത്ത് വെക്കുക. ഒന്ന് കോസ്റ്റ് പ്രൈസ്, ഒന്ന് സെല്ലിംഗ് പ്രൈസ്, മാർക്ക് പ്രൈസ്. ഇത് മൂന്ന് സംഭവങ്ങൾ തന്നെയാണ്. കോസ്റ്റ് പ്രൈസ് നമുക്ക് ചിലവായ പൈസ, സെല്ലിംഗ് പ്രൈസ് നമ്മൾ വിറ്റ പൈസ, മാർക്ക് പ്രൈസ് നമ്മളത് വിൽക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൽ മാർക്ക് ചെയ്ത് വെക്കുന്ന പ്രൈസ്, ഇതാണ് മാർക്ക് പ്രൈസ്. ഇനി വേറെ കാര്യം എന്താ, വേറെ കാര്യം പ്രോഫിറ്റ്, ലാഭം കേട്ടോ. അതുപോലെ തന്നെ ലോസ്, ലാഭവും നഷ്ടവും. ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ വേണ്ടത്. ഞാൻ അല്ലേ ടോപ്പിക്കിന്റെ പേരിന് എന്താ, പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് അല്ലേ. അപ്പൊ ലാഭം എന്താ, നഷ്ടം എന്താ, ഡിസ്കൗണ്ട് എന്താ, ഈ 3 സാധനങ്ങളോട് ഓർത്ത് വെക്കണം. ലാഭം എന്ന് പറഞ്ഞ ഒന്നുമില്ല, നോക്കിയേ, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, ഇതാണ് ലാഭം അല്ലെ. നമുക്ക് നമ്മൾ വാങ്ങിയ വിലയേക്കാളും കൂടുതൽ വിലക്ക് അത് വിൽക്കുമ്പോഴാണ് അതിന് പ്രോഫിറ്റ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു 10 രൂപക്ക് നോട്ട്ബുക്ക് വാങ്ങി 12 രൂപക്ക് വിറ്റാൽ 2 രൂപ ലാഭമാണ്. അതെങ്ങനെ കിട്ടുന്നത്, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, അതായത് 12 മൈനസ് 10. ഓക്കെ ഇതാണ് പ്രോഫിറ്റ്. ഇനി നമ്മൾ വാങ്ങിയ വിലയേക്കാളും കുറഞ്ഞ വിലക്ക് വിൽക്കുമ്പോഴാണ് അവിടെ നഷ്ടം എന്ന് പറയാം അല്ലെ. 10 രൂപക്ക് നോട്ട്ബുക്ക് ഞാൻ വാങ്ങിയിട്ട് 8 രൂപക്ക് വിറ്റാൽ എനിക്ക് 2 രൂപ നഷ്ടമാണ്. അപ്പൊ അവിടെ ഏതാ കൂടുതൽ, സെല്ലിംഗ് പ്രൈസ് ആണോ കോസ്റ്റ് പ്രൈസ് ആണോ, അവിടെ കൂടുതൽ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. അപ്പൊ നഷ്ടം കാണാൻ എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഇത് ഓർത്ത് വെക്കുക. ലാഭമാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും കൂടുതൽ, നഷ്ടമാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും കൂടുതൽ. കാരണം കോസ്റ്റ് പ്രൈസിനെക്കാളും ചെറിയ വിലക്ക് വിൽക്കുമ്പോഴല്ലേ നഷ്ടം. അപ്പൊ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും എന്ത്, ലോസ്. ഇനി ഡിസ്കൗണ്ട് ആണെങ്കിലോ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു കടയിൽ പോയാൽ ആ കടക്കാരൻ എന്ത് ചെയ്യും, ഒരു 1000 രൂപയ്ക്ക് ഷർട്ട് വാങ്ങിയിട്ട് അതിന് 2000 രൂപ എന്ന് മാർക്ക് ചെയ്യും, എന്നിട്ട് അയാൾ പറയും ഇതിന് 500 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു അല്ലെ. എന്നിട്ട് അത് 1500 രൂപക്ക് വിൽക്കും. അപ്പോഴും അയാൾക്ക് ലാഭമാണ്. ഓക്കെ
അപ്പൊ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അത് ഞാൻ പറഞ്ഞു, അയാൾ 2000 രൂപക്കാണ് ഷർട്ട് മാർക്ക് ചെയ്തത്, എന്നിട്ടോ 1500 രൂപക്ക് വിറ്റു. അപ്പൊ ഡിസ്കൗണ്ട് എന്താ? 2000 മൈനസ് 1500, 500 എന്ന് കിട്ടും. ഈ ടേമുകൾ ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ഈ ടേമുകൾ ഓർക്കുക. പിന്നെ ഇവിടെ വേറെ കാര്യം എന്ന് വെച്ചാൽ പ്രോഫിറ്റ് മാത്രമല്ല, ലോസ് മാത്രമല്ല, ഡിസ്കൗണ്ട് മാത്രമല്ല, ഇതൊക്കെ പെർസെന്റേജിലാണ് കാണാൻ ചോദിക്കുക. പ്രോഫിറ്റ് പെർസെന്റേജ് എന്താ, ലോസ് പെർസെന്റേജ് എന്താ, ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്താ. അപ്പൊ നോക്കുക, പ്രോഫിറ്റ് പെർസെന്റേജ് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് പെർസെന്റേജ് കാണണമെങ്കിൽ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 കേട്ടോ. ഇതാണ് പ്രോഫിറ്റ് പെർസെന്റേജ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ക്ലാസ് സ്റ്റക്ക് ആവുന്നത് എനിക്ക് മാത്രമാണ്. ക്ലാസ് സ്റ്റക്ക് ആവുന്നുണ്ടോ? ബാക്കിയുള്ളവരെന്ന് പറഞ്ഞേ. സ്റ്റക്ക് ഇല്ല അല്ലെ? ഓക്കെ ഓക്കെ, ശരി ശരി. ഇനി ലോസ് ആണെങ്കിലോ, അല്ല ലോസ് പെർസെന്റേജ് ആണെങ്കിലോ, ലോസ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. ഓക്കെ, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മൾ എന്തിന്റെ മുകളിലാണ് കാണുക? കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ് കാണുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലാഭം തന്നെയാണ്, രണ്ടും ഒരേ ടൈമാണ്. പോസിറ്റീവ് ആകുമ്പോൾ അത് ലാഭം, നെഗറ്റീവ് ആകുമ്പോൾ അത് നഷ്ടം. ഓക്കെ, ഇവിടെ പ്രോബ്ലം ഇല്ല, ക്ലിയർ ആണ്, ഇല്ലല്ലേ? ഓക്കെ ഓക്കെ, സ്മൂത്ത് ആണ്. ഓക്കെ ഓക്കെ, പോട്ടെ. അപ്പൊ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മളല്ല, പ്രോഫിറ്റ് പെർസെന്റേജ് ആണെങ്കിലും ലോസ് പെർസെന്റേജ് ആണ് നമ്മൾ കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ്. അതായത് താഴെ വരുന്ന ആരായിരിക്കും? കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ്, അതാണ് ലാഭവും നഷ്ടവും നോക്കുക കേട്ടോ. പക്ഷെ ഡിസ്കൗണ്ട് ആകുമ്പോഴോ, നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും എന്തിന്റെ പുറത്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു 100 രൂപേന്റെ അല്ല 1000 രൂപേന്റെ ഷർട്ട് 2000 രൂപക്ക് മാർക്ക് ചെയ്തു, എന്നിട്ട് പറയാണ് 25% ഡിസ്കൗണ്ടിന് ഞാൻ വിൽക്കുന്നു. അപ്പൊ അത് എന്തിന്റെ 25%? ആ മാർക്ക് ചെയ്ത 2000ന്റെ 25% ആണ്. അപ്പൊ ഡിസ്കൗണ്ട് എപ്പോഴും കൊടുക്കുന്നത് എന്തിന്റെ മുകളിലാണ്? മാർക്ക് പ്രൈസിന്റെ മുകളിൽ കേട്ടോ. അപ്പൊ ഡിസ്കൗണ്ട് പെർസെന്റേജ് കാണാൻ എന്താ ചെയ്യുക? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. പലപ്പോഴും നമുക്ക് ഇൻറ്റു 100 ചെയ്യേണ്ട ആവശ്യം വരില്ല. ഈ രണ്ടെണ്ണം കാണുമ്പോൾ തന്നെ നോക്കിയേ, ഇപ്പൊ 1/5 എന്ന് കണ്ടാൽ എന്താണ്? 20%. നമ്മൾ ഫസ്റ്റ് പെർസെന്റേജിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ടേബിളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഷീറ്റിൽ നോക്കുക. 1/6 എന്ന് കണ്ടാൽ എന്താ? 16 2/3%. 1/7 എന്ന് കിട്ടിയാൽ 14 2/7%. ഇങ്ങനെ കാണാൻ പറ്റാത്ത ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്തിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് 1/2 എന്ന് കണ്ടാൽ എന്താ? 50%. 1/8 എന്ന് പറഞ്ഞാൽ എന്താ? 12.5%. 1/9 എന്ന് പറഞ്ഞാൽ എന്താ? 1/9%. ഇതൊക്കെ നമ്മൾ ആ ടേബിൾ നോക്കി പഠിച്ചു വെക്കുക. ഞാൻ കാണാൻ പറ്റാത്ത ഒരു വാല്യൂ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ എത്രയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ തിയറി പറയാൻ? ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ തിയറി പഠിക്കാനുള്ളൂ. ഇവിടെ ബാക്കിയുള്ള പെർസെന്റേജിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച സംഭവങ്ങളാണ്. ഓക്കെ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചേ. ഉണ്ടെങ്കിൽ പറ. ബാക്കി ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻ ഒക്കെ പെട്ടെന്ന് നമുക്ക് പെർസെന്റേജിന്റെ ക്വസ്റ്റൻസ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ആണ്. ഓക്കെ, മഹിമ നോ എന്ന് പറയുന്നു. മഹിമ എന്താണ് പ്രശ്നം? എന്താണ്? ക്ലിയർ? ഓക്കെ, ഓക്കെ ആണ്. ഓക്കെ ആണ്. നോ ഡൗട്ട്സ് അല്ലേ? ഓക്കെ ഓക്കെ, ഡൗട്ട്സ് ഇല്ല എന്നാണ് മഹിമ ഉദ്ദേശിച്ചത്. ഇതുവരെ വളരെ ക്ലിയർ. ഓക്കെ, ഓക്കെ ആണ്. ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങാം കേട്ടോ. വെറുതെ അങ്ങനെ പറഞ്ഞു പോകുന്ന തിയറി പറയാൻ ഇത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ ഈ തിയറികൾ വെച്ചിട്ട് ചോദ്യം ചെയ്യണം. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എന്താ, സെല്ലിംഗ് പ്രൈസ് എന്താ, മാർക്ക് പ്രൈസ് എന്താ, പ്രോഫിറ്റ് എന്താ, ലോസ് എന്താ, ഡിസ്കൗണ്ട് എന്താ, പിന്നെ പ്രോഫിറ്റ് പെർസെന്റേജ് എന്താ, ലോസ് പെർസെന്റേജ് എന്താ, ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്താ. ഒരു കാര്യം ഓർക്കുക, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും എപ്പോഴും കോസ്റ്റ് പ്രൈസിന്റെ മുകളിൽ നമ്മൾ കാണും. ഡിസ്കൗണ്ട് ആണെങ്കിൽ എപ്പോഴും മാർക്ക് പ്രൈസിന്റെ മുകളിലാണ് കാണുക. ഓക്കെ ആണോ? എന്നാ ഞാൻ ഒരു ചോദ്യം ഇടാം. ഫസ്റ്റ് ചോദ്യം ചെയ്യേ. എ ഷോപ്പ് കീപ്പർ ബോട്ട് ആൻ ആർട്ടിക്കിൾ in 400 rupees and sold it for okay, shopkeeper bought an article in alla, shopkeeper bought an article for 400 rupees and sold it for rupees 320. Find out the loss percentage. അതെ, ജസ്റ്റ് നോക്കിയിട്ട് ആൻസർ പറയാം അല്ലേ? പെർസെന്റേജ് അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയണ്ട. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒന്നും പഠിക്കാനില്ല. പെർസെന്റേജ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതായത് 400 രൂപക്കുള്ള സാധനം വാങ്ങിയിട്ട് 320 രൂപക്ക് തിരിച്ചു വിറ്റാൽ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നഷ്ടമാണ് അല്ലേ? 400 രൂപക്ക് വാങ്ങിയിട്ട് 320 വിറ്റാൽ നഷ്ടമല്ലേ? ഇവിടെ നഷ്ടം എത്രയാ? നല്ല ചോദ്യം. ഇവിടെ നഷ്ടം പെർസെന്റേജ് എത്രയാ ചോദ്യം. ഓക്കെ, എല്ലാവരും എ എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇവിടെ നഷ്ടം എത്രയാണ് നോക്കിയേ. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 400 ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 320 ആണ്. നഷ്ടം എത്രയാണ്? നമ്മൾ നഷ്ടം ഞാൻ പറഞ്ഞു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 80. ഇതാണ് നഷ്ടം. നഷ്ടമാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് 80 ചെയ്താൽ മതി അല്ലേ? പക്ഷെ നമ്മൾ ചോദിച്ചത് നഷ്ടമല്ല, എത്രയാണ് ലോസ് പെർസെന്റേജ് എന്നാണ്. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഒക്കെ നമ്മൾ കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ്. അപ്പൊ 80 ഈ 400 എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടാൽ മതി, അതാണ് നഷ്ടം അല്ലേ? അപ്പൊ 80/400 ചെയ്യാം. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു ഇൻറ്റു 100 കൊടുക്കുക. ഈ ഫ്രാക്ഷൻ നമുക്ക് അറിയാത്തൊരു ഫ്രാക്ഷൻ ആണെങ്കിൽ ഇൻറ്റു 100 കൊടുത്താൽ മതി കേട്ടോ. നോക്കിയേ, 80/100 എന്ന് പറഞ്ഞാൽ എത്രയാ? 80/40 എന്ന് പറഞ്ഞാൽ 1/5. 1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 1/5 എന്ന് പറഞ്ഞാൽ 20%. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പെർസെന്റേജ് അല്ല യൂസ് ചെയ്ത്, ഇവിടെ വേറെ ഒന്നുമില്ല. കോസ്റ്റ് പ്രൈസും
ലാഭം നഷ്ടമൊക്കെ ഇതിലൊന്ന് പറഞ്ഞു, എന്നിട്ട് നമ്മൾ ചെയ്തത് മൊത്തം എന്താണ്? പെർസെന്റേജ് ആണ്. അല്ലെങ്കിൽ നോക്കുക, ഇപ്പൊ ഇങ്ങനെ 480/400 ഒന്നും ചെയ്യണ്ട കേട്ടോ. നമുക്ക് വേണ്ടത് ഈ 80 എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ എത്ര പെർസെന്റേജ് എന്നാണ്. നോക്കിയേ, ഇതിന്റെ 10% എത്രയാണ്? 40 ആണ്. 40ന്റെ ഇരട്ടിയല്ലേ 80? അപ്പൊ ഇതിന്റെ 20% ആയിരിക്കും. അങ്ങനെ കാണാൻ പറ്റുന്ന അങ്ങനെ തന്നെ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അല്ലാതെല്ലാം 1/5 1/6 എന്ന് ചെയ്യാൻ പോണ്ട. ഇത് കാണുമ്പോൾ തന്നെ 40 ആണ് 10%, 40ന്റെ ഇരട്ടിയാണ് 80. അപ്പൊ 10%ന്റെ ഇരട്ടി 20%. അടുത്തേത് 10% നഷ്ടമുണ്ട്. നഷ്ടത്തിലാണെങ്കിൽ ആർട്ടിക്കിൾ വിറ്റത് 243 അങ്ങനെയാണെങ്കിൽ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കോസ്റ്റ് പ്രൈസ് കേട്ടോ. ഒന്ന് പറഞ്ഞേ കിട്ടും. ആദ്യം കമന്റ് ചെയ്യുന്നവരാ പറ. ആദ്യം റൈറ്റ് ആൻസർ കമന്റ് ചെയ്യുന്നവരാ പറ. നഷ്ടത്തിനാണ് വിൽക്കുന്നത് 10%, അങ്ങനെ വിറ്റത് 243 അങ്ങനെയാണെങ്കിൽ പർച്ചേസ് പ്രൈസ് എത്രയാ? നിവേദിത കെ സി എന്ന് പറയുന്നു, നിവേദ്യ സി എന്ന് പറയുന്നു, ആകാശ് സി, പ്രവിത സി, അനുശ്രീ സി. അതെ 270 സി. ഓക്കെ, അതൊക്കെ ബേസിക് ആയിട്ടുള്ള പെർസെന്റേജ് ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു. നോക്കിയേ, ഇവിടെ നഷ്ടം 10%. 10% നഷ്ടത്തിന് ആ സാധനം വിൽക്കുന്നത് 243 അല്ലേ? അങ്ങനെയാണെങ്കിൽ പർച്ചേസ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് കേട്ടോ. അതായത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. ഓക്കെ, ഇവിടെ നമുക്കറിയാം 10% നഷ്ടത്തിനാണ് വിറ്റതെങ്കിൽ ഈ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മൾ റേഷ്യോ എന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ. ഒരു സാധനം 10% നഷ്ടത്തിന് വിൽക്കുകയാണെങ്കിൽ ഈ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മൾ റേഷ്യോ എന്ന് കമന്റ് ചെയ്താരെങ്കിലും? 10% നഷ്ടത്തിന് പറ. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മൾ റേഷ്യോ കേട്ടോ. സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും അല്ല. പ്രവിധ പറഞ്ഞു 9:10, 9:10 അല്ല 10:9 ആണ് കേട്ടോ. അതായത് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, രണ്ട് രീതിയിൽ ആലോചിക്കാം. ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ ഇതിന്റെ 10% നഷ്ടത്തിനാണ് വിൽക്കുന്നത്, അതായത് 90 ആണ് അല്ലെ? അതായത് 10:9. അല്ലെങ്കിലോ നമുക്കറിയാം 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. 10ൽ 1 ആണ് 10% എന്ന് പറയുന്നത്. അതായത് 10 ഒരു സാധനം 1 കുറവിനാണ് വിൽക്കുന്നത് അല്ലെ? ഒന്ന് നഷ്ടം എന്ന് പറഞ്ഞാൽ 1 കുറവിന്. അപ്പൊ 10 ഒരു സാധനം 9 വിൽക്കുന്നത്. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് റേഷ്യോ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ 10ഉം 9ഉം ആണ് കോസ്റ്റ് പ്രൈസിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ. ഈ റേഷ്യോയിലായിരിക്കും നമ്മുടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവുക. ഇനി എത്ര വാല്യൂ എന്നുള്ള ക്വസ്റ്റിൽ നോക്കിയാൽ മതി. ഇതിൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 243. നോക്കിയേ, ഈ 9 യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 243. നമുക്ക് വേണ്ടത് 10 യൂണിറ്റ് ആണ്. ഇത് കാണാൻ പറ്റിയ ആൻസർ ആയി. 9 ഇൻറ്റു എത്രയാണ് 240 കിട്ടിയാൽ നമുക്ക് ആൻസർ ആയി. 9 ഇൻറ്റു എത്രയാണ് 243 പറഞ്ഞേ? 9 ഇൻറ്റു ഒന്നെങ്കിൽ ഇങ്ങനെ നോക്കുക, 9 ഇൻറ്റു എത്രയാ കാണാൻ പറ്റും നോക്കുക. അല്ലെങ്കിലോ 9 യൂണിറ്റ് ആണ് 243. ഓക്കെ, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? 243/9. അതെ 27 അല്ലേ? 9 ഇൻറ്റു 27 ആണ് 243 എങ്കിൽ നമുക്ക് 10 യൂണിറ്റ് കാണാൻ 10 ഇൻറ്റു 27 ചെയ്താൽ മതി. എത്ര കിട്ടും? 270 കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക, 9 യൂണിറ്റ് 243 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്താ? 243/9. നമുക്ക് വേണ്ട 10 യൂണിറ്റ് ആണ്. 10 യൂണിറ്റ് ആണെങ്കിൽ ഇതിനൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഒരു യൂണിറ്റിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 യൂണിറ്റ് ആയില്ലേ? നോക്കിയേ എത്ര കിട്ടും? 24 എത്ര 9 ഉണ്ട്? 24 2 9 ഉണ്ട്. പിന്നെ ബാക്കി 6. 63 എത്ര 9 ഉണ്ട്? 7 9 ഉണ്ട്. അപ്പൊ 243/9 ആണ് 27. 27 ഇൻറ്റു 10 270. ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. അപ്പൊ അതിനാ ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ നമ്മൾ 10 വരെ പഠിച്ചതിൽ നിന്ന് മുകളിലോട്ട് പോകണം. 10 വരെ പഠിച്ചിട്ട് ഇനി കാര്യമില്ല. അത് നമ്മൾ 10ാം ക്ലാസ്സിലെ കാര്യമുള്ളൂ. 10 വരെ പഠിച്ചിട്ട് കേട്ടോ. ഇനി അങ്ങോട്ട് 10, 20 അറ്റ്ലീസ്റ്റ് ഒരു 30 വരെയെങ്കിലും നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ഒന്ന് പഠിച്ച് സെറ്റ് ആക്കി വെക്കണം. 30 ഇൻറ്റു 10 വരെയെങ്കിലും കേട്ടോ. 30 ഇൻറ്റു 30 ഒന്നും ചെയ്യേണ്ട. 30 ഇൻറ്റു 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ സെറ്റ് ആക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴേക്കോ 143 ഇൻറ്റു അല്ലെ 9 ഇൻറ്റു 27 ആണ് 243 ഒക്കെ പെട്ടെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു സംശയമല്ല. നോക്കിയാൽ 10 യൂണിറ്റ് 10 ഇൻറ്റു 27 പേന പോലെ എടുക്കാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റും. ഈ ക്വസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. 9 യൂണിറ്റ് 243, 10 യൂണിറ്റ് 270. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. Kamer gained 16% on the resale of a used stereo. If he purchased the item for 1500, how much did he sell it for? ചെയ്തേ. ഒരു യൂസ്ഡ് സ്റ്റീരിയോ കമർ സെല് ചെയ്തു, 16% ലാഭം കിട്ടി. അയാൾ അത് 1500 രൂപക്കാണ് വാങ്ങിയതെങ്കിൽ അയാൾ എത്ര രൂപക്കാണ് അത് വിറ്റതെന്ന ചോദ്യം. എന്ന് പറഞ്ഞേ, സിമ്പിൾ അല്ലേ? ഇവിടെ നമുക്ക് പെർസെന്റേജിന്റെ കാര്യം മാത്രമേ വരൂ. നമുക്ക് വേണ്ടത് 1500ന്റെ 16% ആണ്. അത് കിട്ടിയ ആൻസർ ആയി. അത്രയും ലാഭമാണ്. പ്രവിത എ എന്ന് പറയുന്നത് അല്ലേ? ബാക്കിയുള്ള ഒരു ആകാശിയെ എ. ഓക്കെ, 1740 എ. ഓക്കെ, ഇവിടെ എന്താ ചെയ്യേണ്ടത്?
ഇവിടെ പറഞ്ഞിട്ടുണ്ട് കമർ ആ സാധനം 16% ലാഭത്തിന് വിറ്റു. സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? ലാഭത്തിന് വിറ്റു എന്നാ പറഞ്ഞ്. കമർ അത് വാങ്ങിയത് 1500 രൂപക്കാണെങ്കിൽ നോക്കിയേ ഇതിന്റെ 16% ലാഭത്തിനാണ് വിറ്റത് അല്ലെ? 1500ന്റെ 16% എത്രയും നോക്കിയാൽ മതി. 1500ന്റെ 16% എങ്ങനെ കാണും? അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് 1500ന്റെ 1% എന്ന് പറഞ്ഞാൽ 15 ആണ്. 1% 15 ആണെങ്കിൽ 16% എന്താ? 15 × 16. 15 × 16 എത്രയാണ്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്ന ആൾക്കറിയാം. 16 × 15 എത്ര കിട്ടും? 16 × 15 എന്ന് പറഞ്ഞാൽ 240 ആണ്. അപ്പൊ ഇത്രയും കമറിന്റെ ലാഭമാണ് അല്ലെ? ഇത്രയും ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ 1500ന് വിറ്റാ പോരാ സാധനം. 1500ന്റെ കൂടെ 240 കൂടെ ചേർത്ത് വേണം വിൽക്കാൻ. എത്ര കിട്ടണം? 1740 രൂപക്ക് അത് വിറ്റാലേ 16% ലാഭം കിട്ടുള്ളൂ അല്ലെ? 1500 പ്ലസ് 240. ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ ജസ്റ്റ് പെർസെന്റേജിന്റെ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തൊന്നും ചെയ്തേ, ഇതൊന്നും ചെയ്തേ. ഒന്നും കൂടെ ഒന്ന് ഡീപ്പായിട്ട് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. Shiv sold a shirt for ₹184 at a loss of 8%. To make a profit of 5%, he should have sold the shirt for. പറ. പ്രവിത സി എന്ന് പറയുന്നുണ്ട്. പറ. ബാക്കിയുള്ളവർ വിചാരിക്കുന്നുണ്ട് എത്ര പെട്ടെന്നാണ് പ്രവിത ചെയ്തതെന്നല്ലേ? അപ്പൊ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കൺസെപ്ച്വലി നിങ്ങൾ പക്കയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കി പറയാൻ പറ്റുന്ന ആൻസർ ആണ്. സി 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 അല്ലെ? അരവിന്ദ് മോഹൻ സി, അഞ്ജലി സി, ഓക്കെ, ആവണി സി, ഓക്കെ. ഇതും അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നോക്കിയേ, ഇവിടെ ഇത്രയുള്ളൂ പറയുന്നത്. ഈ ശിവ് എന്ന് പറഞ്ഞ ഒരാള് ഈ സംഭവം നഷ്ടത്തിനാണ് വിൽക്കുന്നത്, 8% നഷ്ടത്തിന്. എന്നിട്ട് വിൽക്കുന്നതോ 184 രൂപക്ക്. അതായത് 184 രൂപക്ക് വിൽക്കുമ്പോൾ ശിവിന് 8% നഷ്ടമാണ്. ചോദ്യം എന്താ? ഇതേ സാധനം 5% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം എന്നാണ് ചോദ്യം അല്ലെ? നോക്കിയേ, 184 രൂപക്ക് വിൽക്കുമ്പോൾ 8% നഷ്ടമാണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുക, നമുക്കറിയാം ലാഭമായാലും നഷ്ടമായാലും ഒക്കെ എന്തിന്റെ മുകളിലാണ് കാണുന്നത്? കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ് കാണുന്നത്. ഞാൻ ആ കോസ്റ്റ് പ്രൈസ് 100 എന്നുള്ളത് അസ്യൂം ചെയ്തു. 100 അസ്യൂം ചെയ്ത് എന്തിനു വെച്ചാൽ പെർസെന്റേജ് കാണാൻ സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ 100 അസ്യൂം ചെയ്ത് അല്ലേ? കാരണം 100ന്റെ പെർസെന്റേജ് ഒക്കെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. കോസ്റ്റ് പ്രൈസ് ഞാൻ 100 അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി ആദ്യത്തെ കേസിൽ നോക്കിയേ, 8% നഷ്ടത്തിനാണ് വിൽക്കുന്നത്. അതായത് 92 യൂണിറ്റിനാണ് ഞാൻ വിൽക്കുന്നത്. കാരണം കോസ്റ്റ് പ്രൈസ് ഞാൻ 100 എടുത്തത്. 8% നഷ്ടം എന്ന് പറഞ്ഞാൽ 8 കുറച്ചാൽ 92. ഈ 92 യൂണിറ്റ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 184 ആണ്. ശരിക്കും ഞാൻ അസ്യൂം ചെയ്തതാണ് 100. 100 അല്ല കോസ്റ്റ് പ്രൈസ്. ഞാൻ അസ്യൂം ചെയ്ത് 100 ആയപ്പോൾ അവിടെ കോസ്റ്റ് പ്രൈസ് 92 ആയിരുന്നു. പക്ഷെ ശരിക്കും എത്രയാണ്? 184. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 92 × 2 ആണ് അല്ലെ? അപ്പൊ ശരിക്കുള്ള വാല്യൂ ആണെങ്കിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ശരിക്കും കോസ്റ്റ് പ്രൈസ് 100 അല്ല, 100 × 2 200 വരും. പക്ഷെ നമുക്ക് കോസ്റ്റ് പ്രൈസ് അല്ല ഇവിടെ കാണേണ്ടത്. കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ആൻസർ ആയി 100 × 2 200. പക്ഷെ ചോദ്യം എത്രയേ ഉള്ളൂ, എന്താണ്? 5% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം എന്നാ ചോദ്യം. ഓക്കെ, കോസ്റ്റ് പ്രൈസ് മാറുന്നുണ്ടോ? ഇല്ല. ഇവിടെ നമ്മുടെ ചോദ്യം സെല്ലിംഗ് പ്രൈസാണ് മാറുന്നത്. ആദ്യം വിറ്റ് 92 യൂണിറ്റിനാണെങ്കിൽ ഇപ്പൊ 5% ലാഭം കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റിന് വിൽക്കണം? നോക്കിയേ, 100 ആണ് കോസ്റ്റ് പ്രൈസ് അല്ലേ? 100 കോസ്റ്റ് പ്രൈസ് ഉള്ള ഒരു സാധനം 5% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്കറിയാം 105ന് വിൽക്കണം അല്ലെ? അപ്പൊ നോക്കിയേ, 105 × 2 എല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടുന്നത്. 105 × 2 210. ഏത് ആൻസർ? ഓപ്ഷൻ സി ആണ്. ഇനി ഞാൻ ചോദ്യം ചോദിക്കട്ടെ, അതിന്റെ ആൻസർ പറ. ഇതേ സാധനം എനിക്കൊരു 17%, ഒരു 17% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം എന്ന് പറഞ്ഞേ. ഇതേ സാധനം ഒരു 17% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം പറഞ്ഞേ. അതെ, പ്രവിത പറയുന്നു 234. ബാക്കിയുള്ളവർ ശരിയാണോ? അനുശ്രീ 234. ഓക്കെ, നോക്കിയേ, ഇതേ സാധനം 17% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 100 സാധനം ഞാൻ 117 വിൽക്കണം അല്ലേ? 117 × 2 എത്ര കിട്ടും? 234. ഏതാണോ കാണേണ്ടത് അത് നോക്കുക, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്രശ്നം തീർന്നു. ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം കേട്ടോ. ഇതിലൊന്നും വലിയ നോക്കി ഇപ്പൊ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. 92 154, ഇപ്പൊ 105 210. ഓക്കെ, ഇവിടെ ആരാന്ന് കമന്റ് ചെയ്ത്? വേറെ കമന്റ് ഉണ്ടായിരുന്നല്ലോ, 154/92 × 105. അങ്ങനെ ലോജിക്ക് നോക്കി വെക്കാം. പക്ഷെ അത് കുറച്ചും കൂടി നമ്മളല്ല, ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണം. ഇത് പറഞ്ഞേ, a shopkeeper makes a loss of 10% by selling an article for ₹360. Then what would be the selling price that article in order to get 30% profit? നേരത്തെ ചെയ്ത അതേ മോഡൽ ചോദ്യം ചെയ്ത് നോക്കിയേ. 10% നഷ്ടത്തിനാണെങ്കിൽ 360 വിൽക്കുന്നത്. അങ്ങനെയാണ് ഇതേ സാധനം 30% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപ വിൽക്കണം പറ? ഇതേ ലോജിക്ക് നേരത്തെ ചെയ്ത 4ാമത്തെ ചോദ്യത്തിന്റെ അതേ ലോജിക്ക് ഒന്ന് കമന്റ് ചെയ്ത്. അതെ അതെ, ആൻസർ ചടപടെ വരുന്നുണ്ട്. ഡി 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 അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് പ്രൈസ് നമ്മൾ 100 അസ്യൂം ചെയ്യുന്നു. ഇതൊന്നും എഴുതിട്ട പരീക്ഷയ്ക്ക് ഇത് നമ്മളെ മനസ്സിലുണ്ടായാൽ മതി. കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ 10% നഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 അല്ലെ? ഈ 90 യൂണിറ്റ് തന്നിട്ടുണ്ട് 360. കാണുമ്പോൾ തന്നെ നമുക്കറിയാം 90 × 4 അല്ലെ? നമുക്ക് വേണ്ടത് 30% ലാഭമാണ്. അപ്പൊ 30% ലാഭമാണെങ്കിൽ നമ്മൾ 130ന് വിൽക്കണം. 130 × 4 എത്രയാ? 100 × 4 എന്ന് പറഞ്ഞാൽ 400 ആണ്. 30 × 4 എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പൊ 500
20. ആൻസർ ഏതാ? ഓപ്ഷൻ ഡി അല്ലേ? ഓക്കെ, സിമ്പിൾ അല്ലേ? ഒറ്റടി കിട്ടും. 130 × 4. വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല കേട്ടോ. ഇനിയിപ്പോ നോക്കുക, ചിലപ്പോൾ എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ 90 × 4 കിട്ടുന്നില്ലെങ്കിലോ? അപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് കാണാം. 90 യൂണിറ്റ് അല്ലേ 360. അപ്പൊ ഒരു യൂണിറ്റ് കാണുന്നത് കിട്ടും 360/90. ഓക്കെ, ആദ്യം ഒരു യൂണിറ്റ് കാണാം. ഒരു യൂണിറ്റ് കാണാം 360/90. ഇനി എത്രയാണോ കാണേണ്ടത് അതിന് മൾട്ടിപ്ലൈ ചെയ്താൽ 10 യൂണിറ്റ് കാണുമെങ്കിൽ × 10. ഇതുപോലെ തന്നെ 130 യൂണിറ്റ് കാണുമെങ്കിൽ × 130. ഓക്കെ ആണോ? ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന വാല്യൂ ആണ് നമ്മൾ ഈ എടുത്തിട്ടുള്ള ഈ 4 എന്ന് പറഞ്ഞ വാല്യൂ കേട്ടോ. അത് പെട്ടെന്ന് ഇവിടെ നോക്കി പറയാൻ പറ്റുകയാണെങ്കിൽ പിന്നെ 360/90 ചെയ്യാൻ പോണ്ട. ഇവിടെ നോക്കുമ്പോൾ തന്നെ × 4 എന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെ അതുകൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. On reducing the selling price of an article by ₹50, a profit of 5% turns into a loss of 5%. What is the initial selling price of the article? ചെയ്തേ. പറ. ഇനീഷ്യൽ സെല്ലിംഗ് പ്രൈസ് ആണ് വേണ്ടത്. സഹലയെ പറയുന്നു, പ്രവിതയെ പറയുന്നു, ആകാശയെ പറയുന്നു, മഹിമയെ പറയുന്നു. പറ. എ ആണല്ലേ? ഓക്കെ. എന്നാ ഞാൻ പറയട്ടെ, എ അല്ല ആൻസർ കേട്ടോ. ഒന്നുമില്ല, ചിന്തിച്ച് നോക്കിയേ. ഒരാളെ പറയുമ്പോഴേക്കും പിന്നാലെ പറഞ്ഞു പോണ്ട. കറക്റ്റ് ചോദ്യം വായിക്കുക കേട്ടോ. എ അല്ല ആൻസർ ആണോ? ഇനീഷ്യൽ സെല്ലിംഗ് പ്രൈസ് ആണ് ചോദ്യം. അനുശ്രീ പറയുന്നു ഡി ആണ് ആൻസർ. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ പറയുമ്പോഴേക്കും അതിന് പിന്നാലെ ഇങ്ങനെ കയറി പോണ്ട. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ഞാൻ കാണാറുണ്ട് ഒരുപാട് എല്ലാവരും ഒരു ആൻസർ പറയുമ്പോൾ ഒരാൾ മാത്രം വേറെ പറയുന്നു. അത് ചിലപ്പോൾ അയാൾക്ക് ആ കാൽക്കുലേഷൻ മിസ്റ്റേക്കോ കാരണം എന്തെങ്കിലും കിട്ടിയതായിരിക്കാം. പക്ഷെ നമുക്ക് കിട്ടിയ ആൻസർ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് നിൽക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് മാറിപ്പോരുത് കേട്ടോ. ഡി ആണ് ആൻസർ വരുന്നത്. ഞാൻ ശരിക്കും ചെക്ക് ചെയ്ത് നോക്കാം. ഞാനും ഡി എന്ന് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ. On reducing the selling price of an article by 50, a profit of 5% turns into a loss of 5%. What is the initial selling price of the article? Okay ആണോ? നോക്കിയേ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് പ്രൈസ് നമ്മൾ 100 എടുത്തു. കോസ്റ്റ് പ്രൈസ് 100 എടുത്തു. ഇനി പറയുന്നുണ്ട് സെല്ലിംഗ് പ്രൈസ് ഒരു 50 രൂപ കുറക്കുമ്പോൾ പ്രോഫിറ്റ് 105 ഉള്ളത് ഇപ്പൊ എത്രയായി? ലോസ് 5 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ശരിക്കും ആദ്യം ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 105 ആയിരുന്നു അല്ലെ? കാരണം 5% പ്രോഫിറ്റ് ആയിരുന്നു. നോക്കിയേ, 100 ഉള്ളത് 105 വിൽക്കുമ്പോൾ 5% പ്രോഫിറ്റ്. പക്ഷെ അത് 5% പ്രോഫിറ്റ് ഉള്ളത് 5% ലോസ് ആയിട്ട് കുറഞ്ഞു. 5% ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 95 ആണ് അല്ലെ? 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ അത് 105 ഉള്ളത് എന്തായി? 95 ആയിട്ട് കുറഞ്ഞു. ഇവിടെ നമ്മളെ പ്രകാരം നോക്കിയ സെല്ലിംഗ് പ്രൈസ് എത്ര കുറഞ്ഞു? 105 ഉള്ളത് 95 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 10 കുറഞ്ഞു. ക്വസ്റ്റ്യനിൽ എത്രയാണ്? ക്വസ്റ്റ്യനിൽ കുറഞ്ഞത് അത് 50 ആണ് അല്ലെ? അപ്പം 10 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ, 10 × 5 അല്ലെ? അപ്പൊ നിങ്ങൾ എല്ലാവരും 500 എന്ന് പറഞ്ഞു. അതെന്താണ്? അത് 100 യൂണിറ്റ് ആണ്. 100 യൂണിറ്റ് 100 × 5 500. അത് ഇവിടുത്തെ എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ് അല്ലെ? നമ്മളോട് ചോദിച്ചത് കോസ്റ്റ് പ്രൈസ് ആണോ? അല്ല. ഓക്കെ, വാട്ട് ഈസ് ദ ഇനീഷ്യൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ? കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, 500 ആണ്. പക്ഷെ സെല്ലിംഗ് പ്രൈസ് ആണ് ചോദ്യം. നോക്കിയേ, ഇനീഷ്യൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 105 ആണ് അല്ലെ? 105 യൂണിറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. 105 × 5 എന്ന് പറഞ്ഞാൽ 525 ആണ് കിട്ടുക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മിസ്റ്റേക്ക് എവിടെ വന്ന് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോൾ ചോദ്യം എന്താന്നുള്ളത് മറന്നുപോയി. നമ്മൾ പലപ്പോഴും ചോദ്യം നമ്മൾ അസ്യൂം ചെയ്യുക അല്ലെ? വാട്ട് ഈസ് ഇനീഷ്യൽ സെല്ലിംഗ് പ്രൈസ് എന്നുള്ള പെട്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ചോദിച്ചത് എന്താണ്? ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണെന്നുള്ള അസ്യൂം ചെയ്യണം. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയ ശേഷം ചെയ്യുക. മനസ്സിലാക്കിയ ശേഷം അതിങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഒരുപാട് സമയത്ത് വായിച്ചു നോക്കുന്നതല്ല. പെട്ടെന്ന് ആ ഒരൊറ്റ വായനയിലെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരണം. നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള വാല്യൂസ് നിങ്ങളുടെ മനസ്സിൽ കയറണം. ചോദ്യം എന്താണെന്നുള്ളത് വൃത്തിയായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ഇത് 5% more is gained by selling a cow for ₹1010 than by selling it for 1000. ഓക്കെ, 1000 രൂപേന്റെ ഒരു സാധനം 1010 രൂപക്ക് വിൽക്കുമ്പോൾ ഒരു 5% കൂടെ കൂടുതൽ ലാഭം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോസ്റ്റ് പ്രൈസ് എത്ര എന്ന് പറഞ്ഞേ? ഓക്കെ, പറ. ആദ്യം ആരാ പറയുന്നത് നോക്കട്ടെ. ഇനിയിപ്പോ നേരത്തെ മിസ്റ്റേക്ക് ആയത് വിചാരിച്ചിട്ട് ഇനി എപ്പോഴും ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം നോക്കി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കൺസെപ്റ്റിലും നിങ്ങളുടെ വിവരത്തിലും നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങൾ വിശ്വസിക്കുക, എന്നിട്ട് ചെയ്യാം. ബി സിഹാബുദ്ദീൻ പറയുന്നു എന്നോ? ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ 200 അല്ലെ? ഇവിടെ എന്താണ് ചോദ്യം? എന്താണ്? 1000 ഉള്ള ഒരു സാധനം 1010 വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലാഭം കൂടും അല്ലെ? കുറച്ച് പൈസ കൂട്ടുമ്പോൾ ലാഭം കൂടൂലേ? ആ കിട്ടിയ ലാഭം എന്ന് പറഞ്ഞാൽ 5% ആണ്. ഓക്കെ ആണോ? അപ്പൊ നോക്കിയേ, നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ
5%. നോക്കിയാൽ 5%. നിങ്ങൾ എപ്പോഴും ലാഭം നഷ്ടമായാലും എപ്പോഴും നമ്മൾ എന്തിന്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ്. അപ്പൊ 5% കൂടുതൽ ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കോസ്റ്റ് പ്രൈസിന് 5% ആണത് അല്ലെ? 5% ലാഭം കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന് 5% കൂടുതൽ കിട്ടി. ലാഭമായാലും നഷ്ടമായാലും ഞാൻ തുടക്കത്തിലേ പറഞ്ഞു എപ്പോഴും എന്തിന്റെ മുകളിലാണ് കാണുന്നത്? കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ് കാണുന്നത്. അപ്പൊ ലാഭമായാലും നഷ്ടമായാലും ഈ കിട്ടിയ 5% എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോസ്റ്റ് പ്രൈസിന്റെ 5% ആണ് അല്ലെ? ഇപ്പൊ ഇവിടെ നമ്മൾ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ നോക്കിയേ 5 യൂണിറ്റ് ആണ് ഈ കാണുന്ന 10 അല്ലെ? 5% 1000 ഉള്ളത് 1010 എന്ന് പറഞ്ഞാൽ 10 അല്ലേ ലാഭം കിട്ടിയത്? 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 യൂണിറ്റ് ആണ്. ഈ 5 യൂണിറ്റ് 10 ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്താ? 100 യൂണിറ്റ്. ഓക്കെ, 5 × 2 ആണ് 10. അപ്പൊ 100 × 2 എത്ര കിട്ടും? 200. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? നോക്കിയേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ ഒക്കെ, പക്ഷെ സമയം എടുത്ത് ചെയ്താൽ കാര്യമില്ല. പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. സിമ്പിൾ അല്ലേ? ഓക്കെ, അവന് ക്ലിയർ അല്ലേ? അടുത്ത ചെയ്, 8ാമത്തെ ചെയ്. ഇതൊക്കെ അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ചോദ്യം മനസ്സിലാക്കണം കേട്ടോ, എന്നിട്ട് ചെയ്യണം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ 12.5% പ്രോഫിറ്റ് ആൻഡ് എ 10.5% ലോസ് വൈൽ സെല്ലിംഗ് ആൻ ഐറ്റം ഈസ് ₹161. വാട്ട് വുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഐറ്റം ഇഫ് ദ ഇന്റൻഡഡ് പ്രോഫിറ്റ് ഈസ് 19%? 19% ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം എന്നാണ് ചോദ്യം. തന്നിട്ടുള്ള കണ്ടീഷൻ എന്താ? ഒരു സംഭവം 12% ലാഭത്തിനും 10% നഷ്ടത്തിനും വിൽക്കുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ്, അതിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 161 ആണ്. ചെയ്ത് നോക്കിയേ, പറ ആരാ ആദ്യം കമന്റ് ചെയ്ത് നോക്കട്ടെ. ആരാണ് ഫസ്റ്റ്? ആരുല്ലേ? കാൽക്കുലേഷൻ ആണോ പ്രശ്നം? നേരത്തെ ചോദ്യം മനസ്സിലായ ഒരാൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. പറ, ഒരാളെങ്കിലും പറ. പറയാൻ ധൈര്യമില്ലായിട്ടാണ് ആൻസർ കിട്ടിയിട്ട്. തെറ്റോ ശരിയോ അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ കിട്ടിയ ആൻസർ കമന്റ് ചെയ്യാം. ഷിഹാബുദ്ദീൻ ഡി പറയുന്നു, സഹൽ ഡി പറയുന്നു. വേറെ ആരെങ്കിലും? ഓ, രാഹുൽ, അഞ്ജന എല്ലാവരും ഡി പറയുന്നു അല്ലെ? നോക്ക്, ഇത് സിമ്പിൾ ആണ് ചോദ്യം. നോക്കിയേ, കോസ്റ്റ് പ്രൈസ് വീണ്ടും ഞാൻ അസ്യൂം ചെയ്യുന്നു. കോസ്റ്റ് പ്രൈസ് 100, 12% ലാഭം, അതായത് 112.5 വിറ്റു അല്ലെ? രണ്ടാമത്തതോ 10% നഷ്ടം. 10% നഷ്ടം എന്ന് പറഞ്ഞാൽ 89.5. ഓക്കെ ആണോ? ലാഭത്തിന് പറഞ്ഞാൽ 112 ലാസ്റ്റ് പറഞ്ഞാൽ 89, കാരണം 10% നഷ്ടമാണ്. ഇതാണ് ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ്, ഇതാണ് രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ്. ഇത് നമ്മളെ ഡിഫറൻസ് എന്താ? ഡിഫറൻസ് കാണാൻ നിങ്ങൾ 112 മൈനസ് 89 ചെയ്യാൻ പോകണ്ട, അത് രണ്ടും ആഡ് ചെയ്താൽ മതി. നോക്കി, അതിനാണ് ആൻസർ കിട്ടുക. 12, ഒന്ന് ലാഭവും, ഒന്ന് 100-നേക്കാളും 12 കൂടുതലും, ഒന്ന് 100-നേക്കാളും 10 നഷ്ടമാണ്. അപ്പൊ രണ്ടിന്റെയും കൂടെ സമ്മ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അല്ല, രണ്ടിനും കൂടെ ഡിഫറൻസ് കിട്ടുന്നത് ആഡ് ചെയ്താൽ മതി. 12-യും 10 എത്രയാണ്? ടോട്ടൽ 23. ഇതാണ് സെല്ലിംഗ് പ്രൈസിന്റെ ഡിഫറൻസ്. നോക്കിയേ, ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് 112 രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് 89 അതിന്റെ ഡിഫറൻസ് എത്രയാണ്? 23 ആണ്. ശരിക്കും ഡിഫറൻസ് എത്രയാ? നമുക്ക് കിട്ടിയ ഡിഫറൻസ് 23 ആണ്. ശരിക്കും ഡിഫറൻസ് എത്രയാ? നോക്കിയേ, ഡിഫറൻസ് ഇവിടെ തന്നിട്ടുണ്ട് 161. അപ്പൊ നമ്മുടെ 23 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 161 ആണ്. ആൻസർ ആയി അല്ലെ? 23 × എന്താണ് 161 കിട്ടിയാൽ ആൻസർ ആയി. നമുക്ക് കാണേണ്ടത് നോക്കിയേ, ഇനി ഇതേ സാധനം 19% ലാഭത്തിന് വിൽക്കണമെങ്കിൽ, അല്ല കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം എന്നാ ചോദ്യം. കോസ്റ്റ് പ്രൈസ് 100 അല്ലേ? 19% ലാഭം കിട്ടണമെങ്കിൽ നമുക്കറിയാം 119% വിൽക്കണം. 23 × എന്താണ് 161 കിട്ടിയാൽ അതിന് അതേ നമ്പർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ആയി. അതിനാൽ നമുക്ക് അറിയേണ്ടത് 23 × 7 ആണ് 161. ഇതിനാണ് ഞാൻ പറഞ്ഞത് 23ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ കാണുമ്പോൾ തന്നെ അറിയാം 23 × 7 ആണ് 161. നമുക്ക് കാണേണ്ടത് 119 × 7 ആണ്. ഓക്കെ, 119 × 7 എങ്ങനെ പെട്ടെന്ന് ചെയ്യും? നമുക്കറിയാം 119 × 7 ഞാൻ സ്പ്ലിറ്റ് ആക്കുകയാണ്. 100 × 7 19 × 7 ചെയ്യാൻ പോവുക. 100 × 7 എത്രയാണ്? 100 × 7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 700 ആണ്. ഇനി ഇതിന്റെ കൂടെ 19 × 7 കൂടെ ആഡ് ചെയ്താൽ മതി. 19 × 7 എത്രയാണ്? അതും ഞാൻ പറഞ്ഞു. 19 × 7 നമ്മൾ 19ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. 19 × 7 എത്രയാണ്? 133 ആണ് അല്ലേ? അപ്പൊ 700 + 133 പറഞ്ഞാൽ 833. ആൻസർ ഏതാ? ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ? ക്ലിയർ ആണോ? കമന്റ് ചെയ്തേ. അഞ്ജന 133 എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ എന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. വിഷ്ണുദേവ് പറയുന്നുണ്ട് യൂണിറ്റ് ഡിജിറ്റ് നോക്കാം അല്ലെ? അതും വളരെ നല്ലൊരു ഐഡിയ ആണ്. നോക്കിയേ, ഇവിടത്തില്ലേ നമുക്ക് ചെയ്യേണ്ടത് 119 × 7 ആണ്. 119 × 7 ചെയ്താൽ എപ്പോഴും യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 9 × 7 ചെയ്താൽ മതി അല്ലെ? 9 × 7 ചെയ്താൽ 63. 63ന്റെ യൂണിറ്റ് ഡിജിറ്റ് 3 ആണ്. 3 വരുന്ന ഏതാ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഓക്കെ, വളരെ നല്ലൊരു ഐഡിയ കേട്ടോ.
യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. ഡിഫറെന്റ് യൂണിറ്റ് ഡിജിറ്റ് ആണെങ്കിൽ എല്ലാം ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. 3 യൂണിറ്റ് ഡിജിറ്റ് കണ്ടാൽ അപ്പൊ തന്നെ ഓപ്ഷൻ ഡി കുത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. If an article is sold at 150% profit, then the ratio of its cost price to its selling price. നോക്കിയേ, പെർസെന്റേജ്, ഡയറക്റ്റ് പെർസെന്റേജിന്റെ ചോദ്യമാണ്. പറ, ആൻസർ പറ, 10 സെക്കൻഡ് കൊണ്ട് പറ. 150% പ്രോഫിറ്റിന് വിറ്റ് കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മുടെ റേഷ്യോ എന്താ? പറ, പെട്ടെന്ന് പറ. പെട്ടെന്ന് ഒരു പരീക്ഷ എഴുതുന്ന സ്പീഡിൽ വേഗം നോക്കിയിട്ട് പറ. റവീദ പറയുന്നു ഡി, വൈഷ്ണവ് പറയുന്നു ഡി, നിവേദി പറയുന്നു എ, മഹിമ പറയുന്നു ഡി, ശരത്ത് ഡി, ആൻസി ഡി, രേഷ്മ എ, ഡി ഡി എ ഡി ഒക്കെ വരുന്നുണ്ട് അല്ലേ? എത്രയാണ്? ഡി 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 എ എ എ ഡി എ എല്ലാം ഉണ്ട്, എയും ഡി ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. എയും ഡിയും തമ്മിലാ മത്സരം അല്ലേ? എ എ ഡി ഡി എയും ഡിയും തമ്മിലാ മത്സരം. നോക്ക്, ഇവിടെ എന്താണ്? ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് 150% പ്രോഫിറ്റ്, 150% പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് വേണ്ടത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പൊ ഞാൻ കോസ്റ്റ് പ്രൈസ് 100 എടുത്തു. ഞാൻ എപ്പോഴും, നിങ്ങൾ പലപ്പോഴും സംശയിക്കുന്നുണ്ടോ എന്തിനാ സാറ് 100 എടുക്കുന്നത്? കാരണം നമ്മൾ ലാഭമായാലും നഷ്ടമായാലൊക്കെ കാണുന്നത് എന്തിന്റെ മുകളിലാണ്? കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് 100 എടുത്താൽ പോരെ? കോസ്റ്റ് പ്രൈസ് 100 എടുത്താൽ ഇതിന്റെ പെർസെന്റേജ് കാണാൻ സിമ്പിൾ അല്ലേ? നോക്കിയേ, ഇവിടെ 150% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 150%. അതിനിടയ്ക്ക് ബിയും പറയുന്നുണ്ടോ? 150% പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമുക്കറിയാം, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ 100 കോസ്റ്റ് പ്രൈസ് എടുത്തെങ്കിൽ ഇതിന്റെ 150% നമുക്കറിയാം 150 ആണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം അല്ലേ? നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് കിട്ടാൻ എന്താ ചെയ്യുക? പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് പ്രൈസ് ആണ്. അതായത് കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യണം. ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100 ആണ്. പ്രോഫിറ്റ് എത്രയാണ്? 150 ആണ്. ആഡ് ചെയ്ത് എത്ര കിട്ടും? 250. അല്ലെ ഇങ്ങനെ ഓർത്ത് വെക്കുക, 150% ലാഭത്തിന് ഒരു സംഭവം വിൽക്കണം എന്നുണ്ടെങ്കിൽ അത് എത്ര രൂപക്ക് വിൽക്കണം? 250% വിൽക്കണം. ഇതാണ് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ. എത്രയെന്ന് പറഞ്ഞേ? 0 0 പോയി, ബാക്കി 10:25 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2:5 കിട്ടും. ഏതാ ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. കേട്ടോ? എല്ലാവരും മാറ്റി പറയുന്നുണ്ട്. മിസ്റ്റേക്ക് മനസ്സിലായില്ലേ? അപ്പൊ സ്പീഡിൽ ചെയ്തു പോകുമ്പോൾ ആൻസർ തെറ്റാവരുത്, കറക്റ്റ് നോക്കിയിട്ട് പറയണം കേട്ടോ. ഇതിപ്പോ 150%-നാണ് വിറ്റത് എന്ന് പറഞ്ഞാൽ ഓക്കെ, 100 ഉള്ളത് 150 വിൽക്കും. അപ്പൊ റേഷ്യോ എന്താ? 2:3 ആയിരിക്കും. പക്ഷെ ഇവിടെ 150% എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ 100ന്റെ കൂടെ 150 ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് വരുത്താം, ഒരു പ്രശ്നവുമില്ല കേട്ടോ. അത് നമ്മൾ ക്ലാസ് ആണ്, പ്രാക്ടീസ് സെഷൻ ആണ്. ഇവിടെ നമുക്ക് എന്ത് മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ മിസ്റ്റേക്ക് ഇനി ഇവിടെ വരുത്തരുത്, പരീക്ഷയ്ക്ക് വരരുത്. അതിനാണ് നമ്മൾ കോച്ചിങ് എടുക്കുന്നത്, നമ്മൾ ക്ലാസ് എടുക്കുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവിടെ എന്ത് മിസ്റ്റേക്ക് വന്നോട്ടെ, ഇവിടെ മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് ഇതേ സംഭവം അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സംഭവം ഇനി പരീക്ഷയ്ക്ക് എന്ത് ചെയ്യരുത്? മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് ഇവിടെ തന്നെ മിസ്റ്റേക്കുകളിലൂടെയാണ് പഠിക്കുക കേട്ടോ. മിസ്റ്റേക്ക് വന്നു വിചാരിച്ചാലും തളർന്നു പോകണ്ട. ആ മിസ്റ്റേക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ മിസ്റ്റേക്ക് വന്നല്ലോ, ഇനി നിങ്ങൾ ഓർത്ത് വെച്ചോ, ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഇനി എവിടെയും വരുത്തൂല, ഒരു സംശയം വേണ്ട. മിസ്റ്റേക്ക് വരുത്തുന്നതിന്റെ ഒരു ഗുണതാണ്. കാരണം മിസ്റ്റേക്ക് വരുത്തി നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല? മിസ്റ്റേക്ക് പിന്നെ നമുക്ക് എവിടെയും വരില്ല. അപ്പൊ മിസ്റ്റേക്കുകൾ വരുന്നത് നല്ലതാണ് കേട്ടോ. അതിന് മിസ്റ്റേക്ക് വരുത്താൻ നിൽക്കണ്ട. 253 എങ്ങനെയാ ഒന്നുകൂടെ പറയാമോ? പാരാട്രൂപ്പേഴ്സിനെ ഓട്ടോ കറക്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? 250 എങ്ങനെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞു 100 ആണ് കോസ്റ്റ് പ്രൈസ്, അതിന്റെ 150 ആണ് പ്രോഫിറ്റ് അല്ലെ? 150%. ഇപ്പൊ 100ന്റെ 150% പറഞ്ഞാൽ 150 തന്നെയാണ്. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 150 കിട്ടും. സെല്ലിംഗ് പ്രൈസ് കാണാൻ എന്ത് ചെയ്യണം? കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് സെല്ലിംഗ് പ്രൈസ് അല്ലെ? അപ്പൊ 100ന്റെ കൂടെ 150 ആഡ് ചെയ്യുക, എത്ര കിട്ടും? 250 കേട്ടോ. അങ്ങനെയാണ് 100 കോസ്റ്റ് പ്രൈസും 250 സെല്ലിംഗ് പ്രൈസും വന്നത്. അല്ലെ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുക, കോസ്റ്റ് പ്രൈസ് എത്രയാണോ അതിന്റെ 150% പ്രോഫിറ്റ് വേണമെന്ന് പറഞ്ഞാൽ 250% വിൽക്കണം കേട്ടോ. ഇനിയിപ്പോ 250% പ്രോഫിറ്റ് വേണമെങ്കിൽ 350% വിൽക്കണം. ഇനിയിപ്പോ 350% പ്രോഫിറ്റ് വേണമെങ്കിൽ 450% വിൽക്കണം. ഇനിയിപ്പോ 17% പ്രോഫിറ്റ് വേണമെങ്കിൽ 117% വിൽക്കണം. ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. എപ്പോഴും 100% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ്, അതിനേക്കാളും മുകളിൽ വേണം നമ്മൾ വിൽക്കാൻ. ഓക്കെ ആണോ? ഓക്കെ, ബാക്കിയുള്ളവർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഡി അല്ലേ? കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 40% ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. വാട്ട് പെർസെന്റേജ് ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ഇസ് സെല്ലിംഗ് പ്രൈസ്? കൺഫ്യൂഷൻ വരരുത് ക്വസ്റ്റ്യൻ കേൾക്കും കേട്ടോ. ഒക്കെയാണ്, സിമ്പിൾ ചോദ്യമാണ്. കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞുണ്ടാക്കുന്നില്ല, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ചില ആൾക്കാർക്ക് കാണുമ്പോൾ ഈ ലാംഗ്വേജ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. കോസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിന്റെ 40%. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെന്റേജ് ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ഈസ് സെല്ലിംഗ് പ്രൈസ്? കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനമാണ് സെല്ലിംഗ് പ്രൈസ്? ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ്, ലോസ് പെർസെന്റേജ് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വാല്യൂവിന്റെ ശരിക്കുള്ള വാല്യൂവിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് മതി? അതിന്റെ റേഷ്യോ മാത്രം മതി. ഈ കാര്യം ഓർത്ത് വെക്കുക, കുറേ സ്ഥലത്ത് നമുക്കത് ഉപകാരപ്പെടും കേട്ടോ.
നമുക്ക് ഒരിക്കലും എന്തിന്റെ ആവശ്യമില്ല, നമുക്ക് കറക്റ്റ് വാല്യൂവിന്റെ ആവശ്യമില്ല. ഒരു സംഖ്യ എത്ര ശതമാനം ലാഭത്തിന് വിറ്റു എന്ന് കാണണമെങ്കിൽ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള റേഷ്യോ മാത്രം മതി നമുക്ക്, അല്ലാതെ കറക്റ്റ് വാല്യൂവിന്റെ ആവശ്യം നമുക്കില്ല. വാല്യൂ നമുക്ക് എപ്പോഴും ആവശ്യം എക്സാക്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാ അല്ലെങ്കിൽ ലോസ് എത്രയാന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂവിന്റെ ആവശ്യമുണ്ട്. പക്ഷെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാ, ലോസ് പെർസെന്റേജ് എത്രയാ, ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്രയാന്ന് ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് വാല്യൂവിന്റെ ആവശ്യമില്ല, ജസ്റ്റ് എന്ത് മതി, റേഷ്യോ മാത്രം മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡി ആ പറയുന്നത് നോക്കാം അല്ലേ. കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 40% ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന്റെ 40% ആണ് കോസ്റ്റ് പ്രൈസ് അല്ലേ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് നമ്മൾ 100 എടുത്താൽ കോസ്റ്റ് പ്രൈസ് എന്താവും, 40 ആവും. ഇതാണ് റേഷ്യോ. ചോദ്യം എന്താ, വാട്ട് പെർസെന്റേജ് ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ഈ സെല്ലിംഗ് പ്രൈസ്. ഈ കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് സെല്ലിംഗ് പ്രൈസ്? കോസ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസിന്റെ 40% ആണ് കോസ്റ്റ് പ്രൈസ്. ചോദ്യം ഇതാണ്, കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് സെല്ലിംഗ് പ്രൈസ്. നോക്കിയേ, കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് അല്ലേ. അപ്പൊ കോസ്റ്റ് പ്രൈസ് ആണ് താഴത്തെ ബേസ് വാല്യൂ, മുകളിൽ സെല്ലിംഗ് പ്രൈസ് 100. ഓക്കെ, 100/40 ഈ ഫ്രാക്ഷൻ കിട്ടുമോ നോക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 100 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 100/40 മാത്രം നോക്കിയാൽ 100/40 ആണ് റേഷ്യോ എത്ര, 10/4. 10/4 എന്ന് പറഞ്ഞാൽ 5/2. ഈ 5/2 എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് 250% ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 0 പോവുക, 0 പോവുക. ബാക്കി എന്താ ഉള്ളത്, 100 × 10 1000. 1000/4 എന്ത് കിട്ടും, 250%. ഓക്കെ ആണോ? അതിന് ഡിഫറെന്റ് നമ്പർ ആയതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 5/2 നോക്കിയാൽ മതി. 5/2 എന്താ, 2.5 ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും, 250% ആയിരിക്കും. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഡി ആണ് പറയുന്നത് അല്ലേ. ഓക്കെ, അടുത്തൊന്നും ചെയ്തേ. ഇനി എപ്പോഴും നമുക്കൊരു സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആയിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് ഇതുപോലെ കാൽക്കുലേഷൻ ചെയ്യേണ്ട വാല്യൂസ് ഉണ്ട്. ഇത്രയും നേരം നമ്മൾ ചെയ്തൊക്കെ എന്താണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചതൊക്കെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കും കേട്ടോ, അങ്ങനത്തെ ഒരു വാല്യൂ ആണ് ഇത്. പക്ഷേ ഇതും നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ കാൽക്കുലേഷൻ അറിയുന്നുണ്ടെങ്കിൽ ചെയ്യാം. ബൈ സെല്ലിംഗ് ആൻ ഐറ്റം ഫോർ ₹222 എ പേഴ്സൺ ഇൻക്വയർസ് എ ലോസ് ഓഫ് ₹48. 222 രൂപക്ക് ഒരു സാധനം വിൽക്കുമ്പോൾ അയാൾക്ക് 48 രൂപ നഷ്ടമുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെർസെന്റേജ് ലോസ് ഇൻ, ശരിക്കും ഇവിടുത്തെ പെർസെന്റേജ് ലോസ് എത്രയാണ്? ഈ തന്നിട്ടുള്ള 48 എന്ന് പറഞ്ഞാൽ നഷ്ടമാണ് അല്ലെ. നമുക്ക് വേണ്ടത് നഷ്ട ശതമാനമാണ്, ലോസ് പെർസെന്റേജ് ആണ്. എത്രയായിരിക്കും ചെയ്തേ? നഷ്ട ശതമാനം കാണാൻ എന്താ ചെയ്യേണ്ടത്, ലോസ് പെർസെന്റേജ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം, കോസ്റ്റ് പ്രൈസ് വേണം. ലോസ് ഇവിടെ ഓൾറെഡി തന്നിട്ട് 48, ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ചെയ്യണം. കോസ്റ്റ് പ്രൈസ് ഇവിടെ എങ്ങനെ കിട്ടും, 17 7/9 പറയുന്നു അഞ്ജന, പ്രവിതയും പറയുന്നു ബി സെയിം അല്ലെ. ബാക്കിയുള്ളവര് സ്വാതി ഡി എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോസ് പെർസെന്റേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്, ലോസ് പെർസെന്റേജ് കാണാൻ ലോസ് എത്രയാന്ന് കാണണം, ഡിവൈഡഡ് ബൈ CP കാണണം, ഇൻറ്റു 100 ചെയ്യണം അല്ലെ. ഇത്രേ ഉള്ളൂ പെർസെന്റേജ് കാണാം. ഇത് ലോസ് നമുക്കറിയാം 48 അല്ലെ, 100 ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. ഈ CP കൂടെ കിട്ടിയാൽ മതി. CP എങ്ങനെ കിട്ടും, നമുക്കറിയാം. നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ, നഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നഷ്ടത്തിൽ എപ്പോഴും കോസ്റ്റ് പ്രൈസ് ആയിരിക്കും വലുത് അല്ലെ. കോസ്റ്റ് പ്രൈസിനെക്കാളും കുറഞ്ഞ വിലക്ക് വിൽക്കുമ്പോഴേ നഷ്ടം. അപ്പൊ നഷ്ടം എന്ന് പറഞ്ഞാൽ CP മൈനസ് SP. ഇതാണ് എന്ത്, ലോസ് എന്ന് പറയുന്ന സാധനം. നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, ലോസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് കണ്ടുകൂടെ. നോക്കിയേ, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ലോസ് പ്ലസ് SP ആണ്. ലോസ് എന്ന് പറഞ്ഞാൽ 48 ആണ്, SP സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 222 ആണ്. അതായത് 270 ആണ് ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് അല്ലെ. 270 ആണ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ ലോസ് 48 ആണ്, ഡിവൈഡഡ് ബൈ 270 ഇൻറ്റു 100 ചെയ്താൽ മതി, ആൻസർ ആയി. കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ, കട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഒരു 3 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും, 16 കിട്ടും. ഇവിടെയോ 90 കിട്ടും അല്ലെ. ഈ 90ൽ 0 പോട്ടെ, ബാക്കി 0 പോട്ടെ. ബാക്കിയോ ഇനി എന്താ ഉള്ളത്, 160/9 160/9 ചെയ്താൽ മതി, ആൻസർ ആയി. 160ൽ എത്ര പോവും, 1 പോവും. ബാക്കി 9, പിന്നെ 7. 70ൽ എത്ര പോവും, 9 പോവും, 7 പോവും അല്ലെ. അപ്പൊ 17 എന്ന് കാണുമ്പോൾ ആൻസർ ചെയ്താൽ വേറെ ഉണ്ടോ, ഇല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബാക്കിയുള്ള നോക്കണ്ട, 17 പോയിന്റ് സംതിങ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ ഇവിടെ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഇക്വേഷൻ ഒന്നും ഇങ്ങനെ പഠിച്ചു വെക്കരുത് കേട്ടോ. അതൊക്കെ ഞാൻ ജസ്റ്റ് കൺസെപ്റ്റിന് വേണ്ടി പറഞ്ഞുള്ളൂ. ശരിക്കും ഇത് 222 ആണ് സെല്ലിംഗ് പ്രൈസ് കാണുമ്പോൾ തന്നെ അതിന്റെ കൂടെ 48 കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് എഴുതണം, കോസ്റ്റ് പ്രൈസ് 270 എന്ന് എഴുതണം. ഇവിടെ ഇപ്പൊ ലാഭമാണ് പറയുന്നത്. ഇവിടെ ഇപ്പൊ ലാഭമാണ് ഈ 48. ഇത് സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കോസ്റ്റ് പ്രൈസ് കാണാൻ ഇത് കുറക്കണം അല്ലെ. 222 48 കുറച്ചാൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. പക്ഷെ ഇവിടെ നഷ്ടമാണ്. നഷ്ടമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, കോസ്റ്റ് പ്രൈസിനെക്കാളും ചെറിയ വാല്യൂ ആണ് സെല്ലിംഗ് പ്രൈസ്. ആ കുറഞ്ഞത് എന്താണ്, നഷ്ടമാണ്. അപ്പൊ നഷ്ടം ആഡ് ചെയ്ത് കൊടുത്താൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. 17 7/9% ഞാൻ CP 222 എടുത്തില്ല. അങ്ങനെ എടുക്കരുത്, മിസ്റ്റേക്ക് വരുത്. നഷ്ടവും ലാഭവും കാണുന്ന എപ്പോഴും ബേസ് വാല്യൂ എന്താണ് നോക്കിയേ, കോസ്റ്റ് പ്രൈസ് ആണ്. ഈ കാണുന്ന 222 എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ്. അതൊരിക്കലും എടുക്കുക കേട്ടോ. ഇനിയിപ്പോ ഡിസ്കൗണ്ടിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ താഴെ വരുന്നത് ഡിസ്കൗണ്ട് പെർസെന്റേജ് ആകുമ്പോൾ താഴെ വരുന്നത് മാർക്ക് പ്രൈസ് ആണ്.
പ്രോഫിറ്റ് ലോസും ആണെങ്കിൽ താഴെ വരുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, അടുത്ത ചെയ്ത് if A buys an item for rupees 384 and sells it for 576 and B buys the second item for 1254 and sells it for 1672, find the ratio of A's profit percentage and B's profit percentage. പ്രോഫിറ്റിന്റെ റേഷ്യോ അല്ല, ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക, പ്രോഫിറ്റ് പെർസെന്റേജിന്റെ റേഷ്യോ ആണ് വേണ്ടത്. എന്റെയും ബിന്റെയും പ്രോഫിറ്റ് പെർസെന്റേജുകൾ കണ്ടിട്ട് അതിന്റെ റേഷ്യോ എത്രയെന്ന ചോദ്യം. 5/2 അതായത് 5:2 ആണോ, 5/3 അതായത് 5:3 ആണോ, 3:2 ആണോ, 3:4 ആണോ റേഷ്യോ എന്നാ കാണുന്നത്. കണ്ടോ നോക്കിയേ, ഇങ്ങോട്ട് കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസ് കേട്ടോ, സിമ്പിൾ ആണ് എന്നാലും നോക്കിയിട്ട്. 384 ഒരു സാധനം വാങ്ങി 576 വിറ്റു അല്ലേ, പ്രോഫിറ്റ് എത്രയാ? പ്രോഫിറ്റ് കാണാൻ ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി അല്ലേ. 576 384 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ നോക്കിയേ. 384 576 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞേ. 384 576 തമ്മിലുള്ള ഡിഫറൻസ് കമന്റ് ചെയ്തേ. അതാണ് എന്റെ പ്രോഫിറ്റ്. കമന്റ് ചെയ്യ്. പ്രവിത പറയുന്നു 192 അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ ആളുടെ പ്രോഫിറ്റ് 192 ആണ്. രണ്ടാമത്തെ ആളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞേ, രണ്ടാമത്തെ കൂടെ എന്ന് പറഞ്ഞേ 1254 വാങ്ങിയിട്ട് 1672 വിറ്റു. രണ്ടാമത്തെ ആളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞേ, സി ആണ് ആൻസർ. പറ, രണ്ടാമത്തത് കൂടെ പറ. 1654 വാങ്ങിയിട്ട് 1672 വിറ്റു. പ്രോഫിറ്റ് പറ രണ്ടാമത്തെ ആളുടെ. ഫസ്റ്റത്തെ ആളുടെ കിട്ടി 192, രണ്ടാമത്തെ ആളുടെ ആരതി പറയുന്നു 418. കോപ്പിക്കു, അരവിന്ദ്, പ്രവിത, അനുശ്രീ എല്ലാവരും പറയുന്നു 418. ഓക്കെ, അപ്പൊ രണ്ടാമത് 418. ചോദ്യം ഇതും തമ്മിലുള്ള റേഷ്യോ അല്ല കേട്ടോ. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ഇതും തമ്മിലുള്ള റേഷ്യോ എടുത്താൽ, പക്ഷെ നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് കാണാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാ? 384 സാധനമാണ് അല്ലേ. അപ്പൊ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എത്രയാ? 384. ഇതിന്റെ പ്രോഫിറ്റ് പെർസെന്റേജോ നോക്കിയേ, 418 ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1254. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെന്റേജ്, ഇതാണ് ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെന്റേജ്. ഇനി ഇൻറ്റു 100 ഇവിടെയും വേണം, ഇൻറ്റു 100 ഇവിടെയും വേണം. റേഷ്യോന്റെ രണ്ട് സൈഡിലും 100 100 അല്ലേ. അപ്പൊ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ 100 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡിലും റേഷ്യോന്റെ അപ്പുറം ക്യാൻസൽ ആയി പോകും. ഈ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. അത് കാണുമ്പോൾ തന്നെ ഇവിടെ മനസ്സിലാവണം 192 ബൈ 384 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 192ന്റെ ഡബിൾ ആണ് 384 അല്ലേ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടി? 1/2. റൈറ്റ് സൈഡിൽ നോക്കിയേ, അവിടെയൊക്കെയാണ് ഇവിടെ കാൽക്കുലേഷൻ സ്കില്ല് വരേണ്ടത് കേട്ടോ. ഇവിടെ നോക്കിയാൽ 418 1254. 418ന്റെ 3 ടൈംസ് ആണ് 1254. അപ്പോൾ എന്ത് കിട്ടും? 1/3. 1/2 ഈസ്റ്റ് 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കിയേ? 1/2 ഈസ്റ്റ് 1/3 നേരെ തിരിച്ചിട്ടാൽ മതി. എത്ര കിട്ടും? 3:2. എങ്ങനെയാ ഒന്നും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക? 2ന്റെ 3ന്റെ LCM ആയിട്ടുള്ള 6 കൊണ്ട് ഇവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റേഷ്യോന്റെ രണ്ട് സൈഡിൽ ഒരേ സംഭവം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/2 എന്ത് കിട്ടും? 3 കിട്ടും. 6/3 എന്ത് കിട്ടും? 2 കിട്ടും. 3/2 എന്ന് പറഞ്ഞാൽ ആൻസർ ഏതാ? 3:2 അല്ലെ. A/B എന്ന് പറഞ്ഞാലും A/B എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 3:2. ഇവിടെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റ് എന്ന് പറഞ്ഞാൽ 192:418 ചെയ്യും. അതല്ല, ചോദ്യത്തിൽ ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് പെർസെന്റേജിന്റെ ബിന്റെ എന്റെ പ്രോഫിറ്റ് പെർസെന്റേജിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത്. A shopkeeper sells a product for rupees 1386 and earns 12.5% profit. Find the amount that is equal to half of the purchase price of the purchase price ആണ് കോസ്റ്റ് പ്രൈസ്. ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് പ്രൈസിന്റെ പകുതി എത്രയെന്ന ചോദ്യം. പറ, കോസ്റ്റ് പ്രൈസിന്റെ പകുതി എത്രയാ? ചെയ്ത് നോക്കിയേ, കിട്ടുന്നുണ്ട് നോക്കിയേ ആരെങ്കിലും? പ്രവിത പറയുന്നു സി കേട്ടോ. ഓപ്ഷൻ സി പറയുന്നുണ്ട് പ്രവിത. കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറഞ്ഞേ. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടോ, ഇതൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതിനൊക്കെ പക്ക കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയാൽ ഒന്നുമില്ല. പെർസെന്റേജ് നേരത്തെ ആരോ പറഞ്ഞു പെർസെന്റേജ് ആണ് ബുദ്ധിമുട്ട്. നോക്കിയേ, കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ചോദ്യമാണ്. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ വരുന്നുള്ളൂ. സി 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 നോക്കിയേ, ഞാൻ പറഞ്ഞുതരാം. അവിടെയാണ് നമ്മൾ പെർസെന്റേജിൽ പഠിച്ച സംഭവം ഓർക്കേണ്ടത്. 12.5%. ആ ടേബിളിൽ ഉണ്ട് 12.5% എന്ന് പറഞ്ഞതിന്റെ ഫ്രാക്ഷൻ എത്രയാണ്? 1/8 ആണ്. ഇതറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 12.5% എന്ന് പറഞ്ഞാൽ 1/8 ആണ് ഫ്രാക്ഷൻ. അതായത് 8ൽ 1. ഏതൊരു സംഭവത്തിന്റെയും 8ൽ 1 ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? 12.5% എന്ന് പറയാം. ഏതൊരു സംഭവം അതിനെ
സോറി, ക്ലാസ് എടുക്കുന്നതിന്റെ ആവേശത്തിൽ തിരിച്ചു പോയത് കേട്ടോ. ഓക്കെ, ഇവിടെ ഏതൊരു നമ്പറിനെ നമ്മൾ ഈക്വൽ ആയിട്ട് 8 പാർട്ടാക്കി തിരിച്ചു കഴിഞ്ഞാൽ അതിലൊരു പാർട്ടാണ് എന്ത് 12.5. അതാണ് ഈ പറയുന്നത് 1/8. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയേ, ഇവിടെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് നമ്മുടെ റേഷ്യോ എന്താ 1/8 എന്ന് പറഞ്ഞാൽ 8ൽ 1 ലാഭമാണ്. 8ൽ 1 ലാഭമാണെങ്കിൽ 8ലുള്ള ഒരു സാധനം 9ന് വിൽക്കണം അല്ലെ, അപ്പോഴല്ലേ അല്ലെ 1 ലാഭമാണ്. അപ്പൊ 8ൽ 9ന് വിൽക്കണം. 8ൽ 8ന് തന്നെ വിറ്റാൽ ലാഭം ഉണ്ടോ? ഇല്ല, 8ൽ 9ന് വിൽക്കുമ്പോഴേ ലാഭം. ഇതാണ് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മുടെ റേഷ്യോ. ഓക്കെ, ഈ സെല്ലിംഗ് പ്രൈസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 9 യൂണിറ്റ്. എത്രയാണ് 9 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1386 തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് വേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണോ? അല്ല, കോസ്റ്റ് പ്രൈസിന്റെയും പകുതി. കോസ്റ്റ് പ്രൈസിന്റെ പകുതി എത്ര? 8 യൂണിറ്റിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ്. ഇതാണ് നമുക്ക് കാണുന്നത്. 9 യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 4 യൂണിറ്റ് എത്ര എന്നുള്ളത് കാണണം. എത്രയാണ് പറ? 9 യൂണിറ്റ് 1386 ആണെങ്കിൽ 1 യൂണിറ്റ് എത്ര? 1 യൂണിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1386/9. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് പെട്ടെന്ന് നോക്കാൻ പറ്റണം. കുറച്ച് വലിയ നമ്പർ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. നോക്കി 1386/9 ഒന്ന് ചെയ്ത് നോക്കിയേ. 13ൽ 9 എത്ര എണ്ണം പോവും? 1 പോവും. ഈ ബാക്കി 40. 48 എത്ര എണ്ണം പോവും? 5 പോവും. 45 വരെ പോയി ബാക്കി 36 എത്ര എണ്ണം പോവും? 4 പോവും. അപ്പൊ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 154 ആണ്. ശരിക്കും 9 × 154 ആണ് ഈ കാണുന്നത്. അപ്പൊ 4 യൂണിറ്റ് കാണണമെങ്കിൽ 4 × 154 ചെയ്യാം. 154 × 4 എന്താ? ഇവിടെ നമ്മുടെ യൂണിറ്റ് നടക്കൂല, കാരണം എല്ലാം 6 ആണ് അല്ലെ. അപ്പൊ 154 × 4 ചെയ്യാൻ സിമ്പിൾ ആണ്. നോക്കിയേ, 154 × 4 ആണ്. അപ്പൊ ഞാൻ സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതാം. 150 × 4 നമുക്കറിയാം 600 ആണ്. 4 × 4 എത്രയാണ്? 16 ആണ്. 600ഉം 16ഉം കൂട്ടിയാൽ 616 ആണ്. ഓക്കെ ആണോ? ഇനി ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് പറയണം. ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്ര എന്ന് പറഞ്ഞേ. സോറി, സെല്ലിംഗ് പ്രൈസ് അല്ല, കോസ്റ്റ് പ്രൈസ് എത്ര, അതുകൊണ്ട് ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് കമന്റ് ചെയ്ത്. ചിലപ്പോൾ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ചോദ്യം. നിങ്ങളുടെ കാൽക്കുലേഷൻ കൂടെ ഇതിന്റെ കൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ. ചോദിച്ച ചോദ്യം മാത്രം പറയാതെ ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കൂടെ കമന്റ് ചെയ്യും. കോസ്റ്റ് പ്രൈസ് പറ. അതെ, പ്രവിധ പറഞ്ഞു 1232 അല്ലേ. നമുക്ക് കിട്ടിയത് ഈ 616 എന്താണ്? കോസ്റ്റ് പ്രൈസിന്റെ പകുതിയാണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്രയാ? ഇതിന്റെ ഇരട്ടിയാണ്. 616ന്റെ ഇരട്ടി എത്ര? 1232. അല്ലെങ്കിൽ നമുക്ക് കാണേണ്ടത് 8 യൂണിറ്റ് ആണ്. 8 × 154 അത് ചെയ്താലും എന്ത് കിട്ടും? 1232 കിട്ടും. ഓക്കെ ആണോ? എന്നാ ചെയ്തേ. A machine costs ₹375. If it is sold at a loss of 20%, what will be the cost price as percentage of selling price? ഒരു മെഷീന്റെ കോസ്റ്റ് പ്രൈസ് ആണ് 375 ആണ്. ഇഫ് ഇറ്റ് ഈസ് സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 20%, അത് 20% നഷ്ടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ കോസ്റ്റ് പ്രൈസ് ആസ് പെർസെന്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് കോസ്റ്റ് പ്രൈസ് എന്നാ ചോദ്യം. പറഞ്ഞേ, ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. പറ. 20% നഷ്ടത്തിനാണ് വിൽക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ കാണും. അതെ, ഡി എന്ന് പറയുന്നില്ലേ. ഡി ആണോ? ആകാശ് 125, അനുശ്രീ ഡി എന്ന് പറയുന്നു. മഹിമ 125, അപർണ ഡി അല്ലെ. അപ്പൊ നോക്കുക, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള എന്താ? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ശരിക്കും നമുക്ക് ഇവിടെ എന്തിന്റെ ആവശ്യമില്ല? ഈ 375 എന്ന് പറഞ്ഞ വാല്യൂവിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ. 375 അല്ല, അവിടെ ഏത് വാല്യൂ ആണെങ്കിലും നമ്മുടെ ആൻസർ കുഴപ്പമില്ല. നമുക്ക് 375 എപ്പോഴാണ് നമുക്ക് വേണ്ടത്? നമ്മളോട് ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് മതി? ഈ 375 മതി. ഇവിടെ നോക്കിയേ, കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മുടെ റേഷ്യോ എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് നമ്മുടെ റേഷ്യോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധനം 20% നഷ്ടത്തിനാണ് വിൽക്കുന്നത്. അപ്പൊ 20% നഷ്ടത്തിന് എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് നമ്മുടെ റേഷ്യോ എന്താ നോക്കിയേ. 20% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രാക്ഷനിൽ എന്താണ്? 1/5 ആണ്. 5ൽ 1 ആണ് അല്ലെ. അപ്പൊ 5ൽ 1 ആണ്. 5ൽ 1 നഷ്ടമാണ്. നോക്കിയേ, കോസ്റ്റ് പ്രൈസ് 5 ആണെങ്കിൽ വിൽക്കുന്നത് ഒരു നഷ്ടത്തിനാണ്. 5ൽ 1 നഷ്ടം എന്ന് പറയുമ്പോൾ 4ലാണ് വിൽക്കുന്നത് അല്ലെ. 5:4 ആണ് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ്. ചോദ്യം എത്രയേ ഉള്ളൂ, നമ്മുടെ സെല്ലിംഗ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് കോസ്റ്റ് പ്രൈസ്? അതിന് നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഈ വാല്യൂവിന്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മോട് ചോദിക്കുകയാണ് എന്ത്? ഇവിടുത്തെ പ്രോഫിറ്റ്, ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എത്ര അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് ചോദിച്ചാൽ, അല്ല ഇവിടെ ഉദാഹരണത്തിന് കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് അല്ലേ. സോറി, കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, ചോദിക്കുകയാണ് സെല്ലിംഗ് പ്രൈസ് എത്രയാന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? 375. പക്ഷെ പെർസെന്റേജ് ഇവിടെ ചോദിച്ചതിക്ക് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ 2 റേഷ്യോ മാത്രം മതി. കുറെ ആളുകൾ 375 എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പൊ എടുത്താൽ കുഴപ്പമില്ല, ഇനി പരീക്ഷയ്ക്ക് എടുക്കരുത് കേട്ടോ. കാരണം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു പെർസെന്റേജ് വാല്യൂ വേണം നമുക്ക് എപ്പോഴും എന്ത് മതി? 2 വാല്യൂവിന്റെ റേഷ്യോസ് മാത്രം മതി. എന്തിന്റെ ആവശ്യമില്ല? എക്സാക്ട് വാല്യൂവിന്റെ ആവശ്യം ഇല്ല. അപ്പൊ നോക്കിയേ, ഇനി എന്താ ചോദ്യം?
വാട്ട് വിൽ ബി ദ കോസ്റ്റ് പ്രൈസ് ആസ് പെർസെന്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് കോസ്റ്റ് പ്രൈസ് അല്ലേ? അപ്പൊ സെല്ലിംഗ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് കാണേണ്ടത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് താഴെ വരും, കോസ്റ്റ് പ്രൈസ് 5 മുകളിൽ വരും, ഇൻറ്റു 100. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. 5/4 കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം. 5/4 എന്ന് പറഞ്ഞാൽ 1 + 1/4 അല്ലേ? 1 + 1/4 ആണ് 5/4. 1 എന്ന് പറഞ്ഞാൽ 100% ആണ് കേട്ടോ. സംഖ്യ 1 കൊണ്ട് മൾട്ടിപ്ലൈ പറഞ്ഞാൽ അത് ആ നമ്പർ തന്നെയാണ്. പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 25% ആണ്. 100 + 25 എന്ന് പറഞ്ഞാൽ 125%. അല്ലെങ്കിലോ ഇതാ നോക്കിയേ, 500/4 എത്ര കിട്ടും? 125%. ഓക്കെ ആണോ? ഇനി നിങ്ങൾ കാര്യം ചെയ്തേ, ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞേ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കാം. ഒന്ന് പറഞ്ഞേ, ഇതിന്റെ കോസ്റ്റ് പ്രൈസ് 1, സെല്ലിംഗ് പ്രൈസ് എത്രയാന്ന് പറഞ്ഞേ. ഒന്ന് കമന്റ് ചെയ്തേ വാല്യൂ. പറ. 20% നഷ്ടത്തിനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാ? നിവേദിത 300 പറയുന്നു, അരവിന്ദ് 300, മരിയ 300, ശരത് 300, ആസ്പിരന്റ്, അനുശ്രീ എല്ലാവരും 300 അല്ലേ? സിമ്പിൾ അല്ലേ? 375 ആണ് കോസ്റ്റ് പ്രൈസ്. 20% നഷ്ടത്തിന് വിൽക്കുന്നു. അപ്പൊ ഇതിന്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10% 37.5 ആണ്. 20% എന്ന് പറഞ്ഞാൽ 37.5ന്റെ ഡബിൾ ആണ്. എത്രയാ? 37.5ന്റെ ഡബിൾ 75 ആണ്. അപ്പൊ 75 നഷ്ടമാണ്. 375 75 കുറച്ചാൽ എത്രയാ? 300. അപ്പൊ ഇതാണ് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ആ ഒരു കേസിൽ മാത്രമേ നമുക്ക് എന്താ ആവശ്യമുള്ളൂ? ഇതിന്റെ ആവശ്യമുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ എന്തിന്റെ ആവശ്യമില്ല? ഇതിന്റെ ആവശ്യം ഇല്ല. അപ്പൊ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ നമ്പറിനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. നമുക്ക് എന്ത് മതി? റേഷ്യോ മതി കേട്ടോ. അടുത്ത ചെയ്തേ. A man sold a radio set for ₹750 and gained 1/9 of its cost price. Find the cost price of the radio and the percentage gain respectively. കോസ്റ്റ് പ്രൈസും കാണണം, പെർസെന്റേജ് ഗെയിനും കാണണം. ഓക്കെ, ഓപ്ഷനിൽ എല്ലാത്തിന്റെയും പെർസെന്റേജ് ഗെയിൻ ഒക്കെ സെയിം അല്ലെ? പിന്നെ എന്തിനാ ഇവിടെ ചോദിച്ചത്? ഐഡിയ ഇല്ല. ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റൻ അല്ല കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചത്. എല്ലാം സെയിം ആക്കിയിട്ടാൽ പിന്നെ എന്തിനാ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 100/9 ആണ് പ്രോഫിറ്റ് പെർസെന്റേജ്. ബാക്കി നമ്മൾ എന്ത് മാത്രം കണ്ടാൽ മതി? റേഡിയോന്റെ കോസ്റ്റ് പ്രൈസ് മാത്രം കണ്ടാൽ മതി. നോക്കിയേ എത്ര കിട്ടും? പ്രവിത ഡി എന്ന് പറയുന്നു അല്ലേ? ബാക്കിയുള്ളവര് $750 ഇവിടുത്തെ കോസ്റ്റ് എത്രയാണ്? സോൾഡ് അല്ലെ? സോൾഡ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണ്. ആൻഡ് ഗെയിൻഡ് 1/9 ഓഫ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. ഇതൊക്കെയാണ് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ. കിട്ടൂലേ? ഇവിടെ നോക്കിയേ, ഇവിടെ 1/9 ഓഫ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന്റെ 1/9 ഉദ്ദേശിച്ച് 1/9 അല്ലെ? കോസ്റ്റ് പ്രൈസിന്റെ 1/9 ലാഭമാണ്. 9ൽ 1 ലാഭമാണ്. ഓക്കെ ആണോ? അപ്പൊ കോസ്റ്റ് പ്രൈസ് 9 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും 10 ആയിരിക്കും അല്ലെ? 9ൽ 1 ലാഭമല്ലേ? 1 ലാഭമാണെങ്കിൽ 9ൽ 1 കൂട്ടണം. എത്ര കിട്ടും? 10 കിട്ടും. ഇതാണ് സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും നമ്മളുടെ റേഷ്യോ. നോക്കിയേ, ഈ 10 യൂണിറ്റ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. എത്രയാ സെല്ലിംഗ് പ്രൈസ്? 75. ഓക്കെ, 10 യൂണിറ്റ് 75. നമുക്ക് വേണ്ടത് 9 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം 10 × 75 ആണ് 750. നമുക്ക് 9 × 75 ചെയ്താൽ മതി. അല്ലെങ്കിലോ 10ൽ നിന്ന് എത്ര കുറവാണ്? 9. 10ൽ നിന്നും 1 യൂണിറ്റ് കുറവ് അല്ലെ? 10 യൂണിറ്റ് ആണ് ഇവിടെ, 9 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് കുറവാണ്. 1 യൂണിറ്റ് എത്രയാണ് നമുക്കറിയാം? എത്രയാണ്? 75 ആണ് 1 യൂണിറ്റ്. ആ 1 യൂണിറ്റ് കുറച്ചാൽ മതി. 750ൽ നിന്നും 1 യൂണിറ്റ് കുറച്ചാൽ എത്ര കിട്ടും? 675. അല്ലെങ്കിൽ 9 × 75 ചെയ്താലും മതി. എത്ര കിട്ടും? 675. ഇത് മാത്രം നമ്മൾ കണ്ടാൽ മതി. രണ്ടാമത് നമ്മൾ നോക്കണ്ട. എല്ലാം എന്താണ്? 100/9 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനിയിപ്പോ എങ്ങനെയാണ് 100/9 വന്നത്? നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. 9 ഉള്ള ഒരു സാധനം 10ന് വിറ്റാൽ നമുക്കവിടെ 1 യൂണിറ്റ് പ്രോഫിറ്റ് ആണ് അല്ലെ? 9 ഒരു സാധനം വിട്ടാൽ 10. അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം 1/9 പ്രോഫിറ്റ്. 1/9 കണ്ടാൽ ആൻസർ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? നമ്മുടെ ആൻസർ 1/9 എന്ന് പറഞ്ഞാൽ 11 1/9 ആണ്. അല്ലെങ്കിൽ 1/9 × 100 ആണ്. എത്രയാ? 1/9 × 100 എന്ന് പറഞ്ഞാൽ 100/9% ആണ്. ഏത് ആൻസർ? എല്ലാം 100/9 ആണ് അല്ലെ? ഓക്കെ ആണോ? അടുത്ത് ചെയ്യും. A man purchased an item for 1200, spent ₹300 on its repairs and sold it for 2000. കമന്റ് ചെയ്യ്. പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര? കമന്റ് ചെയ്തേ. പ്രവിതായെ പറയുന്നു, സഹലയെ പറയുന്നു. പെർസെന്റേജ് ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം? പെർസെന്റേജ് ഗെയിൻ കാണാൻ ഞാൻ പറഞ്ഞു, കോസ്റ്റ് പ്രൈസിന്റെയും സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ മതി. നമുക്കത് ഡയറക്റ്റ് കിട്ടി. 9:10 ആണെന്ത്? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ. അപ്പൊ പെർസെന്റേജ് ഗെയിൻ കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, പ്രോഫിറ്റ് പെർസെന്റേജ് കാണാൻ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് × 100. ഇവിടെ പ്രോഫിറ്റ് 1 യൂണിറ്റ് ആണ്, കോസ്റ്റ് പ്രൈസ് 9 യൂണിറ്റ് ആണ്. 1/9 × 100 എത്രയാണ്? 100/9 കേട്ടോ. 500/1500 × 100. ഓക്കെ,
എത്ര കിട്ടും? എ കിട്ടും അല്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചു വെച്ചാൽ എന്താ, ഒരാൾ വാങ്ങാൻ ചെലവായ പൈസയാണ് കോസ്റ്റ് പ്രൈസ് അല്ലേ? അത് മാത്രമല്ല, കോസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ വാങ്ങാൻ എന്തൊക്കെ ചെലവായിട്ടുണ്ടോ അതൊക്കെ അതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഐറ്റം 1200 രൂപക്ക് വാങ്ങി, അയാൾ 2000 രൂപക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ ഓക്കെ, 1200 2000 വാങ്ങിയാൽ 800 രൂപ ലാഭമാണ്. പക്ഷെ ഈ സാധനം വാങ്ങിയിട്ട് അയാൾ റിപ്പയർ ചെയ്യാൻ ഒരു 300 കൂടെ ചെലവാകുന്നുണ്ട്. അപ്പൊ ശരിക്കും അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1200 ആ പ്രൊഡക്റ്റ് വാങ്ങി 300 രൂപക്ക് റിപ്പയറും ചെയ്ത് ടോട്ടൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1500 ഇയാൾക്ക് ചെലവായിട്ടുണ്ട്. ഈ 1500 ചെലവായ പ്രൊഡക്റ്റ് ആണ് ഇയാൾ 2000 രൂപക്ക് വിൽക്കുന്നത് അല്ലെ? നോക്കി എത്ര പ്രോഫിറ്റ്? 500 ആണ് പ്രോഫിറ്റ് അല്ലെ? നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് കാണാൻ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് പെർസെന്റേജ് കാണാൻ ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് എത്രയാണ്? 500. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1500. 500 ബൈ 1500 എന്ന് പറഞ്ഞാൽ 1/3. 1/3 എന്ന് കാണുമ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 33. 1/3% കേട്ടോ. ഓപ്ഷൻ ബി പോയി കുത്തരുത്. ഓപ്ഷൻ ബി 33 മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടത് 33 1/3% ആണ്, അല്ലെങ്കിൽ 33.333333% കേട്ടോ. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കൺസെപ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്ത്. ഇപ്പൊ 1200 വാങ്ങിയ സാധനം 2000 വിറ്റ് എന്ന് പറയുമ്പോൾ 800 പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 800 പ്രോഫിറ്റ് എടുത്താലുള്ള പ്രശ്നം എന്താ? സോറി, 800 പ്രോഫിറ്റ് എടുത്താലുള്ള പ്രശ്നം ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി വരും. പക്ഷെ സി അല്ല നമ്മുടെ ആൻസർ. ഇവിടെ ഒരു 300 കൂടെ സ്പെൻഡ് ചെയ്യുന്നത്. ടോട്ടൽ 1500 ആണ് കോസ്റ്റ് പ്രൈസ്. അടുത്ത ചെയ്തേ. റൂപ്പർട്ട് പർച്ചേസ് എ സെക്കൻഡ് ഹാൻഡ് ടി വി ഫോർ ₹33 അല്ല കിട്ടിയത്, 33 1/3 ആണ് കിട്ടിയത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ആ പെർസെന്റേജിന്റെ ക്ലാസ്സിൽ നമ്മൾ ടേബിൾ പറഞ്ഞിട്ടുണ്ട്. 1/2 എന്ന് പറഞ്ഞാൽ 50% ആണ്. 1/3 എന്ന് പറഞ്ഞാൽ 33 1/3% ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 25% ആണ്. 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ്. 1/6 എന്ന് പറഞ്ഞാൽ 16 2/3% ആണ്. 1/7 എന്ന് പറഞ്ഞാൽ 14 2/7% ആണ്. 1/8 എന്ന് പറഞ്ഞാൽ 12.5. അങ്ങനെ ഒരു 1/11 വരെ നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് പഠിച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് 1/3 × 100 എന്ന് ചെയ്യാൻ പോകണ്ട കേട്ടോ. ശരണ്യ പറഞ്ഞു 1/3 എന്ന് പറഞ്ഞാൽ 33 1/3 കേട്ടോ. ഇതൊന്നും ചെയ്തേ. ആ ടേബിളിന്റെ PDF നമ്മളിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക കേട്ടോ. പെർസെന്റേജിന്റെ മാത്സിന്റെ ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, 4600 ഒരു സാധനം വാങ്ങി, നേരത്തെ പറഞ്ഞ പോലെ റിപ്പയറിന് എത്രയോ ചെലവാക്കിയിട്ടുണ്ട്, എത്രയാണെന്ന് അറിയില്ല. അങ്ങനെ 5406 ടി വി വിറ്റ് പയക്ക് 6% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റിപ്പയറിന് എത്ര രൂപയാണ് ചെലവാക്കിയതെന്ന ചോദ്യം. സഹലി എ പറയുന്നു, അഞ്ജലി കൃഷ്ണ എ പറയുന്നു, റോഷിൻ ഡി പറയുന്നു, അഞ്ജന ബി. ഇതാണ് 500 പറയുന്നു. നോക്കാം ഇവിടെ സംഭവം എന്താണ്. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞു ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്താണ്? ഞങ്ങൾക്ക് ചെലവായ ഒരു പൈസ 4600 ഉണ്ട്. അതിന് പുറമെ റിപ്പയറിന് ചെലവാക്കിയ പൈസ ഉണ്ട്. അപ്പൊ 4600 പ്ലസ് റിപ്പയറിന് ചെലവാക്കിയ പൈസ, ഇതാണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. ഇതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇനി ലാഭം കാണാൻ പോകും കേട്ടോ. അങ്ങനെ അയാൾ വിറ്റിട്ട് എത്രയാണ്? 5406 വിറ്റിട്ടുണ്ട്. 5406 വിറ്റ് അയാൾക്ക് 6% പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. 6% പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ കോസ്റ്റ് പ്രൈസിന്റെ 106% വിറ്റ് അല്ലെ? 6% ലാഭം കിട്ടണമെങ്കിൽ 106% വിൽക്കണം. 10% ലാഭം കിട്ടണമെങ്കിൽ 110% വിൽക്കണം. ഇവിടെ 6% ലാഭം. അപ്പൊ ഈ കാണുന്ന ടോട്ടൽ കോസ്റ്റ് പ്രൈസിന്റെ 106% നമുക്ക് കിട്ടിയിട്ടുള്ളത്. 106% 5406. അപ്പൊ നമുക്ക് 100% കണ്ടാൽ എന്ത് കിട്ടും? ആ കോസ്റ്റ് പ്രൈസ് കിട്ടും. ചെയ്ത് നോക്കി എത്ര കിട്ടും? 1% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5406 അല്ലെ? 106% 5406 ആണെങ്കിൽ 1% എത്രയാ? 5406 ഡിവൈഡഡ് ബൈ 106. എത്ര കിട്ടും നോക്കിയേ. എന്നിട്ട് 100% ആണെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. ഇൻറ്റു 100. ആദ്യം 5406 ബൈ 106 ചെയ്യണം. എത്ര കിട്ടും? 540 എത്ര 106 പോവും അല്ലെ? 106 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 530 ആണ്. അപ്പൊ 5 വരെ പോകുന്നുണ്ട്. ഇനിയോ ബാക്കി എത്രയാണ്? 530 പോയാൽ ബാക്കി റിമൈൻഡർ 10 ഉണ്ടാവും. 10ഉം 6ഉം കൂട്ടിയാൽ 106. 106 എത്ര 106 പോവും? 1. അപ്പൊ എത്ര കിട്ടും? 5ഉം 1ഉം 5100 രൂപയാണ് എന്ത് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഈ 5100 രൂപയുള്ള സാധനമാണ് 5406 വിൽക്കുമ്പോൾ നമുക്ക് 6% പ്രോഫിറ്റ് കിട്ടുന്നത്. ഇത് 5100 ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആണ്. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഞാൻ പറഞ്ഞു വാങ്ങിയ വിലയും റിപ്പയറും കൂടെ ചേർത്തിട്ടാണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. അപ്പൊ ഓൾറെഡി 4600 വാങ്ങിയ വിലയുണ്ട്. അതിന്റെ കൂടെ എന്ത് ചേർക്കുമ്പോഴാണ് 5100 ആവുന്നത്? അതിന്റെ കൂടെ റിപ്പയറിങ്ങിന് 500 രൂപയും കൂടെ ചെലവാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് എന്താവുന്നത്? 5100 കോസ്റ്റ് പ്രൈസ് ആവുന്നത് കേട്ടോ. അപ്പൊ റിപ്പയറിങ് ചെലവാക്കിയ പൈസ അല്ലേ ചോദ്യം. എത്ര ഉണ്ടാവും? 500 ഉണ്ടാവും. അപ്പോഴാണ് 4600ഉം 500ഉം കൂട്ടുമ്പോൾ 5100 കോസ്റ്റ് പ്രൈസ് ആവുന്നത്. ഈ 5100 ഉള്ള സാധനം 5406 വിൽക്കുമ്പോഴാണ്
6% പ്രോഫിറ്റ് കിട്ടുന്നത്. അതായത് 5100-ന്റെ 6% ഇവിടെ എന്ത് എക്സ്ട്രാ കിട്ടുന്നത് അല്ലെ? എക്സ്ട്രാ കിട്ടുന്നത് എത്രയാ? 5100-ഉം 5406 എന്ന് പറഞ്ഞാൽ 306 രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അത് ഇതിന്റെ 6%. ഓക്കെ ആണോ? എന്നാ 18. Himanshi bought a washing machine for ₹800 and spent 500 on its repairs. She sold it at 20% profit. With the money she got by selling it, she bought another washing machine and sold it at 10% loss. What is her overall profit or loss? അതായത് ഹിമാനി 8000 രൂപക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി, എന്നിട്ട് 500 രൂപ അതിന് ചെലവാക്കി, എന്നിട്ട് 20% ലാഭത്തിന് വിറ്റു. ആ കിട്ടിയ പൈസ കൊണ്ട് എന്ത് ചെയ്തു? വേറൊരു വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് അത് 10% നഷ്ടത്തിനും വിറ്റു. അങ്ങനെയാണ് ടോട്ടൽ നോക്കുമ്പോൾ, ഓവറോൾ നോക്കുമ്പോൾ എത്രയാണ് ഇയാളുടെ ഹിമാനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നാ ചോദ്യം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണണം, എന്നിട്ട് അത് എത്രയാണെന്ന് കാണണം. നമുക്ക് നഷ്ടം പെർസെന്റേജ് അല്ല കാണേണ്ടത്, നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് കാണേണ്ടത്. ലോസ് ആണോ അങ്ങനെയാണെങ്കിൽ 600 ആണോ 640 ആണോ? പ്രോഫിറ്റ് ആണോ അങ്ങനെയാണെങ്കിൽ 650 ആണോ 640 ആണോ? ഇതാണ് നമുക്ക് കാണേണ്ടത്. ആർക്കെങ്കിലും കിട്ടിയോ? പ്രവിത എന്ന് പറയുന്നുണ്ട് അല്ലേ? 680 പ്രോഫിറ്റ് അനുശ്രീയും പറയുന്നുണ്ട്. ബാക്കിയുള്ളവര് അരവിന്ദ് മോഹൻ സി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓക്കെ, അപ്പൊ എല്ലാവരും അരവിന്ദ് മോഹൻ സി പറയുന്നത്, ബാക്കി എല്ലാവരും എ പറയുന്നത് അല്ലേ? നോക്കുക, ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 8000 ആണ് വാഷിംഗ് മെഷീന്റെ വില അല്ലെ? എന്നിട്ട് അതിന് 500 രൂപക്ക് സ്പെൻഡ് ചെയ്ത് പറഞ്ഞാൽ, റിപ്പയറിന് സ്പെൻഡ് ചെയ്ത് പറഞ്ഞാൽ ടോട്ടൽ 8500 ആണ് ഇവിടുത്തെ തുടക്കത്തിലുള്ള ഹിമാനിന്റെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും വെച്ചാൽ ഈ 8500-ന്റെ 20% കൂട്ടും അല്ലെ? അപ്പൊ ഒരു എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ആ പൈസക്ക് പുതിയൊരു വാങ്ങിയിട്ട് പിന്നെ അതിന്റെ 10% നഷ്ടത്തിന് വിൽക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. ആദ്യം എന്ത് ചെയ്യുക? ടോട്ടൽ ഇവിടെ എത്ര പെർസെന്റേജ് കിട്ടും നോക്കുക. അപ്പൊ ഉദാഹരണത്തിന് കോസ്റ്റ് പ്രൈസ് 100 എടുക്കുക. അതായത് ഇവിടുത്തെ ആദ്യത്തെ കോസ്റ്റ് പ്രൈസ് ആ ഹിമാനി വാഷിംഗ് മെഷീൻ വാങ്ങി 100 വിചാരിക്കുക. എന്നിട്ട് ആ സാധനം എത്ര രൂപക്കാ വിറ്റ് നോക്കിയേ? 20% പ്രോഫിറ്റിനാ വിറ്റത്. അതായത് 100 സാധനം 120 വിറ്റു, 20% പ്രോഫിറ്റ് കിട്ടി. എന്നിട്ട് ഈ 120 രൂപ കൊണ്ട് വേറൊരു വാഷിംഗ് മെഷീൻ വേറൊരു വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് 10% നഷ്ടത്തിന് വിറ്റു. ഈ പൈസക്ക് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങി എന്നിട്ട് 10% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞു. നോക്കിയേ, 10% നഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ഇപ്പത്തെ കോസ്റ്റ് പ്രൈസ്. ഇതിന് 10% നഷ്ടത്തിന് വിറ്റാൽ 108 വിറ്റു എന്നാണ് അല്ലെ? 120-ന്റെ 10% എത്രയാ? 12 അല്ലേ? അപ്പൊ 12 കുറവാണെങ്കിൽ എത്രയാ? 120 12 കുറച്ചാൽ 108. അതായത് 100 ആദ്യം കയ്യിലുണ്ടായിരുന്നത്, 120 ആയി, 120 പിന്നെ 108 ആയിട്ട് കുറഞ്ഞു. ടോട്ടൽ നോക്കിയേ, 100 സാധനം 108 ഇപ്പൊ കയ്യിലുള്ളത്. എത്ര ശതമാനം ലാഭമുണ്ട്? 8% ലാഭമുണ്ട്. ഓക്കെ ആണോ? 8% ലാഭമുണ്ട്. എന്തിന്റെ? തുടക്കത്തിൽ കയ്യിൽ ഉണ്ടായത് 8500 അതിന്റെ 8% ലാഭമുണ്ട്. എത്ര ഉണ്ടാവും? ഇപ്പം 8500-ന്റെ 8% എത്ര കിട്ടും? 8500-ന്റെ 1% എന്ന് പറഞ്ഞാൽ 85 ആണ്. 8% ഇൻറ്റു 8 ആണ് അല്ലേ? നോക്കിയേ, ഒരു സംഖ്യനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. 8 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം ഡബിൾ എടുത്താൽ മതി. കാരണം നമുക്കറിയാം 8 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. അപ്പൊ 8 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഡബിൾ എടുക്കുക, ഡബിൾ എടുക്കുക, ഡബിൾ എടുക്കുക. 85-ന്റെ ഡബിൾ നമുക്കറിയാം 170, 170-ന്റെ ഡബിൾ 340, 340-ന്റെ ഡബിൾ 680. എത്രയാണ്? 680 പ്രോഫിറ്റ്. കേട്ടോ, മനസ്സിലായോ? അല്ലാതെ ആദ്യം നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവുക 8500 എടുക്കും, എന്നിട്ട് 8500-ന്റെ 20% കൂട്ടും, വീണ്ടും കാൽക്കുലേഷൻ വലുതാവാണ്. എന്നിട്ട് ആ പ്രൊഡക്റ്റിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? 10% കുറക്കും. അപ്പൊ അതിന് പകരം അവസാനം ഒന്നിച്ച് ചെയ്താൽ മതി ആ സംഭവം. ഈ ഇടയ്ക്കുള്ള എന്ത് ചെയ്യാൻ കാൽക്കുലേഷൻ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? കേട്ടോ, നിങ്ങളുടെ കാൽക്കുലേഷൻ പരമാവധി കുറക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കോച്ചിങ് എടുക്കുന്നതിന്റെ ഏറ്റവും മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത പ്രശ്നമില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പെർസെന്റേജ് അറിയുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും. അതിന് കോച്ചിങ് ഒന്നും പോകണ്ട. പക്ഷെ പരമാവധി എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സമയം റെഡ്യൂസ് ചെയ്യണം. കേട്ടോ, ഓക്കെ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ജീവ പർച്ചേസ്ഡ് an article for ₹2500 and sold it at 25% above cost price and paid a tax of 125. Find the post tax അല്ല, ഒരു പോസ്റ്റ് മതി കേട്ടോ. Find the post tax profit in rupees. പ്രോഫിറ്റ് എത്രയാണ് ചോദ്യം. ഇവിടെ തന്നിട്ടുണ്ട് 25% പ്രോഫിറ്റ്. അത് മാത്രമുള്ളെങ്കിൽ 2500 25% രണ്ട് ആൻസർ ആയി. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 125% ടാക്സ് അടക്കുന്നുണ്ട്. പ്രോഫിറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ല, ടാക്സ് അടച്ചു, അത് പ്രോഫിറ്റ് അല്ല. എത്ര കിട്ടും ആൻസർ? പോസ്റ്റ് ടാക്സ് പ്രോഫിറ്റ് കാണണം. അനുശ്രീ ഡി പറയുന്നുണ്ട്, പ്രവിത എ പറയുന്നുണ്ട്, നിവേദ്യ എ പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഇവിടെ എന്താണ് ശരിക്കും? പർച്ചേസ് ആർട്ടിക്കിൾ ആൻഡ് സോൾഡ് ഇറ്റ് 25% എബോ കോസ്റ്റ്. കോസ്റ്റിനേക്കാളും
25% കൂടുതൽ വിറ്റു. അവിടെ ആ സെന്റൻസ് നിന്നിരുന്നെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു 2500ന്റെ 25%. നോക്കിയേ 2500ന്റെ 25% എത്രയാ? ഒരു നമ്പറിന്റെ 25% കാണണമെങ്കിൽ നമുക്കറിയാം ഡിവൈഡർ ബൈ 4 ചെയ്താൽ മതി അല്ലേ? 25%ന്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പൊ 2500/4. 2500/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2500/4 ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു 8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ്. അതേപോലെ തന്നെ 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്യാൻ നമ്മൾ 2 പ്രാവശ്യം ഡബിൾ എടുക്കണം, ഡിവൈഡ് ചെയ്യാൻ 2 പ്രാവശ്യം പകുതി എടുക്കണം. 2500ന്റെ പകുതി നമുക്കറിയാം 1250. 1250ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 625. ഇനി സിമ്പിൾ ആണ്. നോക്കിയേ 625 ആയിരുന്നു ശരിക്കും പ്രോഫിറ്റ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ 625ൽ ഒരു 125 രൂപ ഇയാൾ ടാക്സ് അടച്ചു. അപ്പൊ 625 125 കുറച്ചാൽ ബാക്കി 500 രൂപ. ഇതാണ് അയാളുടെ ലാഭം. ഡയറക്റ്റ് ചോദ്യം കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ ആരും ഞെട്ടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചോദ്യമാണ്. 625 പ്രോഫിറ്റ് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ഇതിൽ എന്ത് ചെയ്തു? 125 രൂപ ടാക്സ് അടച്ചു. അപ്പൊ അത് പ്രോഫിറ്റ് ആണോ? അല്ല. അപ്പൊ അത് കുറക്കണം. 500 രൂപയാണ് ആൻസർ കേട്ടോ. എ ആണ് ആൻസർ വരിക, ഡി അല്ല. ഡി എന്ന് പറഞ്ഞാൽ 625. അത് ഈ ഒരു സെന്റൻസ് ഇതാ, ഈ ഒരു സെന്റൻസ് ഇവിടെ ഇല്ലെങ്കിൽ ആൻസർ എന്താ? 625 ആണ്. പക്ഷെ ആ സെന്റൻസ് അവിടെ വന്നു പോയില്ല, കാരണം ടാക്സ് അടച്ചില്ലേ. അടച്ചു കഴിഞ്ഞാൽ ലാഭത്തൊന്നും കുറയൂലേ. ഓക്കെ, അടുത്തത് ചെയ്യും. A vendor bought 200 quintals of wheat at the rate of rupees 1200 per quintal. He spent rupees 10,000 on its transportation and storage. If he sells, അതെ 5 പറയുന്നു 625 മൈനസ് ടാക്സ് കേട്ടോ. ഓക്കെ, if he sells this wheat at the rate of rupees 13 per kilogram, then find the profit percentage of the seller. 1, 2, 4, 3 ഇതാണ് ഓപ്ഷൻ. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു വെണ്ടർ 200 കിൻഡൽ വീറ്റ് ഉണ്ട്, അത് വാങ്ങിയത് എത്രയാണ്? 1200 പെർ കിൻഡൽ. ഒരു കിൻഡലിന് 1200 എന്നുള്ള രൂപയിലാണ് വാങ്ങിയത്. എന്നിട്ടോ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അയാൾ 10,000 രൂപ ചെലവാക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജും എല്ലാം കൂടെ കൂടി 10,000 ചെലവാക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇയാൾ വിൽക്കുന്നത് ഈ റൈസ് കിലോക്ക് 13 രൂപക്കാണ്. അങ്ങനെയാണ് അയാളുടെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ് ചോദ്യം. ചിപ്പി പറയുന്നു സി. ഓക്കെ, ബാക്കിയുള്ളവര് അപ്പൊ നമുക്കിവിടെ വേണ്ടത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാന്ന് കാണണം, ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഇല്ലേ, വാങ്ങിയ വില എത്ര, വിറ്റ വില എത്ര, എന്നാലേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ് പെർസെന്റേജ് കാണാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് വാങ്ങിയ വിലയും വിറ്റ വിലയും വേണം, അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ എങ്കിലും വേണം. ഒരു മിനിറ്റ്. നിവേദിത സി, അഞ്ജന 4 പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചെയ്തു നോക്കാം അല്ലെ. ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മൾ റേഷ്യോ ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസും കാണണം അല്ലെ. റേഷ്യോ കാണാൻ എന്ത് ചെയ്യും? റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? പെർസെന്റേജ് ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ കറക്റ്റ് കാണണം കേട്ടോ. എന്തായാലും നോക്കിയേ, ഇയാൾക്ക് എത്ര ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആയിട്ടുണ്ടാവും? 200 കിൻഡൽ ആണ് ഇയാൾ വാങ്ങുന്നത് അല്ലെ. ഒരു കിൻഡലിന് എത്ര കൊടുക്കുന്നുണ്ട്? 1200 ഉണ്ട്. അപ്പൊ ടോട്ടൽ പൈസ എത്രയാ? 1200 ഇൻറ്റു ഇതായിരുന്നു ടോട്ടൽ കോസ്റ്റ് പ്രൈസ് വരേണ്ടത്. എപ്പോ ഇത് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ഇതും കോസ്റ്റ് പ്രൈസ് ആണ്. ഇതിന്റെ കൂടെ ട്രാൻസ്പോർട്ടേഷനും പിന്നെ സ്റ്റോറേജിനുമായിട്ട് ഒരു 10,000 രൂപയും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. ഓക്കെ ആണോ? ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. ഇനി ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞേ. സെല്ലിംഗ് പ്രൈസ് ഇത് തമ്മിലുള്ള റേഷ്യോ കാണാൻ പോവാണ്. സെല്ലിംഗ് പ്രൈസ് നമുക്കറിയാം എത്രയാണ്? 1 കിലോഗ്രാമിന് 13 ആണ്. അങ്ങനെ എത്ര കിലോഗ്രാം ഉണ്ട് നോക്കണം അല്ലെ. എത്ര കിലോഗ്രാം ഉണ്ട്? നമുക്കിവിടെ അറിയാം 200 കിൻഡൽ ഉണ്ട് അല്ലെ. 200 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം? ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇവിടെ എത്ര കിലോഗ്രാം ഉണ്ട്? 200 കിൻഡൽ എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 100. ഇത്രയും കിലോഗ്രാം ഉണ്ട്. അത് 1 കിലോഗ്രാമിന് 13 വെച്ച് വിറ്റാൽ ഇത്രയാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കിട്ടുക. ഇതും നമ്മളുടെ റേഷ്യോ കിട്ടിയാൽ ആൻസർ ആയി. അല്ലാതെ ഇതെല്ലാം കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട. ഇത് മാക്സിമം ചെറുതാക്കിയിട്ട് കിട്ടുന്ന റേഷ്യോ മാത്രം എടുത്താൽ മതി. നോക്കിയേ, ഇത് രണ്ട് റേഷ്യോ അപ്പുറപ്പുറമുള്ള നമ്മുടെ റേഷ്യോ ആണ്. നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ആദ്യം കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്ത് കളയാം അല്ലെ. ആദ്യം നമുക്ക് കാര്യം ചെയ്യാം, ഇത് പ്ലസ് ആയതുകൊണ്ട് എല്ലാത്തിനും 2 0 വെച്ച് കളയാം അല്ലെ. ഇവിടെ 2 0 പോയി, ഇവിടെ 2 0 പോയി, ഇവിടെ 2 0 പോയി. ഓക്കെ, ഇനി അടുത്ത വീണ്ടും 2 0 പോവാം. ഇവിടെ 2 0 പോയി, ഇവിടെ ബാക്കിയുള്ള 2 0 പോയി, ഇവിടെ ഈ 2 0 പോയി. നോക്കി എത്ര പെട്ടെന്ന് എത്ര ചെറുതായി കഴിഞ്ഞു. ഇനി ബാക്കി എന്താ ഉള്ളത്? 2 × 12 എത്രയാണ്? 24. 24 + 1 എത്രയാ? 25. ഓക്കെ, ഇവിടെയോ 13 × 2 എത്രയാ? 26. ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതി, അല്ല എല്ലാം കൂടെ ചെയ്യാൻ പോകണ്ട. 25 ഉള്ള ഒരു സാധനം 26-ന് വിറ്റാൽ എത്രയാണ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് അല്ല, എത്രയാണ് പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെ. 25 ഉള്ളത് 26-ന് വിറ്റാൽ പ്രോഫിറ്റ് എത്രയാണ്? 1 ആണ്.
പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 1/25. എത്രയാ ഫ്രാക്ഷൻ അറിയുന്നുണ്ടെങ്കിൽ ഓക്കെ 1/25 ചെയ്യുക. ഇനി അറിയില്ലെങ്കിൽ ഇൻറ്റു 100 കൊടുക്കുക. എത്ര കിട്ടും? 100/25 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഈ വലിയ കാൽക്കുലേഷൻ ചെയ്യാൻ പോകണ്ട കേട്ടോ. ചെറുതാക്കി ഏറ്റവും ചെറുതാക്കി റേഷ്യോയിലിട്ട് മാത്രം പെർസെന്റേജ് കണ്ടാൽ മതി. അടുത്ത ചെയ്യും. Anisha purchased TV at 4/5 of its initial selling price and then sold it at 4% more than its initial selling price. What is Anisha's gain percentage? ഇവിടെയും ഗെയിൻ പെർസെന്റേജ് ആണ് കാണേണ്ടത്, അതായത് പ്രോഫിറ്റ് പെർസെന്റേജ്. പ്രോഫിറ്റ് പെർസെന്റേജ് കാണാൻ നമുക്ക് കോസ്റ്റ് പ്രൈസ് വേണം, സെല്ലിംഗ് പ്രൈസ് വേണം. കാണാൻ പറ്റുന്നുണ്ട് നോക്കിയേ. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും വേണ്ട, അതിന്റെ റേഷ്യോ മതി അല്ലേ. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ നല്ലത്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് അതിന്റെ റേഷ്യോ മാത്രം മതി. ചെയ്ത് നോക്കിയേ. ആർക്കെങ്കിലും കിട്ടിയോ? ഇല്ല അല്ലെ. നോക്കുക, ബാക്കിയുള്ളവർ നോക്കുക. അനീഷ പർച്ചേസ്ഡ് ടി വി അറ്റ്, നമുക്ക് വേണ്ടത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് നമ്മളുടെ റേഷ്യോ അല്ലേ. അനീഷ പർച്ചേസ്ഡ് ടി വി അറ്റ് 4/5 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ സെല്ലിംഗ് പ്രൈസ്. തുടക്കത്തിൽ അനീഷ വിറ്റ് ഒരു പൈസ ഉണ്ടായിരുന്നു, അതിന്റെ 4/5 4/5 ആരത് വാങ്ങിയത്? അനീഷ വാങ്ങിയത്. അപ്പൊ കാര്യം ചെയ്യാ, സെല്ലിംഗ് പ്രൈസിന്റെ 4/5 അല്ലേ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 5 ആണെങ്കിൽ 4 ഇയാൾ വാങ്ങിയത്. ഇതാണ് പറയുന്നത് ശരിക്കും. കോസ്റ്റ് പ്രൈസ് 4 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 5 ആണ്. പ്രോഫിറ്റ് എത്രയാണ് നമുക്കറിയാം. 4/5 വിറ്റാൽ 25% പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ 25 ഇല്ല. എന്തുകൊണ്ടാ? പക്ഷെ പറയുന്നുണ്ട് ദെൻ സോൾഡ് ഇറ്റ് അറ്റ് 4% മോർ ദാൻ ഇറ്റ്സ് ഇനീഷ്യൽ സെല്ലിംഗ് പ്രൈസ്. ഇപ്പൊ അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനീഷ്യൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അതിനേക്കാളും ഒരു 4% കൂടുതലും കൂടെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനാണ് ഇപ്പൊ അയാൾ രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെന്റേജ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ചോദ്യം. അപ്പൊ ഇതല്ല, ഇത് ഇനീഷ്യൽ സെല്ലിംഗ് പ്രൈസ് ആണ്. ഇതിനേക്കാളും ഒരു 4% കൂട്ടിയിട്ടാണ് ഇനി അയാൾ വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്ന ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ റേഷ്യോ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, നമുക്ക് വേണ്ട ഇതിന്റെ 4% കൂട്ടുകയാണ് അല്ലെ. ഈ 5ന്റെ 4% കൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 40ഉം 50ഉം കൊടുക്കുന്നു. നമുക്ക് ഈ റേഷ്യോ മതി. ഈ റേഷ്യോ ഏതിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ 40ഉം 50ഉം ആണെങ്കിൽ നോക്കിയേ, 50 ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ്. ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് ഇതിനേക്കാളും 4% കൂടുതലാണ്. 50ന്റെ 4% എത്രയാ? 50ന്റെ 1% എന്ന് പറഞ്ഞാൽ 0.5 ആണ്, 2% എന്ന് പറഞ്ഞാൽ 1 ആണ്, 4% എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ. അപ്പൊ പുതിയ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 52 ആണ്. കോസ്റ്റ് പ്രൈസ് മാറുന്നുണ്ടോ? ഇല്ല. 40 സാധനം 52ന് വിറ്റാൽ പ്രോഫിറ്റ് എത്രയെന്നാ ചോദ്യം. എത്ര കിട്ടും നോക്കിയേ. 40 സാധനം 52ന് വിറ്റാൽ പ്രോഫിറ്റ് 12 കിട്ടും. ഈ 12 കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം കണ്ടാൽ മതി ആൻസർ അല്ലെ. 12/40 എത്ര കിട്ടും? 12/40 എന്ന് പറഞ്ഞാൽ 3/10. 3/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30%. ഇനി അങ്ങനെ അറിയാത്തവർ 3/10 × 100 ചെയ്യുക. അതും അല്ലാത്തവർ നോക്കിയേ, നമുക്ക് വേണ്ടത് 40ന്റെ എത്ര പെർസെന്റേജ് ആണ്? 12 അല്ലെ. 40ന്റെ 10% 4 ആണ്. 4 × 3 അല്ലേ 12. അപ്പൊ 30%. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്തൊന്നും ചെയ്തേ. എ സെൽസ് ഗുഡ്സ് ടു ബി അറ്റ് 25% പ്രോഫിറ്റ് for ₹300. B sells it to C at 10% loss. In this sale, C's cost price is equal to what percentage of A's cost price? എന്ന് പറഞ്ഞേ എത്ര കിട്ടും? സിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്റെ കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് ചോദ്യം. അതായത് നമുക്ക് എന്റെ കോസ്റ്റ് പ്രൈസ് കാണണം, സിന്റെ കോസ്റ്റ് പ്രൈസ് കാണണം. നോക്കിയേ എത്ര കിട്ടും? എ സെൽസ് ഗുഡ്സ് ടു ബി അറ്റ് 25% പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് എയും ബിയും തമ്മിലുള്ള, എന്റെ കോസ്റ്റ് പ്രൈസും ബിന്റെ കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ കിട്ടും അല്ലെ. കാരണം എന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് ബിന്റെ കോസ്റ്റ് പ്രൈസ് അല്ലെ. എ എത്ര രൂപക്കാണോ വിറ്റത് അതാണ് ബിന്റെ കോസ്റ്റ് പ്രൈസ്. കാരണം എ കൊടുത്തത് വാങ്ങുന്ന ആരാണ്? വാങ്ങുന്ന ആള് ബി ആണ്. അപ്പൊ എന്റെയും ബിന്റെ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ നമുക്ക് എത്ര കിട്ടും എന്ന് പറഞ്ഞേ? 25% പ്രോഫിറ്റിനാണെങ്കിൽ പറ, ആരെങ്കിലും പറ, കമന്റ് ആൻസർ പറ. എത്ര കിട്ടും? എ എന്ന് പറയുന്നത് അല്ലേ. ശരണ്യ, അഞ്ജലി, വൈഷ്ണവി ഒക്കെ എ എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് പെർസെന്റേജ് ആണ് ചോദിച്ചത് അല്ലെ. എന്റെയും സിന്റെയും കോസ്റ്റ് പ്രൈസിന്റെ പെർസെന്റേജിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തിന്റെ ആവശ്യമില്ല. ഇവിടെയും പല ആൾക്കാരും 300 എടുത്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ആവശ്യം ഇല്ല കേട്ടോ. ഇവിടെ നോക്കിയേ,
എയും ബിയും സിയും, 3 ആൾക്കാരുള്ള അല്ലെ. എ ഒരു സാധനം 25% ലാഭത്തിനാണ് ബിക്ക് കൊടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം റേഷ്യോ എത്ര കിട്ടും? താരം പറഞ്ഞിട്ടുണ്ട് 4:5. ആസ്പിരന്റ് പറഞ്ഞിട്ടുണ്ട് 4:5 അല്ലെ. 25% നമുക്കറിയാം 1/4 ആണ്. അപ്പൊ ഒരു 25% ലാഭത്തിന് വിറ്റു പറഞ്ഞാൽ 4 അല്ലെ. 4-1 25%. അപ്പൊ 4 ഉള്ളത് 5 വിറ്റു എന്നാണ്. ഇതാണ് എന്റെയും ബിന്റെയും കോസ്റ്റ് പ്രൈസ് തമ്മിലുള്ള റേഷ്യോ. ഈ 4 സാധനം എ 5 വിറ്റത് അല്ലെ. എ 5 വിറ്റത്. ഇത് എന്റെ സെല്ലിംഗ് പ്രൈസ് ആണ്, പക്ഷെ ബി ആണ് വാങ്ങുന്ന ആൾ. അപ്പൊ ബിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ എന്റെയും ബിന്റെയും കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ 4:5 ആണ്. ഇനി രണ്ടാമത് എന്താ സംഭവിക്കുന്നത്? ബി ഇത് സിക്ക് 10% നഷ്ടത്തിനാണ് വിൽക്കുന്നത്. അപ്പൊ ബിന്റെ സിന്റെ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞേ 10% നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10% 1/10 ആണ് അല്ലെ. 10% നഷ്ടം എന്ന് പറയുമ്പോൾ 10 ഉള്ളത് 9 കൊടുക്കുന്നത്. അപ്പൊ ബിന്റെ സിന്റെ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 10:9 ആണ്. അപ്പൊ ബിന്റെ കോസ്റ്റ് പ്രൈസ് 10 ആണെങ്കിൽ ബി അത് വിൽക്കുന്നത് 9 ഈ 9 വിറ്റാൽ സി ആണ് അത് വാങ്ങുന്നത്. അപ്പൊ സിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ 4:5 എന്റെ ബിന്റെ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ ആണ്. 10:9 ബിന്റെ സിന്റെ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ ആണ്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചൂടെ? റേഷ്യോയോട് പഠിച്ചിട്ടുണ്ട് അല്ലെ. എല്ലാം കൂടെ ഒന്നാക്കുന്നത് പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? രണ്ടിൽ കോമൺ ആയിട്ടുള്ളത് ആരാണ്? ബി ആണ്. അപ്പൊ നോക്കി, ഇവിടെ 10, ഇവിടെ 5. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആവും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ റേഷ്യോ എത്ര കിട്ടും? 4:2 8, 5:2 അല്ലെങ്കിൽ 10, ഇവിടെ 9. ഇതാണ് 3 പേരുടെ റേഷ്യോ. 8:10:9. നോക്കിയേ, ചോദ്യം എന്താ? C's cost price is equal to what percentage of A's cost price? എന്റെ കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് സിന്റെ കോസ്റ്റ് പ്രൈസ് അല്ലെ. 8 ആണ് എ, സി ആണ് 9. നോക്കിയേ, എത്ര പെർസെന്റേജ് കൂടുതൽ എന്നാ ചോദിച്ചിരുന്നെങ്കിൽ 8 ഉള്ളത് 9, 1 കൂടുതലാണ് 1/8. 1/8 പറഞ്ഞാൽ 12.5% നമുക്കറിയാം. പക്ഷെ ചോദ്യം അങ്ങനെയല്ല. ഇതിന്റെ എത്ര പെർസെന്റേജ് ആണ് ഇത്? എന്റെ കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് ബിന്റെ കോസ്റ്റ് പ്രൈസ്? അപ്പൊ താഴെ ആരാ വരിക? എ ആണ് ഇവിടെ ബേസ് വാല്യൂ അല്ലെ. അപ്പൊ എ 8, മുകളിൽ ഇവിടെ 9 വരും. ഒന്നെങ്കിൽ 9/8 അറിയോ നോക്കുക, അല്ലെങ്കിൽ 9/8 × 100 ചെയ്യാം. ഓക്കെ ആണോ? 9/8 × 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 112.5. അല്ലെങ്കിൽ നമ്മൾ പെർസെന്റേജ് വാല്യൂ പഠിച്ച ഒരാൾക്ക് നമുക്ക് എഴുതാം 9/8 എന്ന് പറഞ്ഞാൽ 1 + 1/8 ആണ് അല്ലെ. 1 എന്ന് പറഞ്ഞാൽ 100% ആണ്. 1/8 എന്ന് പറഞ്ഞാൽ 12.5% ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടി എന്ത് കിട്ടും? 112.5% കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലതാ. പല ആളുകൾ എതിർത്ത് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ. ഇത് നമുക്ക് ചോദിക്കുകയാണ് എന്റെ കോസ്റ്റ് പ്രൈസ് എത്ര, സിന്റെ കോസ്റ്റ് പ്രൈസ് എത്ര, ബിന്റെ കോസ്റ്റ് പ്രൈസ് എത്ര ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? 300 വേണം. അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമേ ഇവിടെ വരുന്നില്ല. ഓക്കെ, അടുത്ത ചെയ്ത് ഇതൊക്കെ പറഞ്ഞേ പ്യുവർ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയേ. കോസ്റ്റ് പ്രൈസ് ഓഫ് 2 dozen bananas is ₹32. After selling 18 bananas at the rate of ₹12 per dozen, the shopkeeper reduced the rate as ₹4 per dozen. Find the percentage loss. പറഞ്ഞേ. x plus y plus xy/100. അതെവിടെ ചെയ്യും നമ്മള്? ഇതില്ലേ 25 minus 10. അത് ചെയ്യാം കേട്ടോ. പക്ഷെ അത് സംഭവം എന്താ? ശരിക്കും ഇക്വേഷൻ എന്താണ്? അത് സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസിന്റെ സംഭവമാണ്. അത് നമ്മൾ ഇതുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ചെയ്യുമ്പോൾ ആൻസർ കിട്ടും, പക്ഷെ നമ്മൾ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ചോദ്യത്രേ ഉള്ളൂ. ഒരു സംഭവം ആദ്യം ഇത്ര പെർസെന്റേജ് കൂട്ടി, പിന്നെ ഇത്ര പെർസെന്റേജ് കൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക് ഡയറക്റ്റ് x + y + xy/100 ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ആ സംഭവം തന്നെ ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷെ നമുക്കത് ഫസ്റ്റത്തെ ഒരു കേസിൽ നമുക്ക് നോക്കുമ്പോൾ അതിന്റെ കൺഫ്യൂഷൻ വരരുത്. സംഭവം ചോദ്യം എന്താ വെച്ചാൽ എന്റെയും സിന്റെ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ ആണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞ ചെയ്താൽ കിട്ടും. നോക്കിയേ, x + y 25, അടുത്തത് 10% നഷ്ടമാണ്, -25 × -10 +/100 കേട്ടോ. 15 -2.5 12.5 കിട്ടും. 12.5 കൂടുതൽ എന്ന് പറഞ്ഞാൽ 112.5 കേട്ടോ. നിങ്ങൾ ചെയ്താൽ മതി, കിട്ടും. പക്ഷെ ഇവിടെ അത് കൺഫ്യൂഷൻ ആവാൻ നിൽക്കണ്ട. നിങ്ങൾ നോക്കിയേ, അതൊക്കെ നിങ്ങൾ എപ്പോൾ ചെയ്യാം? ഡയറക്റ്റ് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ് ഡിക്രീസ് എന്നൊക്കെ പറഞ്ഞ കേസിലാണ് നമ്മൾ ഇക്വേഷൻ കൊടുക്കേണ്ടത് കേട്ടോ. വിഷ്ണു പറഞ്ഞ ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ എന്ന് പറഞ്ഞാൽ അത്രയും നന്നായിട്ട് ലോജിക്ക് പറയുന്ന ഒരാൾക്ക് പെട്ടെന്ന് നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളത് കൺഫ്യൂസിങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിൽ കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റനിൽ പറയാണ് എത്ര പെർസെന്റേജ് കൂടുതൽ, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ആദ്യം കൂടി, പിന്നെ അത് കഴിഞ്ഞിട്ട് y പെർസെന്റേജ് കൂടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? x + y + xy/100 ചെയ്യാം. തെറ്റാന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് വിഷ്ണു. പക്ഷെ അത് കൺഫ്യൂസിങ് ആവാനുള്ള സാധ്യത ചില കുട്ടികൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാത്തത്.
ഇത് പറഞ്ഞേ കോസ്റ്റ് പ്രൈസ് ഓഫ് 2 ഡസൻ ബനാന എന്ന് പറഞ്ഞാൽ 32 ആണ്. ആഫ്റ്റർ സെല്ലിംഗ് 18 ബനാനാസ് അറ്റ് ദ റേറ്റ് ഓഫ് 12 പെർ ഡസൻ, ദ ഷോപ്കീപ്പർ റെഡ്യൂസ് ദ റേറ്റ് ആസ് ₹4 പെർ ഡസൻ. ഫൈൻഡ് ദ പ്രോഫിറ്റ്. പെർസെന്റേജ് ലോസ്. ഇവിടെ നഷ്ടം പറയുന്നുണ്ട്. എത്ര പെർസെന്റേജ് നഷ്ടമാണ് ചോദ്യം. നഷ്ടവും ലാഭവും കാണണമെങ്കിൽ എപ്പോഴും എന്ത് വേണം? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും വേണം. കോസ്റ്റ് പ്രൈസ് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നോക്കിയേ, 2 ഡസൻ ബനാന അയാൾ വാങ്ങിയത് 32 രൂപക്കാണ്. ഇനി സെല്ലിംഗ് പ്രൈസും കൂടെ കിട്ടിയാൽ ആൻസർ ആയി അല്ലെ? സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കിട്ടും നോക്കിയേ. ആദ്യം പറയുന്നുണ്ട് 2 ഡസൻ ബനാന വാങ്ങിയിട്ടുണ്ട് അല്ലെ? അപ്പൊ 24 ബനാന ഉണ്ട്. 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 അല്ലേ? ടോട്ടൽ 24 ബനാന ഉണ്ട്. അത് എത്ര രൂപക്കാണ് വിറ്റ് എന്നുള്ളത് നമുക്കറിയണം. അതിൽ പറയുന്നുണ്ട് ആഫ്റ്റർ സെല്ലിംഗ് 18 ബനാനാസ് അറ്റ് ദ റേറ്റ് ഓഫ് 12 പെർ ഡസൻ. ഈ 24 ബനാനയിൽ ആദ്യത്തെ 18 എണ്ണം വിൽക്കുന്നത് എന്താ അറിയോ? നോക്കിയേ, ₹12 പെർ ഡസൻ ആണ്. ഒരു ഡസന് 12 രൂപ അല്ലെ? ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 എണ്ണമാണ്. 12 എണ്ണത്തിന് 12 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നിന് 1 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 18 എണ്ണത്തിന് എത്ര രൂപയാണ്? 18 രൂപയാണ്. അപ്പൊ ആദ്യത്തെ 18 ബനാന വിറ്റപ്പോൾ അയാൾക്ക് 18 രൂപ കിട്ടി. നോക്കിയേ, ഇനി ബാക്കി എത്ര ഉണ്ട്? ടോട്ടൽ 24 ഉണ്ട്. 18 എണ്ണം കഴിഞ്ഞു. ഇനി എത്ര ഉണ്ട് ബാക്കി? 6 എണ്ണം ഉണ്ട് അല്ലെ? എത്ര കിട്ടും? ഈ 6 എണ്ണം ഇനി എത്ര രൂപക്കാ വിറ്റെന്നും കൂടെ നമുക്കറിയണം. നോക്കിയേ, ഇത് വിറ്റ് കഴിഞ്ഞപ്പോൾ ദ ഷോപ്പ് കീപ്പർ റെഡ്യൂസ് ദ റേറ്റ് അറ്റ് ₹4 പെർ ഡസൻ. ഒരു ഡസന് 4 രൂപയാക്കിയിട്ട് കുറച്ചു അല്ലെ? ഒരു ഡസന് 4 രൂപയാണ്. നോക്കിയേ, ഇവിടെ 6 എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര ഡസനാ? അര ഡസനാണ്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12, അര ഡസൻ എന്ന് പറഞ്ഞാൽ 6. അപ്പൊ ഒരു ഡസന് 4 രൂപയാണെങ്കിൽ അര ഡസൻ എത്ര രൂപയാ? 2 രൂപയാണ്. അപ്പൊ അടുത്ത 6 മാങ്ങ വിറ്റപ്പായക്ക് അല്ല ബനാന വിറ്റപ്പായക്ക് 2 രൂപയും കിട്ടി. ഇതാണ് അയാളുടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. 32 രൂപക്ക് വാങ്ങിയ ഒരു സാധനം അയാൾ 20 രൂപക്കാണ് വിൽക്കുന്നത്. നഷ്ടമല്ലേ? എത്ര പെർസെന്റേജ് നഷ്ടം? അതാണ് ചോദ്യം. 32:20. പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് കാണാൻ നമുക്ക് ഈ വാല്യൂന്റെ ആവശ്യമില്ല, അതിന്റെ റേഷ്യോ മതി. ഒന്നുകൂടി ചെറുതാക്കി നോക്കിയേ. ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും, 5 കിട്ടും അല്ലെ? 8 ഉള്ളത് 5-ന് വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര നഷ്ടമാണ്? 3 നഷ്ടമാണ്. 3 ഔട്ട് ഓഫ് കോസ്റ്റ് പ്രൈസ് അല്ലെ? ലാഭമായാലും നഷ്ടമായാലും എന്തിന്റെ മുകളിലാണ്? കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ്. അപ്പൊ 3/8. ഒന്നെങ്കിൽ 3/8 എന്ന് കാണുമ്പോൾ തന്നെ 37.5 പറയാൻ നിങ്ങൾക്ക് പറ്റണം. അത് പറ്റുന്നില്ലെങ്കിൽ into 100 കൊടുക്കുക. 300/8 ചെയ്താൽ മതി കേട്ടോ. 300/8 എന്ന് പറഞ്ഞാൽ 300ന്റെ പകുതി 150, 150ന്റെ പകുതി 75, 75ന്റെ പകുതി 37.5. പക്ഷെ അതിനൊന്നും നിൽക്കണ്ട. 3/8 എന്ന് പറഞ്ഞ വാല്യൂ പഠിച്ചു വെക്കുക. കാരണം 1/8 നമ്മൾ പഠിച്ചിട്ടുണ്ട് 12.5. അപ്പൊ 3/8 എത്രയാ? 37.5. 5/8 എത്രയാന്ന് കമന്റ് ചെയ്തേ അറിയുന്നവര്? 5/8 ഒന്ന് കമന്റ് ചെയ്തേ. 5/8 എത്ര പെർസെന്റേജ് ഒന്ന് കമന്റ് ചെയ്യേ. അറിയില്ല ആർക്കും? കമന്റ് ചെയ്യും. 5/8 എന്ന് പറഞ്ഞ പെർസെന്റേജ് വാല്യൂ ശരിക്കും എത്ര പെർസെന്റേജാ? അല്ല, ഫ്രാക്ഷണൽ വാല്യൂ എത്ര പെർസെന്റേജാ? അറിയില്ല. ആരും നോക്കിയിട്ടില്ല. സഹൽ പറയുന്നുണ്ട്, ഐശ്വര്യ പറയുന്നുണ്ട്, ആതിര പറയുന്നുണ്ട്. 5/8 എന്ന് പറഞ്ഞാൽ 62.5 ആണ് കേട്ടോ. ഓക്കെ, എന്നാ 7/8 പറ. 7/8 അതൊന്ന് പറ. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ എടുക്കാം. 7/8 പറയും. 7/8 എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റേജ് വരും? അനുശ്രീ പറയുന്നു 87/1/2, 87.5 കേട്ടോ. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ ഓർത്ത് വെക്കുക. 3/8 എന്ന് പറഞ്ഞാൽ 37.5 ആണ്. 5/8 എന്ന് പറഞ്ഞാൽ 62.5 ആണ്. 7/8 എന്ന് പറഞ്ഞാൽ 87.5 ആണ്. ഓക്കെ, എന്നാ അടുത്ത ചെയ്യും. If the cost price of 18 pence is equal to selling price of 12 pence, what is the gain percentage? ആൻസർ പറഞ്ഞേ. അറിയുന്ന ഒരാൾ നോക്കിയിട്ട് പറയാം. പറ. ജസ്റ്റ് 5 seconds. 18 പെന്നിന്റെ കോസ്റ്റ് പ്രൈസും 12 പെന്നിന്റെ സെല്ലിംഗ് പ്രൈസും ഈക്വൽ ആണ്. അതെ, പ്രവിത പറഞ്ഞു സി. ബാക്കിയുള്ളവര് ആണോ? വിഷ്ണു സി. ഇങ്ങനെ ഒരുപാട് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഇത്ര പെന്നിന്റെ കോസ്റ്റ് പ്രൈസും ഇത്ര പെന്നിന്റെ സെല്ലിംഗ് പ്രൈസും ഈക്വൽ ആണ്. അങ്ങനെയാണ് എത്ര ആൻസർ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് എപ്പോഴും വേണ്ട എന്താ? പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് കാണാൻ നമുക്ക് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ കിട്ടിയാൽ മതി അല്ലെ? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മുടെ റേഷ്യോ എങ്ങനെ ചെയ്യാം നോക്കിയേ. ഇവിടെ ഞാൻ അസ്യൂം ചെയ്യാണ് ഒരു പെന്നിന്റെ കോസ്റ്റ് പ്രൈസ് CP ആണെന്ന് അസ്യൂം ചെയ്തു. ഒരു പെന്നിന്റെ കോസ്റ്റ് പ്രൈസ് ഞാൻ CP എന്നാണ് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ 18 പെന്നിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാ? CP × 18 അല്ലേ? ഇനി ഒരു പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ് ഞാൻ SP എന്നാണ് അസ്യൂം ചെയ്തു. അങ്ങനെ എത്ര പെന്നാ? 12 പെന്ന്. അങ്ങനെ 12 പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ് SP × 12 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പെന്നിന്റെ കോസ്റ്റ് പ്രൈസ് × 18, ഒരു പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ് × 12 ഈക്വൽ ആണെന്നുള്ള ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് CP/SP കിട്ടൂലേ? നോക്കിയേ, CP/SP ഒരു പെന്നിന്റെ കോസ്റ്റ് പ്രൈസും ഒരു പെന്നിന്റെ സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ എന്താ? 12/18. 12/18 എന്ന് പറഞ്ഞാൽ 2/3.
കോസ്റ്റ് പ്രൈസ് 2 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 3 ആണ്. രണ്ടുള്ള ഒരു സാധനം 3ന് വിറ്റ് കഴിഞ്ഞാൽ 1 പ്രോഫിറ്റ് ആണ് അല്ലേ? 1/2 ഇതാണ് കോസ്റ്റ് പ്രൈസ്. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 50% പ്രോഫിറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി അങ്ങനെ ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചുകൊണ്ട് നോക്കുക. കോസ്റ്റ് പ്രൈസ് ഓഫ് 18 ആണ്. അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ അടുത്തുള്ളത് 18 ആണ്. അതാരായിരിക്കും? ഇത് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് ഓഫ് 12, സെല്ലിംഗ് പ്രൈസിന്റെ അടുത്തുള്ള ആരാണ്? 12 ആണ്. ഇത് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ നോക്കുക, ഇതായിരിക്കും സെല്ലിംഗ് പ്രൈസ്, ഇതായിരിക്കും കോസ്റ്റ് പ്രൈസ്. 12 ആണ് കോസ്റ്റ് പ്രൈസ്, 18 ആണ് സെല്ലിംഗ് പ്രൈസ്. ആൻസർ എന്താ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 50% കേട്ടോ. ഇനി ഞാൻ ഒരു ചോദ്യം തരാം, നിങ്ങൾ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. ഇതേ ചോദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഈ 12ന്റെയും 18ന്റെയും അവിടെ ഒരു വാല്യൂ മാറ്റിയാണ് നിങ്ങൾ പറയണം കേട്ടോ. ഒന്ന് പറഞ്ഞ ആൻസർ. ഈ 18ഉം 12 നിങ്ങൾ മറക്കുക, എന്നിട്ട് അവിടെ 28ഉം 18ഉം ചെയ്യാം. ഒന്ന് ആൻസർ പറഞ്ഞേ. പറ. 28 പെന്നിന്റെ കോസ്റ്റ് പ്രൈസും 18 പെന്നിന്റെ സെല്ലിംഗ് പ്രൈസും ഈക്വൽ ആണ്. പ്രവിത പറയുന്നു 555/9 ആണ്. 55/9 അല്ലേ നിങ്ങൾക്ക് ഉദ്ദേശിച്ചത്? ഓക്കെ, പറ. 55/9. അതെ സ്പേസ് ഇട്ട് അല്ലേ? ബാക്കിയുള്ളവര് ഇപ്പൊ നോക്കുക, ഇവിടെ നോക്കിയേ. ഞാൻ പറഞ്ഞു ഇനി ഇതിങ്ങനെ എഴുതാൻ നിൽക്കണ്ട. കോസ്റ്റ് പ്രൈസിന്റെ അടുത്തുള്ള ആരാണ്? സെല്ലിംഗ് പ്രൈസ് 28. സെല്ലിംഗ് പ്രൈസിന്റെ അടുത്തുള്ള ആരാണ്? കോസ്റ്റ് പ്രൈസ്. 18 ഉള്ള ഒരു സാധനം 28ന് വിറ്റാൽ, ഒന്നുകൂടി ചെറുതാക്കി, 9:14. 9 ഉള്ള ഒരു സാധനം 14ന് വിറ്റാൽ പ്രോഫിറ്റ് എത്രയാണ്? 5. പ്രോഫിറ്റ് പെർസെന്റേജ് എന്താണ്? 5 കോസ്റ്റ് പ്രൈസ് 9. 5/9 എന്ന് പറഞ്ഞാൽ 55/9 ആണെന്നുള്ളത് പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ 55.5555 കേട്ടോ. ഓക്കെ. 13/7 അങ്ങനെയല്ല മഹിമ, 3/7 അല്ല, 3/7 അല്ല, 55/9 വരും കേട്ടോ. അടുത്ത ചെയ്തേ. കോസ്റ്റ് പ്രൈസ് ഓഫ് X articles is equal to the selling price of Y articles. There is a profit of 25%. നേരത്തെ ചോദ്യത്തിന്റെ നേരെ റിവേഴ്സ്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. എക്സിന്റെ വൈൻ്റെ റേഷ്യോ ആണ് കണ്ടത്. ഒന്ന് കണ്ടു നോക്കിയേ. എത്ര കിട്ടും? ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്യും. നേരത്തെ നമ്മളോട് നമുക്ക് കാണേണ്ടിയിരുന്നത് കോസ്റ്റ് പ്രൈസിന്റെയും സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ ആണ്. അപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ് കിട്ടുള്ളൂ. ഇവിടെ പ്രോഫിറ്റ് പെർസെന്റേജ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുമെന്ന്? കോസ്റ്റ് പ്രൈസിന്റെയും സെല്ലിംഗ് പ്രൈസിന്റെയും റേഷ്യോ നമുക്ക് അവിടെ നിന്ന് കിട്ടൂലേ? നോക്കിയേ, കോസ്റ്റ് പ്രൈസിന്റെയും സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ എത്രയായിരിക്കും? 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4/5 ആയിരിക്കും അല്ലെ? ഇങ്ങനെ എഴുതണ്ട, കൺഫ്യൂഷൻ ആവും. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. ഓക്കെ, 4 ഉള്ളത് 5ന് വിൽക്കുമ്പോഴാണ് നമുക്ക് അത് കിട്ടുക 25% പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് നമ്മൾ 4 യൂണിറ്റ് ആണ്, ഒരു ആർട്ടിക്കിളിന്റെ സെല്ലിംഗ് പ്രൈസ് 5 യൂണിറ്റ് ആണ്. ഈ നേരത്തെ ക്വസ്റ്റിൽ പറഞ്ഞ പോലെ ചെയ്ത് നോക്കിയേ. കോസ്റ്റ് പ്രൈസ് ഓഫ് X ആർട്ടിക്കിൾസ്. ഓക്കെ, ഒരു ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് 4 എടുത്താൽ 4 × Xഉം ഒരു ആർട്ടിക്കിളിന്റെ സെല്ലിംഗ് പ്രൈസ് 5 എടുത്താൽ 5 × Y എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണോ? X/Y എന്താ പറഞ്ഞേ? 5/4 ആണ്. നമുക്ക് വേണ്ടത് X/Y ആണോ Y/X ആണോ? X/Y ആണ്. അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ്. ഇനി Y/X ആണ് ചോദിച്ചതെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് X/Y ആണ് വേണ്ടത്. എ ആണ് ആൻസർ, എ അല്ല ബി ആണ് ആൻസർ കേട്ടോ. പല ആൾക്കാരും തലതിരിഞ്ഞ് പോയിട്ടുണ്ടാവും. 4ഉം 5ഉം അങ്ങനെ ചെയ്യരുത്. 4:5 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെയും സെല്ലിംഗ് പ്രൈസിന്റെ റേഷ്യോ ആണ്. നമുക്ക് വേണ്ടത് എക്സിന്റെയും വൈന്റെയും റേഷ്യോ ആണ്. ഓക്കെ ആണോ? അപ്പൊ ബി ആണ് ആൻസർ വരിക കേട്ടോ. തലതിരിഞ്ഞ് പോയരുത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു 10-25 ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. Mohan's profit on selling a pen is 20% of the selling price. What is his real profit percentage? എന്ന് പറയുന്ന അനുശ്രീ, അതിന്റെ ആൻസർ ആണോ? പ്രവിത ഡി എന്ന് പറയുന്നു. ആര്യ ഡി. മോഹൻസ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് എ പെൻ ഈസ് 20% ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് പെർസെന്റേജ് കാണുന്നത് നമ്മൾ
എപ്പോഴും കോസ്റ്റ് പ്രൈസിന്റെ മുകളിലായിരിക്കും. ഒരു സംശയം വേണ്ട, കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ് നമ്മൾ കാണുക. പക്ഷേ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രത്യേകം പറയും പ്രോഫിറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എന്താണ്, മോഹൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് 20% ഓഫ് ദ സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസിന്റെ 20% എന്താണ്, മോഹന് പ്രോഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മുടെ റേഷ്യോ ആണ് അല്ലെ. ഈ 20% കാരണം ശരിക്കുള്ള പ്രോഫിറ്റ് ആണോ? അല്ല, ശരിക്കുള്ള പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ എന്തിന്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് സെല്ലിംഗ് പ്രൈസിന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 20% കിട്ടി. അതായത് സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അതിന്റെ 20% പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം 20% ഫ്രാക്ഷൻ എഴുതുക, 1/5 ആണ്. 5ൽ 1 20%. എന്തിന്റെ, സെല്ലിംഗ് പ്രൈസിന്റെ 5ൽ 1 പ്രോഫിറ്റ് അല്ലെ. അതല്ല എന്റെ അർത്ഥം. സെല്ലിംഗ് പ്രൈസിന്റെ 20% പറഞ്ഞ അർത്ഥം എന്താ, സെല്ലിംഗ് പ്രൈസിന്റെ 5ൽ 1. അപ്പൊ സെല്ലിംഗ് പ്രൈസ് നമ്മൾ 5 എടുത്താൽ പ്രോഫിറ്റ് എന്തായിരിക്കും, 1 ആയിരിക്കും. പ്രോഫിറ്റ് 1 ആവണമെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കണം എന്ന് പറഞ്ഞേ. നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, സെല്ലിംഗ് പ്രൈസിനേക്കാൾ കുറവായിരിക്കും കോസ്റ്റ് പ്രൈസ് അല്ലെ. കാരണം കോസ്റ്റ് പ്രൈസിനേക്കാളും വലുത് സെല്ലിംഗ് പ്രൈസ് വരുമ്പോഴേ പ്രോഫിറ്റ് വരുള്ളൂ. അപ്പൊ 5ൽ 1 പറഞ്ഞതിന്റെ ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ ഡിഫറൻസ് 1 വരണമെങ്കിൽ നമുക്ക് ഇവിടെ 4ഉം വരാം 6ഉം വരാം. കാരണം 4 - 5ഉം 6 - 5ഉം ഒക്കെ ഡിഫറൻസ് എന്താണ്, 1 ആണ്. പക്ഷെ നമ്മൾ 6 എടുക്കാത്ത എന്തുകൊണ്ടാണ്, 6 എടുത്തു കഴിഞ്ഞാൽ 6 ഉള്ളത് 5ന് വിൽക്കുക എന്ന് പറയുമ്പോൾ നഷ്ടമായി മാറും. പക്ഷെ ഇവിടെ പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ 6 വരില്ല, എന്തേ വരുള്ളൂ, 4 വരുള്ളൂ. ഇതാണ് ശരിക്കും കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ. നമുക്ക് എന്താ വേണ്ടത്, വാട്ട് ഈസ് ഹിസ് റിയൽ പ്രോഫിറ്റ് പെർസെന്റ്. റിയൽ പ്രോഫിറ്റ് പെർസെന്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ മുകളിൽ വേണം കാണാൻ കേട്ടോ. അപ്പൊ 4 5ന് വിറ്റു എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എത്രയാണ്, 1 ആണ്. ഓക്കെ ആണോ? പ്രോഫിറ്റ് ഡിഫറൻസ് 1 അല്ലേ, 1/4 ആണ് അല്ലെ. കാരണം റിയൽ പ്രോഫിറ്റ് പെർസെന്റേജ് നമ്മൾ കാണുന്ന എപ്പോഴും എന്തിന്റെ മുകളിലാണ്, കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ്. 1/4 എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയാണ്, 25%. ഇനി അറിയാത്തവർ എന്ത് ചെയ്യുക, ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ 100/4 കിട്ടും. 100/4 എന്ന് പറഞ്ഞാൽ 25%. ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. തുടക്കത്തിലുള്ള ഏകദേശം ആളുകൾ ഇപ്പോഴും ഉണ്ട്. കമന്റ് ചെയ്തേ, എല്ലാവരും കമന്റ് ചെയ്തേ. റെഡി ഒന്ന് കമന്റ് ചെയ്ത്, റെഡി. ഓക്കെ, ഓക്കെ ആണ്, ഓക്കെ ആണ്, ഓക്കെ 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 ക്ലിയർ, ഓക്കെ ക്ലിയർ ക്ലിയർ, റെഡി റെഡി, ഓക്കെ ഓക്കെ റെഡി. ബാക്കിയുള്ളവർ ഉറങ്ങാണോ? റെഡി റെഡി റെഡി, ഓക്കെ. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ഓണ്ടാ ഇതേപോലത്തെ ചോദ്യം ഒന്ന് കണ്ടു നോക്കി. നേരത്തെ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ലോസ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. സെയിം ചോദ്യം, 26ാമത് ചെയ്ത സെയിം ചോദ്യം. അവിടെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞോട്ട് ഇവിടെ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മാറ്റം വരുന്നത് ചെയ്ത് നോക്കിയേ. ഓൺ ദ ബേസിസ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ the loss is calculated to be 25%. The percentage loss on the basis of cost price. ശരിക്കും നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കണം. നമുക്ക് കാണേണ്ടത് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് നമ്മുടെ റേഷ്യോ ആണ്. അപ്പോഴാണ് നമുക്ക് റിയൽ എന്തിട്ടുള്ളൂ, കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ലോസ് ഈസ് കാൽക്കുലേറ്റഡ് ടു ബി 25%. എന്താണ്, സെല്ലിംഗ് പ്രൈസിന്റെ മുകളിലാണ്. അപ്പൊ നേരത്തെ ചെയ്ത് അതേപോലെ നോക്കിയേ, 20% 25% നമുക്കറിയാം 1/4 ആണ്. അതായത് സെല്ലിംഗ് പ്രൈസിന്റെ 4ൽ 1 ഇവിടുത്തെ നഷ്ടം അല്ലെ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് നമ്മൾ 4 എടുത്തു കഴിഞ്ഞാൽ നഷ്ടം എന്താണ്, 1. നഷ്ടം 1 ആവണമെങ്കിൽ, അതായത് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് നമ്മുടെ ഡിഫറൻസ് ആണ് 1 എന്ന് പറയുന്നത് അല്ലെ. അപ്പോഴല്ലേ നഷ്ടം 1 എന്ന് പറയാൻ പറ്റുള്ളൂ. നഷ്ടം 1 ആവണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, ഇവിടെ 5ഉം വരാം 5ഉം വരാം 3ഉം വരാം അല്ലെ. കാരണം 3 - 4 5 - 4 1 ആണ്. പക്ഷെ ഇവിടെ എന്ത് വരില്ല, 3 വരാത്ത എന്തുകൊണ്ടാ, 3 വന്നാൽ 3 4 വിറ്റു എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആയി മാറൂലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലോസ് ആണ്. അപ്പൊ എന്ത് വരണം, 3 വരാൻ പറ്റില്ല, ഇവിടെ 5 ആണ് വരേണ്ടത് കേട്ടോ. 5 ആണ് കോസ്റ്റ് പ്രൈസ്, 4 ആണ് സെല്ലിംഗ് പ്രൈസ്. പെർസെന്റേജ് ഓഫ് ലോസ് ഓൺ ദ ബേസ് ഓഫ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ എത്രയാണ് നഷ്ടം എന്ന് പറ. സെല്ലിംഗ് പ്രൈസിന്റെ നോക്കുകയാണെങ്കിൽ 25% ആണ്, ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഇനി കോസ്റ്റ് പ്രൈസിന്റെ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ നഷ്ടം എത്രയാ, 1 ആണ് അല്ലെ. 1 കോസ്റ്റ് പ്രൈസ് എത്രയാ, 1/5 എന്ന് പറഞ്ഞാൽ 20% കിട്ടും. ഇല്ലെങ്കിൽ 1/5 ഇൻറ്റു 100 ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, 26 27 സെയിം ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ലോസ് ആണ്, ഒന്ന് പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് വരണം എന്നുള്ള കൺഫ്യൂഷൻ ആണ്. ഇവിടെ 4 വരണോ, അല്ല 5 വരണോ 3 വരണോ. 3 വന്നാൽ പ്രോഫിറ്റ് ആവും. അപ്പൊ 5 ആണ് വരേണ്ടത് കേട്ടോ. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. The profit earned after selling an article of ₹625 is the same as the loss incurred after selling the article for ₹435. What is the cost price of the article? ചെയ്തേ. 625 രൂപക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭവും 435 രൂപക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന നഷ്ടവും എന്താണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്?
പറഞ്ഞേ. കമന്റ് ചെയ്യും. കിട്ടിയോ? ബി 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 അല്ലേ? വൈഷ്ണവി, ഐശ്വര്യ, പ്രവിത, ഷിയാബുദ്ദീൻ, അനുശ്രീ എല്ലാവരും എന്ത് പറയുന്നു? ബി പറയുന്നു. അതായത് 530 പറയുന്നല്ലേ. നോക്കുക, ഇവിടെ സംഭവത്തിലേ ഉള്ളൂ. 625 രൂപ വിൽക്കുമ്പോൾ അയാൾക്ക് ഒരു ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കോസ്റ്റ് പ്രൈസിനെക്കാളും വലിയ വാല്യൂ ആണ് 625. ഇയാൾക്ക് ഇവിടെ ലാഭം കിട്ടുന്നുണ്ട്. ആ ലാഭം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. ഇനിയോ ഇതേ സാധനം ഇയാൾ 435 രൂപക്ക് വിൽക്കുമ്പോൾ ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. അത് ഈ പ്രോഫിറ്റിൽ അതേ ഈക്വൽ ആണ്. പ്രോഫിറ്റും ലോസും ഇവിടെ ഈക്വൽ. അപ്പൊ നോക്കിയേ, ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. ഈ ഡിഫറൻസ് സി പി മൈനസ് 435ഉം 625 മൈനസ് സി പിയും സെയിം ആണെന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത്. കാരണം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 625 മൈനസ് സി പി ആണ്. ലോസ് എന്ന് പറഞ്ഞാൽ സി പി മൈനസ് 435 ആണ്. ഇത് രണ്ടും സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം ഈ ഡിഫറൻസും സെയിം ആണ്. അത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ എക്സാക്ട് മിഡിൽ ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോഴാണ് ഇങ്ങോട്ടുള്ള ഡിഫറൻസും സെയിം ആവുള്ളൂ. അപ്പൊ എക്സാക്ട് മിഡിൽ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ഈ സി പി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആവറേജ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി കേട്ടോ. 625 പ്ലസ് 435/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കോസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോഴാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസ് സെയിം ആവുക. എത്ര കിട്ടും നോക്കിയേ? 625 പ്ലസ് 435/2 ഇത്ര ചെയ്താൽ മതി. എത്ര കിട്ടും? 625ഉം 435ഉം കൂട്ടി എത്രയാണ്? 1060 ആണ്. 1060/2 എന്ന് പറഞ്ഞാൽ 530 ആണ്. ഓക്കെ ആണോ? അപ്പൊ കോസ്റ്റ് പ്രൈസ് ആണ് 530 കിട്ടും. ഓക്കെ, 530ഉം 625 നമ്മൾ ഡിഫറൻസ് 95 ആണ് അല്ലെ? 530ഉം 435 നമ്മൾ ഡിഫറൻസ് 95 ആണ്. രണ്ടും സെയിം അല്ലേ? ഓപ്ഷൻ ഏതാ? ആൻസർ ബി ആണ്. റെഡി ആണോ? ഓക്കെ, ഇത് ഒരുപാട് ചോദിക്കാറുണ്ട് കേട്ടോ ഈ ടൈപ്പ് ഓഫ് ചോദ്യം. ഓക്കെ, ഇനി 2 ചോദ്യം കൂടി ഉണ്ട്. ഞാനൊന്ന് സൈഡിൽ വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് വലുതാക്കി തരാം കേട്ടോ. ഒന്ന് ശരിയാക്കി ക്വസ്റ്റ്യൻ. 29th question. The loss incurred on selling an article for rupees 535 is 60% of the profit earned on selling the same article for rupees 775. നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ഇത് വ്യത്യാസമുണ്ട് അല്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ ലാഭവും നഷ്ടവും സെയിം ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ലോസ് ഇൻകേർഡ് ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ rupees 535. 535 വിൽക്കുമ്പോൾ കിട്ടുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ 60% ഓഫ് ദ പ്രോഫിറ്റ് ഏൺഡ് ഓൺ സെല്ലിംഗ് ദ സെയിം ആർട്ടിക്കിൾ. 775 വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന്റെ 60% ആണ് 535 വിൽക്കുമ്പോൾ കിട്ടുന്ന നഷ്ടം എന്ന് പറഞ്ഞു. സെയിം അല്ല. സെയിം ആണേ സുഖം. 535 പ്ലസ് 775/2 ചെയ്താൽ മതി. നോക്കിയേ, ഇവിടെ സി പി 775 എന്ന് പറഞ്ഞാൽ ലാഭമാണ്, 535 എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. ആരെ കമന്റ് ചെയ്ത ആൻസർ? ഇല്ല. അറിയുന്നവർ ചെയ്തു കേട്ടോ, അറിയാത്തവർ നോക്കുക. 775 വിൽക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു ലാഭമുണ്ട്. ഇതാണ് ആ ഡിഫറൻസ്. ഇതാണ് ലാഭം അല്ലെ? 775 മൈനസ് സി പി. 535 വിൽക്കുമ്പോൾ നഷ്ടമുണ്ട്. അതെന്താണ്? സി പി മൈനസ് 535. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ നേരെ എക്സാക്ട് മിഡിൽ വാല്യൂ ആയിരിക്കും വരിക. ഇത് രണ്ടും സെയിം അല്ല ഇവിടെ. അപ്പൊ മിഡിൽ വാല്യൂ എക്സാക്ട് വരില്ല. നോക്കിയേ, ഇവിടെ എന്താ കണ്ടീഷൻ നിൽക്കുന്നത്? ഈ പ്രോഫിറ്റ്, ഇവിടെ ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അതിന്റെ 60% ആണ് ഇവിടെ കിട്ടുന്ന ലോസ് അല്ലെ? അതായത് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ 60% ആണ് ഇവിടെ കിട്ടുന്ന ലോസ്. അതായത് ഇതിന്റെ ഡിഫറൻസ് എത്രയാണോ അതിന്റെ 60% ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ? അപ്പൊ 60% നമുക്കറിയാം 3/5 ആണ് അല്ലെ? 5ൽ 3 ആണ് 60%. അതായത് ഈ കാണുന്ന സംഭവം 5 ആണെങ്കിൽ ഈ കാണുന്ന സംഭവം 3 ആണ്. ഇതാണ് റേഷ്യോ. നേരത്തെ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്? 1:1 ആണ്. അപ്പൊ നമുക്കൊന്നും ചെയ്യേണ്ട, നേരെ പകുതി എടുത്താൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഈ ഡിഫറൻസ് 5 യൂണിറ്റ് ആണെങ്കിൽ ഈ ഡിഫറൻസ് എത്രയാണ്? 3 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സി പി എത്രയാന്നുള്ളത് കാണും. അതായത് സി പിയും ഇതും തമ്മിലുള്ള ഡിഫറൻസ് 5 യൂണിറ്റ് ആണെങ്കിൽ ഇതും തമ്മിലുള്ള ഡിഫറൻസ് 3 യൂണിറ്റ് ആണ്. നോക്കിയേ, ടോട്ടൽ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 + 3 8 യൂണിറ്റ് ആണ്. അപ്പൊ ഈ തമ്മിലുള്ള ഡിഫറൻസിനെ 8 യൂണിറ്റ് ആക്കി തിരിച്ചിട്ട് ഇത് എന്ത് ചെയ്യുക? 5 യൂണിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് 3 യൂണിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സി പി കിട്ടും. ആവണി 625 പറയുന്നുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് നോക്കിയേ, ഈ ടോട്ടലിനെ 3 + 5 8 ഭാഗമാക്കി തിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക?
ഇതിൽ നിന്ന് 5 ഭാഗം കുറക്കുക, അല്ലെങ്കിലോ ഇതിലേക്ക് 3 ഭാഗം കൂട്ടുക. അങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതും നമ്മൾ ഡിഫറൻസ് നോക്കണം. 535 775 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നോക്കിയേ? 775 535 തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ 240 ആണ്. 240. ഇതിനെ 8 ഭാഗമാക്കി തിരിക്കണം. അപ്പൊ 8 യൂണിറ്റ് ആണ് എന്ത്? 240. ഒരു യൂണിറ്റ് എത്രയെന്ന് പറഞ്ഞേ? 8 യൂണിറ്റ് 240 ആണെങ്കിൽ ഒരു യൂണിറ്റ് 240/8 എന്ന് പറഞ്ഞാൽ 30 കിട്ടും. ഓക്കെ, ഒരു യൂണിറ്റ് 30 കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ 3 യൂണിറ്റ് എന്താ? ഒരു യൂണിറ്റ് 30 ആണെങ്കിൽ 3 യൂണിറ്റ് 90 കിട്ടും. 5 യൂണിറ്റ് എന്താ എന്ന് പറഞ്ഞേ? 5 യൂണിറ്റ് 150 കിട്ടും അല്ലെ? അതിന്റെ അർത്ഥം 5 യൂണിറ്റ് ആണ് ഈ ഡിഫറൻസ്. സി പിയും 775 തമ്മിൽ ഡിഫറൻസ് 5 യൂണിറ്റ് ആണ്, അത് 150 ആണ്. സി പിയും 535 തമ്മിലുള്ള ഡിഫറൻസ് 3 യൂണിറ്റ് ആണ്, അത് 90 ആണ്. അപ്പൊ നമുക്ക് വേണ്ട സി പി ആണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? 535ന്റെ കൂടെ 3 യൂണിറ്റ് ആയിട്ടുള്ള 90 കൂട്ടണം, അല്ലെങ്കിൽ 775 5 യൂണിറ്റ് ആയിട്ടുള്ള 150 കുറക്കണം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, 2 ചെയ്താലും ആൻസർ കിട്ടും അല്ലെ? നമുക്ക് പർച്ചേസ് പ്രൈസ് ആണ് കാണുന്നത്. പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്, അത്രേ ഉള്ളൂ. അപ്പൊ 535ന്റെ കൂടെ 90 ആഡ് ചെയ്ത് നോക്കി എത്ര കിട്ടും? 535ന്റെ കൂടെ 90 ആഡ് ചെയ്താൽ 625 കിട്ടും. ഓക്കെ ആണോ? അല്ലെങ്കിലോ 775 150 കുറച്ച് നോക്കിയേ, അപ്പോഴും എന്ത് കിട്ടും? 625 കിട്ടും. അപ്പൊ ഡിഫറൻറ്റ് റേഷ്യോ ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ടും സെയിം ആണെങ്കിൽ ഒന്നും ആലോചിക്കാനല്ല, നേരെ രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അത് നമുക്ക് റേഷ്യോ ചെയ്യണമെങ്കിൽ എന്താ അർത്ഥം? 1:1 ആണ് റേഷ്യോ. അപ്പൊ ഡിഫറൻസിനെ 2 ഈക്വൽ പാർട്ടാക്കി തിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആവറേജ് എടുത്ത്. പക്ഷെ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇതിലൂടെ വേണം ആൻസർ ചെയ്യാൻ. ഈ ലാസ്റ്റ് ഇതേ മോഡൽ ഒരു ചോദ്യം കൂടി ഞാൻ തരാം, നിങ്ങളൊന്ന് ചെയ്തു കേട്ടോ. ഈ 2 കൺസെപ്റ്റ് 2 രീതിയിലാണ് ചോദിക്കുക, രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്തു നോക്കുക. ഒരു മിനിറ്റ്. ശരി, എല്ലാവരും പെട്ടെന്ന് ഒരു എക്സാം ചെയ്യുന്ന പോലെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് ചെയ്യുക, ആൻസർ പറയാം. അപ്പൊ ചെയ്തോ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 1 മിനിറ്റ് ആണ് മാക്സിമം ആണ്. 1 മിനിറ്റ് ഒന്നും പറ്റുന്നല്ല, 1 മിനിറ്റ് മാക്സിമം ആണ്. പെട്ടെന്ന് കൺസെപ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പെട്ടെന്ന് ചെയ്യാം. പെർസെന്റേജിൽ പറഞ്ഞു, ഇവിടെ 1/3 എന്ന് പറഞ്ഞ റേഷ്യോ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. 20 സെക്കൻഡ്സ് കഴിഞ്ഞു. അവസാന ചോദ്യമാണ്, ചെയ്യും. 30 സെക്കൻഡ്സ് ആയി. പറഞ്ഞേ, 30 സെക്കൻഡ്സ്. ആരതി ഡി എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഡിയാ പറയുന്നല്ലേ? ഡി ഡി ഡി. 40 സെക്കൻഡ് കൊണ്ട് തന്നെ ആൻസർ വന്നു തുടങ്ങി. ബാക്കിയുള്ളവർ ചെയ്തോ? കിട്ടിയിട്ട് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ബാക്കിയുള്ളവർ കമന്റ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണ്ട. നേരത്തെ എല്ലാവരും കമന്റ് ചെയ്ത ആൻസർ തെറ്റിയില്ലേ? അതുപോലെ തെറ്റും. നിങ്ങൾ നോക്ക്, നിങ്ങൾ കിട്ടിയെങ്കിൽ മാത്രം കമന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഡി ആണല്ലേ? അപ്പൊ നോക്കുക, അനു സോൾഡ് ആൻ ആർട്ടിക്കൽ ഫോർ ₹480 അറ്റ് സം പ്രോഫിറ്റ്. 480 വിൽക്കുമ്പോൾ എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ സി പി അതിനേക്കാളും കുറവാണ്. ഹാഡ് ഷീ സോൾഡ് ഇറ്റ് ഫോർ 400, there would have been a loss. 400 വിൽക്കുമ്പോൾ നഷ്ടമാണ്. there would have been a loss equal to 1/3 of the initial profit. ഇവിടെ ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു ലോസും കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന പ്രോഫിറ്റിന്റെ 1/3 ആണെന്ത്? ഇവിടുത്തെ ലോസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ 3 കൊടുത്താൽ ഇവിടെ എന്താവണം? 1 ആവണം അല്ലെ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ആണെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. സിമ്പിൾ ആയിട്ട് റേഷ്യോ ഡിവൈഡ് ചെയ്താൽ മതി. നോക്കിയേ, ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 480 400 ഡിഫറൻസ് 80 ആണ്. ഈ 80നെ 1 + 3 4 യൂണിറ്റ് ആക്കി തിരിച്ചാൽ ഒരു യൂണിറ്റ് എത്ര നോക്കിയേ? 80/4 20 ആണ്. ഒരു യൂണിറ്റ് 20. നമുക്ക് കോസ്റ്റ് പ്രൈസ് അല്ലേ കാണുന്നത്? കോസ്റ്റ് പ്രൈസ് കാണാൻ 400ന്റെ കൂടെ 1 യൂണിറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 480 3 യൂണിറ്റ് കുറച്ചാൽ മതി. ഒരു യൂണിറ്റ് 20 ആണ്. അപ്പൊ നോക്കിയേ, 400ന്റെ കൂടെ 20 ആഡ് ചെയ്ത് എത്ര കിട്ടും? 420 കിട്ടും. അല്ലെങ്കിലോ 3 യൂണിറ്റ് എത്രയാണ്? 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 60 ആണ്. 480 60 കുറച്ചാൽ മതി, അപ്പോഴും എന്ത് കിട്ടും? 420 കിട്ടും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് സിമ്പിൾ അല്ലേ? പെർസെന്റേജ് ഒക്കെ അറിയുന്ന ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? കമന്റ് ചെയ്ത് എല്ലാവരും. പറ്റുന്നുണ്ടോ ചെയ്യാൻ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ വേണം കേട്ടോ നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ പറ്റുന്നില്ല കുറെ കൺവെൻഷൻ മെത്തേഡിൽ നിന്ന് ചെയ്യുമോ നോക്കിയിട്ട്. കൺവെൻഷൻ മെത്തേഡ് നമുക്ക് ചെയ്താൽ 1-2 ക്വസ്റ്റനൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാം. പക്ഷെ എല്ലാ ക്വസ്റ്റനും നമ്മൾ ഈ കാണുന്ന 30 ക്വസ്റ്റനും പരീക്ഷയ്ക്ക് കൺവെൻഷൻ മെത്തേഡിൽ ചെയ്യാൻ പോയാൽ നമ്മൾ പരീക്ഷയ്ക്ക് തീരൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ആരതി പറയുന്നു താങ്ക് യു സാർ, സെറ്റ് ആണെന്നൊക്കെ പറയുന്നത്. ഓക്കെ, സെറ്റ് ആക്കുക കേട്ടോ. ഓരോ ടോപ്പിക്കും സെറ്റാക്കി പോവുക. പരീക്ഷയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് പോകേണ്ട രീതിയിൽ. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, NTPCന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 30-ൽ പകുതിയോളം ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് നോക്കി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആണ് കുറച്ചൊരു സമയം എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു 15 ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ ആ സമയം നമുക്ക് ബാക്കിയുള്ള 15 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടേ നമുക്ക് വരില്ല. ഓക്കെ, അപ്പോ
അടുത്ത ക്ലാസ്സിൽ ഇതൊന്ന് നന്നായിട്ട് ഇതും പഠിച്ചു വരിക. ഇനി ചില ആൾക്കാർ പെർസെന്റേജ് നോക്കാതെ വന്ന ആളുകൾ ഉണ്ടാവുന്നു, ചെയ്യരുത്. അടുത്ത ക്ലാസ്സിന് പെർസെന്റേജ് ഒക്കെ നന്നായിട്ട് വൃത്തിക്ക് നോക്കിയിട്ട് വരിക. അങ്ങനെയാണ് ഇതിന്റെ കുറച്ചുകൂടി നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അത് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതൊക്കെ പെർസെന്റേജ് ആണ്. ആരോ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പെർസെന്റേജ് ബുദ്ധിമുട്ടാണ്, ഒരിക്കലും ഇല്ല. പെർസെന്റേജ് ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പണ്ട് പഠിച്ച ആ 10ാം ക്ലാസ്സിൽ പഠിച്ച കൺവെൻഷണൽ മെത്തേഡ് ഒന്ന് മാറ്റി ഒന്ന് ഒഴിവാക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും തുടക്കത്തിൽ ഒഴിവാക്കുക. കാരണം എക്സ് ബൈ 100 ബൈ എക്സ് ഇൻറ്റു 100 എന്നൊക്കെ പറഞ്ഞിട്ടാ ചെയ്യുക. അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ ഒഴിവാക്കുക. നേരത്തെ എന്താ പറയുക, പഠിച്ച സ്ഥലത്ത് അത് പറിച്ച് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് പറിച്ച് കളയാം, അത് വേണ്ട നമുക്ക് കേട്ടോ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചെയ്തെത്തൂല. കാരണം ഏതൊരു പരീക്ഷ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയോ പെർസെന്റേജ് എവിടെയെങ്കിലും ആയിട്ട് കയറി വരും. അരിത്മെറ്റിക്കൽ മാത്രമല്ല, പെർസെന്റേജ് അല്ലാത്ത ടോപ്പിക്കിലൊക്കെ കയറി വരും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, പെർസെന്റേജ് വൃത്തിക്ക് കൺസെപ്ച്വലി എങ്ങനെയാണ് പെർസെന്റേജ് എന്നുള്ള വൃത്തിക്ക് അറിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാ പെർസെന്റേജിന്റെ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കിയിട്ട് ബേസ് മുതൽ ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി വരണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.